ഈ വീഡിയോ ഇറ്റ്സ് ലൈക്ക് എ കണ്ടന്റ് ഓഫ് മൈ ലൈഫ് ടൈം. ഇത് ഞാനൊരു ഒരാഴ്ച കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ പ്രിപ്പയർ ചെയ്ത വീഡിയോ അല്ല. അതൊരു കുറേ വർഷങ്ങളായിട്ട് ഈവൻ സിനിമ കണ്ടെന്ന് തുടങ്ങിയോ അന്ന് മുതലുള്ള എൻ്റെ വാർ മൂവീസിലെ ആ ഒരു എക്സ്പീരിയൻസ് അതൊക്കെ വെച്ച് എൻ്റെ കാഴ്ചപ്പാടിലൂടെ എന്താണ് വേൾഡ് വാർ, വേൾഡ് വാർ 1 ആൻഡ് 2 എങ്ങനെയാണ് നടന്നത്, എന്തിനാണ് നടന്നത്, എന്തൊക്കെയാണ് അതിൽ മെയിനായിട്ട് ഇവൻറ്റുകൾ ഉള്ളത് എന്നുള്ള എൻ്റെ ഒരു ടോട്ടൽ ഒരു പെർസ്പെക്റ്റീവാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഞാനൊരു 100ഓളം സിനിമകളും സീരീസുകളും ഗെയിമുകളും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഈ ഗെയിംസൊക്കെ കളിക്കുക അങ്ങനെ ഒരു മൊത്തത്തിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി ഞാൻ ഈ പറയുന്ന ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഒരു പെർസ്പെക്റ്റീവ് കിട്ടും. എന്താണ് വേൾഡ് വാറിൽ നടന്നിട്ടുള്ളതെന്ന്, എന്തിനാണ് നടന്നത്, ആരാണ് ആക്ച്വലി ജയിച്ചത്, ആക്ച്വലി യുദ്ധത്തിൽ ശരിക്കും ഒരു ജയമുണ്ടോ, ഒരു ജയാളി ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഈവൻ നാളെ ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും യുദ്ധത്തിന് വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടൊക്കെ നമ്മളൊന്നും യുദ്ധത്തിന് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല, വേറെ ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയൊന്നുമല്ല. രാജ്യങ്ങളും ഫുള്ളായിട്ട് ആ രാജ്യത്തുള്ള എല്ലാ ആൾക്കാരും യുദ്ധത്തിന് പോയിട്ടുണ്ടായിരുന്ന സമയങ്ങളുണ്ട്. അതാണ് ഈ വേൾഡ് വാറിലൊക്കെ നമ്മൾ നടന്നിട്ടുള്ളത്. ഈവൻ നമ്മുടെ ഇന്ത്യയിൽ നടക്കം യാതൊരു ബന്ധമില്ലെങ്കിലും ബന്ധമില്ലാതെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും വേൾഡ് വാറിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഭാവിയിൽ നമ്മുടെ ഇടയിൽ നിന്ന് ഹിറ്റ്ലറും മുസോളിനിയും പോലെയുള്ള സ്വേച്ഛാധിപതികൾ അവരുടെ ഡിക്റ്റേറ്റർഷിപ്പും കൊണ്ട് വരികയാണെങ്കിൽ അതിനെങ്ങനെ നേരിടണം, അത് എങ്ങനെ നേരത്തെ മനസ്സിലാക്കിയെടുക്കണം എന്നുള്ള അതിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ ഈ ഒരു സിനിമകളൊക്കെ കണ്ടാൽ നമുക്ക് കിട്ടും. ഇതിൽ ഫിക്ഷണലായിട്ടുള്ളതുകൊണ്ട് നോൺ ഫിക്ഷണലായിട്ടുള്ളതുകൊണ്ട് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കോംപ്രിഹെൻസീവ് ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഒരു പ്രോപ്പർ ടൈം ലൈനിൽ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയെടുത്താൽ എന്നതാണ് ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു വീഡിയോ യൂട്യൂബിൽ ഇതിനു മുമ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ പേഴ്സണലി ഇത്രയും വലിയൊരു വീഡിയോ ചെയ്യുമോ എന്ന് പോലും എനിക്കറിയില്ല. ഇതിപ്പോൾ വേൾഡ് വാറിൻ്റെ കാര്യം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് വിയറ്റ്നാം വാറുണ്ട്, വേറെ കൊറിയൻ വാറുണ്ട്, പല അങ്ങനെ പണ്ട് നടന്നിട്ടുള്ള കുറേ ആൻഷ്യൻ വാർ മൂവീസൊക്കെ തന്നെ കുറേ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് വേൾഡ് വാർ മാത്രമാണ്. ഒരു സെഗ്മെൻ്റ് ആക്കി എടുക്കാനാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകമഹായുദ്ധത്തെ പറ്റി, ലോകം മുഴുവനായിട്ട് യുദ്ധത്തിന് പോയ ആ ഒരു വലിയ ഇൻസിഡൻറ്റിനെ പറ്റിയാണ്. സോ ഇത് ആദ്യം മനസ്സിലാക്കുകയാണെങ്കിൽ വേൾഡ് വാർ 1 ആൻഡ് 2 എന്തിനാണ് നടന്നതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുകയാണെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു എൻറ്റയർ മാപ്പ് മുഴുവൻ മനസ്സിലാക്കിയെടുക്കണം. നമ്മളിപ്പോൾ കാണുന്ന വേൾഡ് മാപ്പല്ല പണ്ടുണ്ടായിരുന്നു. അതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ പഠിക്കുന്ന മാപ്പല്ല പണ്ടുണ്ടായിരുന്നത്. എൻറ്റയർലി ആ ഒരു വേൾഡ് മാപ്പിനെ തന്നെ മാറ്റിമറിച്ച ഒരു ഇവൻറ്റ്സ് ആയിരുന്നു വേൾഡ് വാർ 1 ആൻഡ് 2. ഇപ്പോൾ വേൾഡ് വാർ 1 നടക്കുന്നതിന് മുമ്പ് വേൾഡ് വാർ 1 നടന്നിട്ടുള്ളത് 1914 മുതൽ 18 വരെയാണ്. അതിന് മുമ്പുണ്ടായിരുന്ന യൂറോപ്പ് കംപ്ലീറ്റ്ലി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഫുൾ പവർ സിസ്റ്റംസ് ആയിരുന്നു. വലിയ വലിയ കുറേ എംപയേഴ്സ് ആയിരുന്നു. ബ്രിട്ടൻ എംപയർ ഉണ്ട്, റഷ്യൻ എംപയർ ഉണ്ട്, ഇറ്റാലിയൻ എംപയർ ഉണ്ട്, ദെൻ ഓട്ടോമൻ എംപയർ. ഇപ്പോഴത്തെ നമ്മൾ ടർക്കി എന്ന് ഞാൻ പറയാം, തുർക്കി അവിടെയൊക്കെയുള്ള ഈ ഓട്ടോമൻ എംപയർ, അങ്ങനത്തെ വലിയ വലിയ കുറേ എംപയേഴ്സ് ആയിരുന്നു. സോ ഈ എംപയേഴ്സ് തമ്മിൽ പണ്ട് മുതലേ ഭയങ്കരധികം പ്രശ്നമാണ്. അതായത് അവർക്ക് എല്ലാവരുടെ സ്വന്തം എംപയറെ എക്സ്പാൻഡ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, മറ്റുള്ള എംപയേഴ്സിനേക്കാൾ കൂടുതൽ നമ്മൾ മുന്നിട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹങ്ങളായിരുന്നു എല്ലാവർക്കും. അത് പണ്ട് മുതലേ മനുഷ്യൻ എന്ന് മുതൽ ജനിച്ചിട്ടുണ്ടോ അന്ന് മുതലേ നമ്മുടെ ഉള്ള ആഗ്രഹമാണ്, അത്യാഗ്രഹമാണ് ഈ പരിപാടിയെല്ലാം. അയൽവക്കത്തെ വീട്ടിലെന്താണോ അതിനപ്പുറത്ത് വേണം, നമ്മുടെ അവിടെ വേണം എന്നുള്ള ഒരു സെറ്റപ്പ് തന്നെയാണല്ലോ. സെയിം സംഭവം. മനുഷ്യൻ എന്ന് ജനിച്ചിട്ടുണ്ടോ അന്ന് മുതൽ യുദ്ധമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഒരു ഭയങ്കരധികം എക്സ്പ്ലോഡ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് എത്തിയ ഒരു ടൈമായിരുന്നു ആ ഒരു ലേറ്റ് 18th സെഞ്ചുറി അല്ലെങ്കിൽ 19th സെഞ്ചുറിയുടെ സ്റ്റാർട്ട് എന്ന് പറയാം. കാരണം ഈ ടൈമിലാണ് വെപ്പണറിയും വെപ്പൺ സിസ്റ്റം ഒക്കെ ഭയങ്കരധികം അഡ്വാൻസ്ഡ് ആയിട്ട് വന്നത്. നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാർഫെയർ സാധനങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുപോകുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും എക്സ്പാൻഡ് ചെയ്യുന്നുള്ള ആഗ്രഹവും അത് അവരുടെ ഇടയിലുള്ള കുറേ സിവിൽ വാറുകൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യ ഒരു എംപയർ ആണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇന്ത്യൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ കേരളം നമുക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ റിബൽ ചെയ്ത് എങ്ങനെയുണ്ട്. ഇത് ഇന്റേണലി ഇന്ത്യക്ക് അകത്ത് നടക്കുന്ന ഒരു സിവിൽ പ്രശ്നമാണ്. ഈ പ്രശ്നം കൂടാതെയാണ് ഇന്ത്യക്ക് ഇപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ വേണമെന്ന് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ നേപ്പാൾ വേണമെന്നോ അല്ലെങ്കിൽ ചൈന വേണമെന്നോ റഷ്യ വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എംപയർ എക്സ്പാൻഡ് ചെയ്യണം എന്നും കൂടി പറയുകയാണെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കുന്നു. ഇത് നമ്മൾ മാത്രമല്ല, നമ്മുടെ അപ്പുറത്ത് കിടക്കുന്ന അവരും ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു. സോ അങ്ങനെ കംപ്ലീറ്റ്ലി ഇപ്പോൾ പെട്രോൾ പമ്പിൽ സിഗരറ്റ് വലിച്ചത് നിന്ന് എങ്ങനെ ഉണ്ടാവും ആ സെറ്റപ്പാണ്. അത്രയധികം ടെൻഷൻ ഫിൽഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഒരു യൂറോപ്പ് മുഴുവൻ. ആൻഡ് ഇതിൻ്റെ ഇടയിൽ ഇമ്പീരിയലിസം ഉണ്ട്. എല്ലാ എംപയേഴ്സിനും കോളനീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്രിട്ടീഷ് കോളനീസ് ഉണ്ട്, ജർമ്മനിക്കാർക്ക് വേറെ കോളനീസ് ഉണ്ട്, ഫ്രാൻസുകാരുടെ വേറെ കോളനി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് കോളനീസാണ് ഇന്ത്യയൊക്കെ. അന്നത്തെ കാലത്ത് ഇന്ത്യ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പ്രത്യേക സെപ്പറേറ്റ് രാജ്യമല്ല, ബ്രിട്ടീഷ് കൊളോണിയൽ സിസ്റ്റം ഉള്ള ഒരു സ്ഥലമാണ്. സോ ബ്രിട്ടീഷുകാരുടെ പല കോളനീസ് ഉണ്ട്. അതിപ്പോൾ ആഫ്രിക്കയിലുണ്ട്, ഏഷ്യയിലുണ്ട്, പിന്നെ അങ്ങനത്തെ പല സ്ഥലത്തും, യൂറോപ്പിൽ മാത്രമല്ല, ഇവരിങ്ങനെ പല സ്ഥലത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറേ വർഷങ്ങളായിട്ട് ഇവർ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇതുപോലെ എല്ലാവർക്കും പല കോളനീസ് ഉണ്ട്. ഇവരുടെ കോളനീസ് മറ്റ് രാജ്യങ്ങൾക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മറ്റ് എംപയേഴ്സിനും ഇവരുടെ കോളനീസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ജർമ്മനിക്കാർക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള കോളനി വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ഇതേപോലെ എല്ലാവർക്കും കോളനീസ് ഉണ്ട്. ഇങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇവരെല്ലാവരും തന്നെ ഒരു അലയൻസ് സിസ്റ്റം കൂടി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് യൂറോപ്പിലുള്ള കുറച്ച് മെയിൻ ഈ
എംപയർ സിസ്റ്റംസ്. അതിപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന ശത്രുരാജ്യമായ വേറൊരു രാജ്യം ഇപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യം ദൂരെ കിടക്കുന്ന ഒരു രാജ്യമായിട്ട് കമ്പയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും അടുത്തടുത്ത് കിടക്കുകയാണ്. നമ്മൾ തമ്മിൽ ഒരു അലയൻസ് ഉണ്ടാക്കില്ല. നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ചൈനയായിട്ടോ നമ്മളിപ്പോൾ ശ്രീലങ്ക ആയിട്ടോ ഒരു അലയൻസ് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും, ഇതേപോലെ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ചൈനയായിട്ടോ റഷ്യയായിട്ടോ ഒരു അലയൻസ് ഉണ്ടാക്കി അതേപോലെ യൂറോപ്പ് മുഴുവൻ കംപ്ലീറ്റ്ലി 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ തന്നെ ഇറ്റലി, ഓസ്ട്രിയ ഹംഗറി, ജർമ്മനി ഇവർ 3 പേരും കൂടി ട്രിപ്പിൾ അലയൻസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ അലയൻസ് സിസ്റ്റം. അതിന് നേരെ ഓപ്പോസിറ്റ് ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് റഷ്യ ഇവരൊക്കെ കൂടി ട്രിപ്പിൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു സെപ്പറേറ്റ് അലയൻസും ഫോം ചെയ്തു. ഈ അലയൻസിന് മെയിൻ പ്രശ്നം എന്തെന്ന് വെച്ചാൽ എന്നെ ആരെങ്കിലും തൊട്ടാ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആരെങ്കിലും തൊട്ടാ എനിക്കിപ്പോൾ ഇഷ്ടമില്ലെങ്കിലും ഞാൻ ഇറങ്ങണം യുദ്ധത്തിന് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. ഇപ്പോൾ ഈ വേൾഡ് വാർ 1 തുടങ്ങുന്നതിന് മെയിൻ കാരണങ്ങളിലൊന്ന് ഈ ഒരു അലയൻസ് ആണെന്ന് പറയാം. പക്ഷേ ഇതല്ല, ഈ കാരണമല്ല, ഈ ഒരു അലയൻസ് അല്ല വേൾഡ് വാറിനെ ട്രിഗർ ചെയ്തു. ഞാൻ ഈ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ടുള്ളവരുടെ ആ ഒരു കുടിപ്പക, അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു അലയൻസ് സിസ്റ്റം, ഇങ്ങനെ എല്ലാം പ്രഷറായിട്ടിരിക്കുന്ന സമയത്ത് 1914 ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് എന്ന് പറഞ്ഞ ഒരാൾ കൊല്ലപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഈ ഓസ്ട്രിയോ ഹംഗറി എന്ന് പറഞ്ഞ ഒരു എംപയറിൻ്റെ അടുത്ത രാജാവാകാൻ പോകുന്ന ഒരാളാണ്. ഇങ്ങനെയുടെ കൊലപാതകമാണ് ഈ ഒരു വേൾഡ് വാറിനെ ട്രിഗർ ചെയ്ത മെയിൻ ഫാക്ടർ എന്ന് പറയും. ഈ ഓസ്ട്രിയ ഹംഗറിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ബോസ്നിയയും സെർബിയൊക്കെ. ഈ സെർബിയയിലുള്ള ഒരു ആൻറ്റി നാഷണലിസ്റ്റ് അല്ലെങ്കിൽ സെർബിയയുടെ ചായ്വുള്ള ഒരാളാണ് ഈ ഫ്രാൻസ് ഫെർഡിനാൻഡ് വന്ന് കൊള്ളുന്നത്. ആളുടെ ഭാര്യയായിട്ട് ഒരു കാറിൽ ട്രാവൽ ചെയ്യുന്ന വഴിക്കാണ് ഈ ഒരു അസാസിനേഷൻ ഉണ്ടാവും. ആക്ച്വലി ഇവരെ കൊന്നത് ഇവർ ഈ സെർബിയ വിട്ട് ആർമിയോ അല്ലെങ്കിൽ സെർബിയയുടെ അറിവോട് കൂടിയൊന്നും അല്ല. ആൻറ്റി നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഒരു അസാസിനേഷൻ പ്ലാൻ ചെയ്ത്. ആക്ച്വലി ഇവരുടെ അസാസിനേഷൻ പ്ലാൻ ഇനീഷ്യലി ഡ്രോപ്പ് ആയിരുന്നു അല്ലെങ്കിൽ ഫെയിലിയർ ആയിരുന്നു. ഇങ്ങനെ പോകുന്ന വഴി ഒരു ബോംബേർ ഉണ്ടായി. പക്ഷേ ആ ബോംബേർ കാരണം ഇവരുടെ റീറൂട്ട് ചെയ്തു, വേറെ വഴി കൂടെയാണ് വന്നത്. പക്ഷേ വരണ വഴിയാണ് ഇങ്ങനെ കൊന്നിട്ടുള്ള ഗാവ്രിലോ പ്രിൻസിപ്പ് എന്ന് പറഞ്ഞ ഒരാളുടെ മുമ്പിൽ പോയി ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി അവിടെ ഒരു അസോസിനേഷൻ അവർ ഫെയിലായിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ടൈമിലാണ് ഈ ചങ്ങായി, ആരെയാണ് ഇവർ കൊല്ലാൻ ഉദ്ദേശിച്ചത്, ആ ചങ്ങായി റീറൂട്ട് ചെയ്ത് അതേ റൂട്ടിൽ കൂടെ വന്ന് ഇങ്ങനെ അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ് ആളുടെ വൈഫിനെ വെച്ച്. ഈ കാര്യമാണ് വേൾഡ് വാറിനെ ട്രിഗർ ചെയ്തത്. ഇങ്ങനൊരു കൊലപാതകം ഉണ്ടായ അപ്പോൾ തന്നെ ഓസ്ട്രിയ ഹംഗറി അപ്പോൾ തന്നെ സെർബിയയ്ക്ക് ഒരു പാക്ട് അയച്ചു, കുറേ ഡിമാൻഡുകൾ വെച്ച് അയച്ചു. പക്ഷേ സെർബിയ അതിനൊന്നും കൂട്ടാക്കിയില്ല. അപ്പോൾ തന്നെ ഓസ്ട്രിയ ഹംഗറി സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ സമയത്ത് ഓസ്ട്രിയ ഹംഗറി സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് അപ്പുറത്ത് കടന്നിരുന്ന റഷ്യ സെർബിയയ്ക്ക് സപ്പോർട്ടായിട്ട് വന്നു. ഇപ്പോൾ യുദ്ധം നിർത്തിക്കോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് റഷ്യക്കാർ സപ്പോർട്ടിനായിട്ട് വന്നു സെർബിയയ്ക്ക്. ഈ കാര്യം ജർമ്മനുകാരെ ട്രിഗർ ചെയ്തു. ജർമ്മനി അപ്പോൾ തന്നെ റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരു തീപ്പൊരിയാണ്, നമ്മൾ ഈ പടക്ക കമ്പനിയിൽ തീപ്പൊട്ടിക്കൊള്ളിയും കൂടി കയറുന്ന പോലെയാണ്, ഭയങ്കര അങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അപ്പോൾ തന്നെ ഫ്രാൻസ് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ജർമ്മനി തിരിച്ച് ഫ്രാൻസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു അലയൻസ് സിസ്റ്റം കംപ്ലീറ്റ്ലി ആക്ടിവേറ്റ് ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെയാണോ പ്രശ്നങ്ങളുള്ളത്, ആരൊക്കെയാണോ അലയൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഒരാളെ തൊട്ടാൽ മറ്റേ ആളെ ഇറങ്ങുമെന്ന് പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് യൂറോപ്പ് ഫുൾ അങ്ങോട്ട് പ്രശ്നമായി. ഇങ്ങനെയാണ് വേൾഡ് വാർ 1 തുടങ്ങുന്നത് തന്നെ. അതായത് ഈ ഒരു ആർച്ച് ഡ്യൂക്കിൻ്റെ ആ ഒരു കൊലപാതകം മാത്രമല്ല, അതിന് മുമ്പ് ഇത്രയും കുറേ കാരണങ്ങളുണ്ട്. പക്ഷേ എല്ലാവരും ഒരു മെയിൻ പ്രശ്നമായിട്ട് മെയിൻ കോസായിട്ട് പറയുന്നത് ഈ ഇങ്ങനെയുടെ ഈ ഒരു കൊലപാതകമാണ്. അതൊരു ട്രിഗറിങ് പോയിന്റ് ആയിരുന്നു വേണമെങ്കിൽ പറയാം. 1914 ഈ വേൾഡ് വാർ തുടങ്ങി. ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ മെയിനായിട്ട് അറ്റാക്കുകൾ നടത്തിയത്. ഈ ജർമ്മനിക്ക് പറയുന്ന പോലെ തൊട്ടപ്പുറത്ത് റഷ്യ ഉണ്ട്, ഇപ്പുറത്ത് ഫ്രാൻസും ഉണ്ട്. 2 സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്യണം. ഒരു രാജ്യത്തിനെതിരെ മാത്രം അറ്റാക്ക് ചെയ്താൽ പോലും ഇവർക്ക് ഫ്രാൻസിനായിട്ട് അറ്റാക്ക് ചെയ്യണം, റഷ്യയായിട്ട് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ 2 ഫ്രണ്ടുകൾ തന്നെ തുടങ്ങിയെന്ന് പറയാം. ഒരു ഈസ്റ്റേൺ ഫ്രണ്ട്, വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്ന പോലെ 2 സെപ്പറേറ്റ് വാർ ഫ്രണ്ടുകൾ തന്നെ തുടങ്ങണമെന്ന് ജർമ്മനിക്ക്. പക്ഷേ ഈ ജർമ്മനി മെയിനായിട്ട് എടുത്ത ഒരു പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഷ്ലിഫൻ പ്ലാൻ എന്ന് പറയും. അതായത് ഡയറക്റ്റ്ലി നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ഭയങ്കര പെട്ടെന്ന് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുക. ഇതാണ് ഈ ഷ്ലിഫൻ പ്ലാൻ എന്ന് പറയുന്നത്. ഈ പ്ലാൻ ആയിരുന്നു ജർമ്മനി ആദ്യം എടുത്തത്. ആൻഡ് ആ പ്ലാൻ അനുസരിച്ച് ഡയറക്റ്റ്ലി റഷ്യയായിട്ട് യുദ്ധത്തിന് പോകാതെ ആദ്യം ഫ്രാൻസിനെ കീഴ്പ്പെടുത്തുക, അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടിയിട്ട് റഷ്യനെ പോയി കീഴ്പ്പെടുത്തുക എന്നുള്ളതായിരുന്നു ജർമ്മനിയുടെ പ്ലാൻ. ജർമ്മനി ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഡയറക്റ്റ്ലി പോയിട്ട് ഫ്രാൻസിനെ അടിക്കണം. പക്ഷേ ഫ്രാൻസിനെ ഡയറക്റ്റ്ലി പോയി അടിക്കാൻ പറ്റില്ല. അവരെല്ലാവരും ഡിഫൻസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർ വെറുതെ ഒന്നുമല്ല യുദ്ധത്തിന് ഓക്കെ എന്ന് പറഞ്ഞത്. ഫ്രാൻസ് ഡിഫൻസ് സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് ഡയറക്റ്റ്ലി ഫ്രാൻസിലേക്ക് കയറാൻ ജർമ്മനിക്ക് പറ്റില്ല. അങ്ങനെയുള്ളത് കൊണ്ട് ജർമ്മനി എന്തെന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽജിയം, ആ ബെൽജിയത്തിൽ കൂടെ കയറി ഫ്രാൻസിലേക്ക് എത്താനായിരുന്നു അവർ ഇനീഷ്യൽ പ്ലാൻ ചെയ്ത്. ഇതിൻ്റെ ഒപ്പം തന്നെ നേരെ ഡയറക്റ്റ്ലി ഫ്രാൻസിലേക്ക് പോകാനുള്ള വേറെ റൂട്ടും ഉണ്ട്. പക്ഷേ ഇവർ ബെൽജിയത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. ബെൽജിയം ഒരു ന്യൂട്രൽ കൺട്രി ആയിരുന്നു. അവർ യുദ്ധമൊന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. ബെൽജിയത്തിന് തൊട്ടപ്പോൾ ബെൽജിയത്തിനോട് ഭയങ്കര അധികം അലയൻസ് ഉള്ള അല്ലെങ്കിൽ പണ്ട് മുതലേ സൗഹൃദമുള്ള ബ്രിട്ടൻ യുദ്ധത്തിലേക്ക് ഡയറക്റ്റ്ലി വന്നു. ഒരു സൈഡിലൂടെ ഓസ്ട്രിയ ഹംഗറിയും ജർമ്മനിയും ഉണ്ട്. ഇറ്റലി അവരുടെ കൂടെ ഉണ്ടെങ്കിലും ഇറ്റലി അതുവരെ യുദ്ധത്തിൽ വന്നിട്ടില്ല. ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ഫ്രാൻസും ബ്രിട്ടനും റഷ്യയും 3 കൂടി ഒരുമിച്ചായിട്ടുള്ള കമ്പൈൻ ആയിട്ടുള്ള ഒരു ആർമിയാണ് അവർ കൊണ്ട് ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു യുദ്ധം ഇത് തുടങ്ങുന്ന അവർ ഇനീഷ്യൽ പോർഷൻസ് കാണിക്കുന്ന ഒരു പടമാണ് നമ്മുടെ സ്പിൽബർഗിൻ്റെ വാർ ഹോഴ്സ് എന്ന് പറഞ്ഞ പടം. ഇതിലൊരു ഒരു കുതിരയുടെ പെർസ്പെക്റ്റീവും അതൊരു കുതിരയുടെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുതിരേനെ പണ്ട് വളർത്തിയിരുന്ന ഒരു ചെറിയ കുട്ടിയുടെ പെർസ്പെക്റ്റീവിലൂടെയാണ് ഈ ഒരു കഥ മുഴുവനായിട്ട് പോവുക. ആക്ച്വലി ആ ഒരു കുതിരയുടെ പെർസ്പെക്റ്റീവിൽ അവർ വാറിൻ്റെ ഒരു എൻറ്റയർ
ബ്രൂട്ടാലിറ്റി കംപ്ലീറ്റ്ലി നമുക്ക് ഈ സിനിമയിൽ കൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ടോം ഹിഡ്ലസണും നമ്മുടെ ലോക്കി, ബെനഡിക്ട് കംബർബാച്ച്, നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഒക്കെ ഉള്ളൊരു പടമാണ്. ഈ പുറത്ത് കാണിക്കുന്ന പോലെ ഈ ഒരു യുദ്ധം മുഴുവൻ നടക്കുന്ന ഒരു വെസ്റ്റേൺ ഫ്രണ്ടിലാണ്. സോ ഈ വെസ്റ്റേൺ ഫ്രണ്ടിൽ യുദ്ധം തുടങ്ങിയപ്പോൾ മെയിൻലി ജർമ്മനി മെയിനായിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നു. പക്ഷേ ഇവർ ഫ്രാൻസിൽ പാരീസിൻ്റെ തൊട്ടടുത്ത് എത്താറായ സമയത്ത് വലിയൊരു റെസിസ്റ്റൻസ് ഫ്രാൻസിൽ നിന്നും ഈ ഒരു ബ്രിട്ടൻ ആർമിയിൽ നിന്ന് ഇവർക്ക് നേരിടേണ്ടി വന്നു. ഇതിന് ബാറ്റിൽ ഓഫ് മേൺ എന്ന് പറയും. ഇവിടുന്ന് റിട്രീറ്റ് ചെയ്ത് പോയി ജർമ്മൻ ആർമി ഇംഗ്ലീഷ് ചാനൽ നോക്കി നേരെ പോയിട്ട് ഇവരവിടെ തിരിച്ചു പോകാതെ ഒരു കുറേ ട്രെഞ്ചസ് ഫോം ചെയ്തു. അതായത് കുഴികൾ, മണ്ണിൻ്റെ അടിയിൽ കുറേ കുഴികൾ ഫോം ചെയ്തിട്ട് അതിപ്പോൾ ജർമ്മൻ ആർമി, ഇപ്പുറത്ത് ഈ ബ്രിട്ടൻ ആൻഡ് നമ്മുടെ ഫ്രഞ്ച് ആർമി, അവരും ഇതേപോലെ തന്നെ കുറേ ട്രെഞ്ചസ് ഫോം ചെയ്തു. പിന്നെ അങ്ങോട്ട് ഫുള്ള് നമ്മൾ കാണുന്നത് ഈ ഒരു ട്രെഞ്ച് വാർഫെയർ ആണ്. ഈ ഒരു വേൾഡ് വാർ 1 മെയിൻ പിക്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു ട്രെഞ്ച് വാർഫെയർ ആയിരുന്നു. മണ്ണിൻ്റെ അടിയിൽ വലിയ വലിയ ട്രെഞ്ചസ് ഫോം ചെയ്യുക, വലിയ വലിയ കിടങ്ങുകൾ, ഈ കിടങ്ങുകളുടെ ഇടയിൽ ഇരുന്നിട്ടായിരുന്നു യുദ്ധമുള്ളൂ. അതായത് ഇപ്പുറത്തെ സൈഡിൽ ഒരു വലിയ ട്രെഞ്ച് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ജർമ്മൻ ട്രെഞ്ച് ഉണ്ടെങ്കിൽ അതിന് തൊട്ടിപ്പുറത്ത് ഒരു ഫ്രഞ്ച് ട്രെഞ്ച് ഉണ്ടാവും. അവർ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സെഗ്മെൻറ്റുകൾ, അത് ഈ ട്രെഞ്ച് തന്നെ പല സെഗ്മെൻ്റ് ഉണ്ട്. ഫ്രണ്ടിൽ ഒരെണ്ണം, അതായത് ഫ്രണ്ട് ബാറ്റിൽ ലൈനിൽ പോകുന്ന പറയണം, ബാക്കിൽ സപ്പോർട്ട് നിൽക്കുന്ന വേറെ ട്രെഞ്ച് ഉണ്ടാവും. അതിൻ്റെ ഇപ്പുറത്ത് ഇൻ്റർ കണക്ട് ചെയ്ത് ചിലപ്പോൾ ഇവർക്ക് ഫുഡും സപ്ലൈസ് ഒക്കെ എത്തിക്കാനുള്ള വേറെ ട്രെഞ്ച്, അങ്ങനെ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടായിരുന്നു ഈ ഒരു പരിപാടി ഫുള്ള് യുദ്ധങ്ങൾ അങ്ങനെ. ഇതിൻ്റെ ഇടയിൽ ഈ 2 ട്രെഞ്ചൻസിൻ്റെ ഇടയിൽ നോ മാൻസ് ലാൻഡ് എന്ന് പറഞ്ഞ് വലിയൊരു ലാൻഡാണ്. നമ്മളിപ്പോൾ ഈ വാർ ഹോഴ്സ് പടത്തിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിക്കുന്നുണ്ട്. ഈ നോ മാൻസ് ലാൻഡിലായിരുന്നു യുദ്ധങ്ങൾ മെയിൻലി നടന്നത്. അതായത് ഇങ്ങോട്ടെത്തിയാൽ മരിച്ചു. അവിടെ ഫുള്ള് മറ്റേ ഈ മുള്ളുവേലികളും ഷെല്ലുകളും മറ്റേ പൊട്ടിത്തെറിച്ച സാധനങ്ങളും ഒക്കെ തന്നെയായിരുന്നു. ഇവർ മെയിൻ ആക്രമണങ്ങൾ ഫുള്ള് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു നോ മാൻസ് ലാൻഡിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവർ ഈ ട്രഞ്ചിൽ നിന്ന് ഇറങ്ങി നേരെ പോയി അറ്റാക്ക് ചെയ്യാൻ വരും, ഇപ്പുറത്ത് ഇങ്ങോട്ട് വരും. ഇങ്ങനത്തെ ട്രഞ്ച് വാർഫെയർ ആയിരുന്നു കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. സോ വേൾഡ് വാർ 1 ബേസ് ആയിട്ടുള്ള മറ്റു സിനിമകളിലല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഓൾ ക്വൈറ്റ് ഓൺ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറഞ്ഞ പടമൊക്കെ ഉണ്ട്. ഇതിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന ഈ ഒരു ട്രഞ്ച് വാർഫെയർ ആണ്. അതിൻ്റെ ഒരു ബ്രൂട്ടാലിറ്റി ഒക്കെ ആയിരിക്കും മെയിൻലി കാണിച്ചു തരുന്നത്. നമ്മുടെ ബാറ്റിൽ ഫീൽഡ് 5 എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. അതിൽ ഈ ഒരു ട്രഞ്ച് വാർഫെയറും അത് എൻറ്റയർലി വേൾഡ് വാർ ഫുള്ളുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതിപ്പോൾ ബാറ്റിൽ ഫീൽഡ് 5-ലായിക്കോട്ടെ 1-ലായിക്കോട്ടെ 5-ലല്ല, ബാറ്റിൽ ഫീൽഡ് 1 ആണ് ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാറിന് ബേസ്ഡ് സാധനം. 5 ഐ തിങ്ക് സെക്കൻഡ് വേൾഡ് വാറിന് ബേസ്ഡ് സാധനമായിരുന്നു. അതെ, എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ്. സോ 2 കളിച്ച് നോക്കുക, 2 അടിപൊളിയാണ്. അപ്പോൾ ഈ ട്രഞ്ച് വാർഫെയർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. തന്നെ ഈ പറഞ്ഞ സിനിമകളിലുണ്ട് നമുക്ക് ഈ ട്രഞ്ച് വാർഫെയറിൻ്റെ സെറ്റപ്പുകൾ എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഫുൾ ഇപ്പോൾ നമ്മൾ ഈ ഓൾ ക്വൈറ്റ് ഓൺ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറഞ്ഞ പടം, അത് ആക്ച്വലി ഈ ഒരു 1900 തുടങ്ങുന്ന സമയത്തല്ല, ഈ ഒരു 14 സമയത്തല്ല, ഒരു 17-18 ഈ ഒരു വാറിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ആക്ച്വലി അത് നടക്കുക. ട്രഞ്ച് വാർഫെയറിൻ്റെ എല്ലാം നമുക്ക് ഇതിൽ കൂടെ കാണിച്ചു തരും. ഇതേപോലെ നമ്മുടെ പാത്ത് ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞൊരു പടമാണ്, നമ്മുടെ കുബ്രിക്ക് പടം. ഇതിലും ഇതേപോലെ ഈ ട്രഞ്ച് വാർഫെയറിൻ്റെ കുറേ സിറ്റുവേഷൻസും അതിൽ നിന്ന് സർവൈവ് ചെയ്ത കുറച്ച് ആൾക്കാർ എങ്ങനെയാണ് അതിൻ്റെ ബാക്ക്ലാഷുകൾ എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന പടമാണ്. പിന്നെ ഇതേപോലെ ദേ ഷാൽ നോട്ട് ഗ്രോ ഓൾഡ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററിയാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ട്രഞ്ച് വാർഫെയർ മാത്രമല്ല, നമുക്ക് എൻ്റയർ വേൾഡ് വാറിൻ്റെ ഫുൾ പിക്ചർ നമുക്ക് അതിൽ കിട്ടും. അത് ഇപ്പോൾ 14 മുതൽ 18 വരെയുള്ള എല്ലാ കാര്യങ്ങളും. ഇത് ഫിക്ഷണലായിട്ട് സാധനമൊന്നുമല്ല, ഇത് ഓൾറെഡി എടുത്തിട്ടുള്ള റോ ഫൂട്ടേജസ് ഉണ്ടല്ലോ, അതിനെ വെച്ച് അല്ലെങ്കിൽ അതിനെ കളറൈസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള സാധനമാണ്. നമ്മുടെ പീറ്റർ ജാക്സനാണ്, നമ്മുടെ ലോർഡ് ഓഫ് ദി റിങ്സും ഹോബിറ്റും നമ്മുടെ കിങ് കോങ് പടമൊക്കെ എടുത്തുള്ള പീറ്റർ ജാക്സനാണ് ഈ ഒരു പടം എടുത്തിട്ട്. ഇതൊരു ഡോക്യുമെൻ്ററിയാണ്. പക്ഷേ നമ്മുടെ ഈ വേൾഡ് വാറിൻ്റെ മ്യൂസിയംസ് ഉണ്ട്, അവിടെ വെച്ചിട്ടുള്ള സാധനങ്ങൾ ആർച്ചീവ്സൊക്കെ തന്നെ കളക്ട് ചെയ്ത് അതിനെ കളറൈസ് ചെയ്ത് ഇങ്ങനെ പൊടി തട്ടിയെടുത്ത് ഒരു റീസ്ട്രക്ചർ ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്രോപ്പർ ഫോർമാറ്റിൽ എടുത്തിട്ടുള്ള സാധനമാണ്. ഇത് കണ്ടാൽ ആക്ച്വലി നമ്മൾ ഈ സിനിമ പോലെയല്ല, നമുക്ക് റോ ഫൂട്ടേജസ് എങ്ങനെയായിരുന്നു അവിടുത്തെ ഇപ്പോൾ ഓരോ സോൾജേഴ്സിൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു, അവരെന്തൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ 1-2 ദിവസമല്ല ഈ യുദ്ധം, വർഷങ്ങളാണ് ഇവിടെ ഇതിനകത്ത് കിടക്കുന്നത്. ഇപ്പോൾ ഈ ട്രെഞ്ചുകൾക്കകത്ത് കിടക്കാമെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് നോക്കണം. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് എലികളാണ്, ഡിസീസുകൾ കുറേ പേർക്കുണ്ട്. ഇവർക്ക് ഈ വെള്ളത്തിലായിരിക്കും, ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളത്തിലാണ് ഇവർ കാല് ഫുള്ള് മുക്കി വെച്ചിട്ടുള്ളത്. സോ ഈ ട്രെഞ്ച് ഫൂട്ട് എന്നൊക്കെ പറയില്ല, അത് ട്രെഞ്ച് ഫൂട്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ കുറേ അസുഖങ്ങളും അങ്ങനത്തെ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. അതിൻ്റെ ഇടയിലാണ് അവർക്ക് യുദ്ധവും ചെയ്യേണ്ടത്. അതിൻ്റെ കുറേ ഹൊറിഫൈങ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ആൾ മഞ്ഞത്ത് മരിച്ചു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ആൾ വെടികൊണ്ട് മരിച്ചിട്ടുണ്ടാവും. എല്ലാ വശങ്ങളും നമുക്ക് എടുത്ത് കാണിക്കുന്നതാണ് ഈ പടങ്ങളൊക്കെ തന്നെ. ദെൻ ഗാലിപ്പൊളി എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഗാലിപ്പൊളി എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോമൻ എംപയറിൽ അതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഒരു ഇവൻറ്റും കുറേ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ ഈ ഓട്ടോമൻ എംപയറിൻ്റെ കംപ്ലീറ്റ് സാധനം നമുക്ക് ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അത് കാണുമ്പോൾ ഗൾഫ് കൺട്രീസിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി മനസ്സിലാവും, അതിലേക്ക് വരും. അതിന് മുമ്പ് ഇപ്പോൾ നമുക്ക് ഈ വെസ്റ്റേൺ ഫ്രണ്ട് പറഞ്ഞ പോലെ തന്നെ ഈസ്റ്റേൺ ഫ്രണ്ടിൽ തൊട്ടപ്പുറത്ത് ജർമ്മനിക്ക് റഷ്യയായിട്ട് യുദ്ധം ചെയ്യണം. പക്ഷേ അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ല, ഭയങ്കര വാസ്റ്റായിട്ട് കിടക്കുന്ന സ്ഥലം. അത്രയാണ് നമ്മുടെ ഈസ്റ്റേൺ ഫ്രണ്ട് ഉള്ളത്. അതിൻ്റെ അപ്പുറത്തെ ഭയങ്കര അത്രയും വലിയൊരു എംപയറാണ് ഈ റഷ്യൻ എംപയർ. സോ അങ്ങോട്ടേക്കുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റാണ്. ഈ ആർമീസ് ഫുള്ളായിട്ട് സ്പ്ലിറ്റ് ചെയ്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഇറ്റലി ഇനീഷ്യലി നമ്മുടെ ഈ ഒരു ജർമ്മനിയുടെ ഓസ്ട്രിയ ഹംഗറിയുടെ ഒക്കെ തന്നെ കൂടെ നിൽക്കുന്ന ഒരു അലയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇറ്റലി കാലി മാറും.
ഇറ്റലി സൈഡ് മാറും, ഇവരുടെ കൂടെ ചേരും. ഇവിടെ ഫ്രാൻസിൻ്റെ ബ്രിട്ടൻ്റെ ഒക്കെ കൂടെ ഇടയ്ക്ക് ചേരുന്നുണ്ട്. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് വാർ 2 വരുമ്പോഴേക്കും ഈ സൈഡ് സ്വിച്ച് ചെയ്ത് ഇവർ തിരിച്ച് പഴയ പോലെ സ്വിച്ച് ആവുന്ന ഒരു സെറ്റപ്പുകളൊക്കെ ഉണ്ട്. സോ അങ്ങനെ ഇപ്പോൾ ഇറ്റലി സൈഡ് മാറി അവർ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ജർമ്മനിക്കെതിരെ. ദെൻ ഇതിനിടയിൽ അമേരിക്ക ഉണ്ടായിരുന്നു, ഒരു വലിയ പവറായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ജപ്പാൻ ഉണ്ട്. അങ്ങനെ പറയാനാണെങ്കിൽ ഇത് കുറേ പേരുടെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, വേൾഡ് ഫുള്ളായിട്ട് യുദ്ധത്തിന് പോയൊരു സെറ്റപ്പുകളാണ്. അപ്പോൾ അമേരിക്ക ഇനീഷ്യലി യുദ്ധങ്ങളിലൊന്നും പങ്കെടുത്തിരുന്നില്ല, അവർ സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ രാജ്യത്തിൻ്റെ ഇടയിൽ ആൾക്കാർ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നമ്മളൊന്ന് ഇറങ്ങണം, പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അവരിങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. വുഡ്രോ വിൽസൺ ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ്. ആൾ പറഞ്ഞു യുദ്ധം നമുക്ക് വേണ്ട, നമുക്ക് നോക്കിക്കാം, നമ്മളിതിലില്ല എന്ന് പറഞ്ഞ സെറ്റപ്പിലായിരുന്നു മൂപ്പര് ഇനീഷ്യലി ആദ്യം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ജർമ്മനി, ബ്രിട്ടൻ്റെ RMS ലൂസിറ്റാനിയ എന്ന് പറഞ്ഞ ഒരു പാസഞ്ചർ ഷിപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ നേവി ഷിപ്പൊന്നും അല്ല, ഒരു പാസഞ്ചർ ഷിപ്പാണ്. ഇത് പോയി ഇവർ അറ്റാക്ക് ചെയ്തത്. ആ സമയത്ത് ഇതിനകത്ത് ഈ ബ്രിട്ടീഷ് കപ്പലാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ അമേരിക്കക്കാരുണ്ടായിരുന്നു. ഒരു 10,200 അമേരിക്കക്കാർ ഈ അറ്റാക്ക് കാരണം മരിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും അമേരിക്ക ഇറങ്ങിയില്ല, അമേരിക്ക വെയിറ്റ് ചെയ്തു. ആൻഡ് ഈ അറ്റാക്ക് എങ്ങനെ നടന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ യു-ബോട്ട്സ് ഉണ്ട്, നമ്മുടെ സബ്മറൈൻസ്, ഇത് വെച്ചിട്ടായിരുന്നു ഈ ജർമ്മനിയുടെ അറ്റാക്ക്. സോ ജർമ്മനിയുടെ ഈ യു-ബോട്ട്സിൽ നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ടാവില്ലേ, അന്തർവാഹിനി സബ്മറൈൻസ് എന്ന് പറയില്ല. ഇതിൻ്റെ കൂടെ എങ്ങനെ എവിടെ നിന്ന് വന്നു ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ റഡാറിൽ നമ്മൾ കാണുന്നതിന് മുമ്പ് തന്നെ ഈ സാധനം വന്ന് ടോർപിഡോസ് വെച്ച് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ അമേരിക്ക എങ്ങനെയാണ് യുദ്ധത്തിന് വരുന്നതെന്ന് വെച്ചാൽ ജർമ്മനി തന്നെയാണ് കാരണം. ഇവർ ഇത്രയും ഉണ്ടായിട്ട് പോലും അമേരിക്ക മാറിയിരുന്നു. ഒരു ഉറങ്ങിക്കിടക്കുന്ന സിംഹം എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു സെറ്റപ്പാണ്. അമേരിക്ക ഒരു വലിയ റിസോഴ്സാണ്, വലിയൊരു മാൻ പവർ ഉള്ള, അത്രയധികം മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ള, അത്രയും ഫോഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഈ അമേരിക്ക. പക്ഷേ ഡയറക്റ്റ്ലി ഈ പറയുന്ന യൂറോപ്യൻ യുദ്ധത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ജർമ്മനി അമേരിക്ക വരുമെന്ന് പേടിച്ചിട്ട്, അമേരിക്ക തന്നെ മെക്സിക്കോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മെക്സിക്കോ ചെറിയ രാജ്യമാണ്, നമുക്കറിയാം, അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള രാജ്യമാണ്. ഈ മെക്സിക്കോയിലേക്ക് ഒരു ടെലഗ്രാം അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അമേരിക്കയ്ക്ക് എതിർത്ത് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു സിവിൽ വാർ തുടങ്ങും. സോ അത് കാരണം ഇപ്പോൾ സിവിൽ വാർ അവിടെ നടക്കുകയാണെങ്കിൽ ഇവർ ഇങ്ങോട്ടേക്ക് യുദ്ധം വരില്ല. അമേരിക്കയ്ക്ക് അകത്ത് തന്നെ യുദ്ധം നടക്കുന്ന സമയത്ത് ഇവർ ഈ യൂറോപ്യൻ യുദ്ധത്തിലേക്ക് വരുന്ന വേൾഡ് വാറിലേക്ക് അവർക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജർമ്മനി ആയിരിക്കും ഒരു ടെലഗ്രാം അയച്ചത്. പക്ഷേ ഈ ടെലഗ്രാം ലീക്കാവും, ഇത് അമേരിക്കക്കാരെ അറിയും, ഇതവരെ ട്രിഗർ ചെയ്യും, ഇനി നിന്നാൽ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങിയത്. സോ അങ്ങനെ അമേരിക്ക ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ഒരു വലിയ ടേണിംഗ് പോയിൻ്റായി. പക്ഷേ ഇതിൻ്റെ ഇടയിൽ റഷ്യയിൽ ഒരു വലിയ റവല്യൂഷൻ നടന്നു. റഷ്യക്കകത്ത് ഇതുപോലെ ഒരു സിവിൽ വാർ, അതിപ്പോൾ ജർമ്മനി ഉണ്ടാക്കി വെച്ചതൊന്നുമല്ല, റഷ്യൻ റവല്യൂഷനായിരുന്നു. ഈ റഷ്യൻ റവല്യൂഷൻ കാരണം ഈ റഷ്യക്കാരിലുള്ള ആൾക്കാർ, നാട്ടുകാർ, ഇപ്പോൾ നമ്മൾ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഫുള്ള് നമ്മൾ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലവും അതിൽ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് സിവിലിയൻസ്, നാട്ടിലുള്ള ആൾക്കാർ എങ്ങനെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളതുണ്ട്, അവരെങ്ങനെ ഇതിനെ പ്രതികരിക്കുന്നുള്ളതുണ്ട്. അതിൻ്റെ വലിയൊരു ഉദാഹരണം കണ്ടതാണ് ഈ റഷ്യൻ റവല്യൂഷൻ. അന്നാട്ടിലുള്ള ആൾക്കാർ തന്നെ നമുക്ക് യുദ്ധം വേണ്ട, മതി, നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ റവല്യൂഷൻ നടത്തി. അവിടെ ഉണ്ടായിരുന്ന രാജഭരണം അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു അതോറിറ്റീനെ ഫുള്ളായിട്ട് താഴെ ഇറക്കി വേറെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റൊക്കെ വന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി റഷ്യ മുഴുവനായിട്ട് മാറി, റഷ്യ കംപ്ലീറ്റ്ലി മാറിയിരുന്നു, യുദ്ധത്തിൽ നിന്ന് മാറിയുന്ന ഒരു വലിയ സ്ട്രാറ്റജി. ഈ സമയത്ത് ജർമ്മനി എന്തെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ റഷ്യയായിട്ട് യുദ്ധം ചെയ്യണം, നമുക്ക് കംപ്ലീറ്റ്ലി അവിടെ ഉണ്ടായിരുന്ന ഫോഴ്സിനെ മുഴുവനായിട്ട് അവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ ഒരു വെസ്റ്റേൺ ഫ്രണ്ടിലേക്ക് മുഴുവനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പോൾ അമേരിക്കക്കാർ വരും, അവർ വരുന്നതിന് മുമ്പ് ഫ്രാൻസിനെ എങ്ങനെയെങ്കിലൊക്കെ കീഴ്പ്പെടുത്താനുള്ള കുറേ ശ്രമങ്ങളൊക്കെ അവർ നടത്തി. പക്ഷേ പറ്റിയില്ല. അതിന് മുമ്പ് അമേരിക്കക്കാർ വന്ന് കംപ്ലീറ്റ്ലി ജർമ്മനി മുഴുവനായിട്ട് അങ്ങോട്ട് തീർത്തു. അതിനിടയിലാണ് നമ്മുടെ ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറഞ്ഞ സിനിമ നടക്കുന്നത്. ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ സിനിമാ ചരിത്രത്തിലെ ദി ഗ്രേറ്റസ്റ്റ് ഫിലിം ഓഫ് ഓൾ ടൈം എന്ന് പറയപ്പെടുന്ന ഒരു സിനിമയാണ്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എത്ര മാസീവാണ്, എത്ര വിഷനറിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. കാരണം ഈ ഒരു ഇവൻറ്റും ഈ നടന്നിട്ടുള്ള സംഭവങ്ങളും ഈ ഒരു ഡെസേർട്ട് വാരിയർ ആയിരുന്നു ഈ ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറഞ്ഞാൽ, എൽ ഓറൻസ് അങ്ങനെയാണ് ആളെ വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു ബ്രിട്ടൻ നോർമൽ സോൾജിയർ ആയിരുന്നു ഈ ചങ്ങായി. ഇങ്ങേര് ഓട്ടോമൻ എംപയറിൽ പോയിട്ട്, സിറിയയിൽ പോയിട്ട്, അവിടെയുള്ള ഈ കുഞ്ഞു കുറേ രാജ്യങ്ങളും കുറച്ച് അവിടെയുള്ള റെബല്യസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ കൂട്ടുപിടിച്ച് ഓട്ടോമൻ എംപയറിനെതിരെ അവർ യുദ്ധം ചെയ്ത് അവരെ ഫുൾ ഡിഫീറ്റ് ചെയ്യുന്നതായിരുന്നു ആ ഒരു സിനിമയിലായിട്ട് നമുക്ക് കാണിക്കുക. ഭയങ്കര മാസീവായിട്ടുള്ള, ഭയങ്കര വലിയ സ്കെയിലുള്ളൊരു പടമാണ്. ഇതിൽ ചില സീക്വൻസുകളൊക്കെ കണ്ടാൽ ഇത് അന്തക്കാലത്ത് എങ്ങനെയൊക്കെ എടുത്തു വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത്രയും മാസീവായിട്ടുള്ളൊരു പടം. ഇപ്പോൾ CGI ഒന്നുമില്ലാത്ത സമയത്ത് അത്രയും പ്രാക്ടിക്കൽ എഫക്ട്സ് വെച്ച് അത്രയും വലിയ സ്കെയിലെടുത്തിട്ടുള്ളൊരു ബ്രഹ്മാണ്ട വേറെ ലെവൽ പടമാണ്. വലിയൊരു പടമാണ്. 3-3.5 മണിക്കൂർ എന്തുകൊണ്ട് തീർച്ചയായിട്ടും കണ്ടു നോക്കുക. വേറെ ലെവൽ പടമാണ്. ഇതിൽ ഭയങ്കര അസാധ്യമായിട്ടുള്ള കുറേ മിഷൻസൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഓട്ടോമൻ എംപയർസ് ഈ ഇംഗ്ലീഷ് ചാനൽസിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കനാലിലേക്ക് ഫേസ് ചെയ്ത് വയ്ക്കുന്ന കുറേ ട്രൂപ്സും കുറേ ആർട്ടിലറിയൊക്കെ ഉണ്ട്. അവർ പ്രതീക്ഷിക്കാത്ത വശത്തുകൂടെ, പ്രതീക്ഷിക്കാത്ത വഴിക്കൂടെ കുറേ മരുഭൂമികളൊക്കെ കടന്ന് ഇവർ നേരെ പോയി അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനത്തെ കുറേ ഇവൻറ്റ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെ അവസാനം ഇതിലൊരു വലിയ ചതിയും ഉണ്ടായിരുന്നു. അതായത് ബ്രിട്ടൻ്റെ മെയിൻ ഉദ്ദേശം ഈ ഓട്ടോമൻ എംപയറിലുള്ള അവിടുത്തെ നാട്ടുകാരെ കൊണ്ട് തന്നെ
അവിടുത്തെ ഉള്ള ഒരു എംപയർ സിസ്റ്റം, അവിടുത്തെ ഉള്ള ഒരു ഓട്ടോമൻ എംപയർ കംപ്ലീറ്റ് നശിക്കുന്നത് നമുക്ക് ഈ പടത്തിൽ കാണാം. അങ്ങനെ ഈ ഒരു ഓട്ടോമൻ എംപയറിനെ മുഴുവനായിട്ട് നശിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവർ വന്ന് ഭരിക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടൻ്റെ മെയിൻ ഉദ്ദേശം. അതൊരു വലിയ ചതിയുടെ ഒരു കഥ കൂടിയാണ്. ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനീഷ്യലി പടം കണ്ടു വരുമ്പോഴും അതിലുള്ള ആൾക്കാരൊക്കെ തന്നെ വിചാരിക്കും ഇവരുടെ ലിബറേഷൻ കഴിഞ്ഞിട്ട് ഇവർ രക്ഷപ്പെട്ടു എന്നുള്ളത്. പക്ഷേ അവിടേക്ക് വേറൊരു റൂളർ വരികയാണ്. എത്രയും കാലം അവർ ഭരിച്ചുകൊണ്ടിരുന്ന ഓട്ടോമൻ എംപയർ മാറിയിട്ട് അവിടേക്ക് ബ്രിട്ടൻ ഭരിക്കാൻ വരുന്നു. ഫോർ എക്സാമ്പിൾ, ഇന്ത്യക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന്. ഇതിന് നമ്മളെ സഹായിച്ചത് ഇപ്പോൾ ചൈനയാണെന്ന് വെച്ചോ. ഇത് കഴിഞ്ഞ് ചൈന നമ്മളെ ഭരിക്കാൻ വന്നെങ്ങനെ ഉണ്ടാകും? ഇതാണ് ഈ സെറ്റപ്പ്. സോ അത്രയും വലിയൊരു ചതിയുടെ കഥ കൂടി ആ ഒരു പടത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനീ പറഞ്ഞ പോലെ എല്ലാവരും, ഒരാളിപ്പോൾ ബ്രിട്ടനൊക്കെ വെറുതെ വന്ന് ഇപ്പോൾ അമേരിക്ക വന്നതും എല്ലാവരും വെറുതെ ഒന്നുമല്ല. ഇവർക്ക് എല്ലാം തന്നെ ഓരോ ആവശ്യങ്ങളുണ്ട്. ഒരു രാജ്യം വേറെ രാജ്യത്തിന് വെറുതെ കണ്ണുമൂട്ടി സഹായിക്കുന്നതല്ല. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ അമേരിക്ക ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിലും എല്ലായിടത്തും പോയിട്ട് ചെയ്യുന്ന അതേ സെറ്റപ്പ് തന്നെ ഈ സാധനം പണ്ട് മുതലേ ഉണ്ട് എന്നുള്ളത് നീറ്റായിട്ട് കാണിക്കുന്ന ഒരു പടമായിരുന്നു ഈ പറയുന്ന ലോറൻസ് ഓഫ് അറേബ്യ. ഇത്രയായിരുന്നു ഒരു വേൾഡ് വാർ 1 കംപ്ലീറ്റ്ലി നടന്നത്. ഈ ഓട്ടോമൻ എംപയർ അത് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ട് പല പല കുഞ്ഞു രാജ്യങ്ങളൊക്കെ ആയിട്ട് മതി. അങ്ങനെ എൻറ്റയർലി അവർ മാപ്പ് മുഴുവനായിട്ട് ഷിഫ്റ്റ് ചെയ്ത് വരുന്നൊരു സമയമായിരുന്നു ഈ വേൾഡ് വാർ 1. ആൻഡ് മെയിൻലി ഡിഫീറ്റ് നടന്ന് ഈ പറഞ്ഞ പോലെ റഷ്യ തോറ്റു, ജർമ്മനി തോറ്റു, ഇറ്റലി അതിൻ്റെ ഇടയിൽ കൂടെ കാല് മാറി. അങ്ങനെ കംപ്ലീറ്റ്ലി ജയിച്ച് നിന്നത് ഇപ്പോൾ ബ്രിട്ടനും ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ്. ഇതിൻ്റെ ഇടയിൽ ജപ്പാൻ സപ്പോർട്ടിനായിട്ടുണ്ടായിരുന്നു. ജപ്പാൻ ആക്ച്വലി ഇവരുടെ സപ്പോർട്ടായിരുന്നു. ഈ ഒരു അമേരിക്കയുടെ ഈ ഒരു ഫ്രാൻസിൻ്റെ ഒക്കെ സപ്പോർട്ടായിട്ട് ഒരു എതിരെ യുദ്ധം ചെയ്ത ടീംസാണ് ഈ ജപ്പാനൊക്കെ. ജപ്പാൻ്റെ കാര്യം പറയണം, സെക്കൻഡ് വേൾഡ് വാർ ടൈം വരുന്ന സമയത്താണ് ജപ്പാൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാനുള്ളത്. ഇവർ ചെയ്ത് കൂട്ടിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്, അട്രോസിറ്റീസൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിലുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ്സും ഹോളോകോസ്റ്റൊക്കെ പറയുന്ന സമയത്ത് ജപ്പാൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള അതിക്രമങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ജപ്പാൻ എന്ന് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെയാണ്. അത് സെക്കൻഡ് വേൾഡ് വാറിലേക്ക് വരുമ്പോൾ അതിൽ കാണിക്കുന്ന കുറേ സിനിമകൾ ഇതിൻ്റെ ഭയങ്കര ബ്രൂട്ടാലിറ്റി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് വേൾഡ് വാറിൽ ഉള്ള കണ്ടൻസ് വളരെ കുറവാണ്, സിനിമകളും സീരീസുകളൊക്കെ വളരെ കുറവാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര അധികം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ലോറൻസ് ഓഫ് അറേബ്യ പോലത്തെ സിനിമകൾ മാത്രമാണ് ഞാനിവിടെ എടുത്ത് പറഞ്ഞത്. ഇതെല്ലാം ഒന്ന് കണ്ടുപോകുക. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് 1918 ജർമ്മനിയൊക്കെ തോറ്റു നിൽക്കുന്ന സമയം ഇവർ വെർസൈൽസ് ട്രീറ്റി എന്ന് പറഞ്ഞ് ഒരു ട്രീറ്റി വെച്ചു. അതായത് ഇനി യുദ്ധമില്ല, യുദ്ധം കഴിഞ്ഞപ്പോൾ അവരെടുക്കേണ്ട ഡിസിഷൻസ് ഒക്കെയാണ്. ഈ ട്രീറ്റിയിൽ ഇവരൊക്കെ സൈൻ ചെയ്യുന്നത് നമ്മുടെ പാരീസിൽ വെച്ചാണ്. ഇതിപ്പോൾ ഈ ട്രീറ്റിയിലെ മെയിൻ കുറേ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടായിരുന്നു. അത് ഉണ്ടാക്കി വിട്ടത് നമ്മുടെ അമേരിക്കയിലെ വുഡ്രോ വിൽസൺ എന്ന് പറഞ്ഞ പ്രസിഡൻ്റാണ്. ആളുടെ പ്രധാന ഉദ്ദേശം തന്നെ ഇനി അടുത്തൊരു യുദ്ധം ഉണ്ടാവരുത്, ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു, ഇനി കുറച്ച് സമാധാനം വേണം, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റി ആയിരുന്നു ഒരു വെർസൈൽസ് ട്രീറ്റി. പക്ഷേ ഈ ഒരു ട്രീറ്റിയാണ് സെക്കൻഡ് വേൾഡ് വാറിന് തന്നെ കാരണം വെച്ചതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ട്രീറ്റിയിൽ ഏറ്റവും കൂടുതൽ അപമാനം നേരിടേണ്ടി വന്നത് നമ്മുടെ ജർമ്മനിക്കാണ്. സോ ജർമ്മനിയാണ് ഇതിനെല്ലാം തന്നെ കാരണം ഉണ്ടാക്കിയത്. ഇവരാണ് മെയിൻലി എല്ലാവരും കയറി അറ്റാക്ക് ചെയ്ത്, ബെൽജിയത്തിനെ കയറിയിട്ടും ഫ്രാൻസിനൊക്കെ കയറിയിട്ട് ആദ്യം ഇനീഷ്യലി അറ്റാക്ക് ചെയ്ത് ഫുള്ള് ഈ ജർമ്മനി ആണെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ജർമ്മനിക്കാണ്. ഈ ട്രീറ്റി അനുസരിച്ച് ജർമ്മനി ഇനി അങ്ങോട്ടുള്ള കുറേ വർഷങ്ങളിൽ ഇവരുണ്ടാക്കുന്ന ഇവരുടെ ഇൻഡസ്ട്രിയിലുള്ള ഉൽപ്പാദിപ്പിക്കുന്ന പൈസകൾ ഫുള്ള് ബാക്കിയുള്ള രാജ്യങ്ങൾ, ഇവർ തകർത്ത രാജ്യങ്ങളുടെ റീബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കണം എന്നായിരുന്നു മെയിൻലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു കടം ഇവരുടെ തലയും കൂടി കെട്ടിവെച്ചു. എത്ര വർഷം എടുത്താലും തീർക്കാൻ പറ്റാത്ത അത്രയും വലിയ കടം. പോരാത്തതിന് ഇവരുടെ യുദ്ധം, ഇനി ഒരു യുദ്ധം ജർമ്മനി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആർമിയിലുള്ള ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറച്ചു. ഒരു 1,00,000 താഴെ ആർമിക്കാരുണ്ടാവാൻ പാടുള്ളൂ എന്നങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര അധികം ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ജർമ്മനീനെ. ഈ കാരണമാണ് ഇവരെ സെക്കൻഡ് വേൾഡ് വാറിന് പ്രലോഭിപ്പിക്കുന്നത്. അത് ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇതിൻ്റെ ഇടയിൽ ഇതേപോലെ തന്നെ മറ്റു കുറച്ച് രാജ്യങ്ങൾക്കും പണി കിട്ടി. ഇപ്പോൾ ഇറ്റലി ഇതേപോലെ സൈഡ് മാറിയത് യുദ്ധം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കുറച്ച് വിഭജിച്ച് തരാം, നല്ല വശങ്ങളും നല്ല കാര്യങ്ങളൊക്കെ യുദ്ധം കഴിഞ്ഞാൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഇറ്റലി യുദ്ധത്തിന് പോയതെങ്കിലും ഇറ്റലിക്കും പ്രതീക്ഷിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല, അവർക്കും വലിയ അപമാനം ഉണ്ടായി. സോ അവരുടെ ഇടയിൽ ഇതുപോലെ ഒരു ചെറിയ സാധനം ഇങ്ങനെ പുകഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ജപ്പാൻ ഈ പറഞ്ഞതൊക്കെ ഇറ്റലിയും ജപ്പാനൊക്കെ ഈ പറയുന്ന അമേരിക്കയ്ക്കും ബ്രിട്ടനൊക്കെ വേണ്ടി യുദ്ധം ചെയ്തതാണ്, അവരുടെ കൂടെ യുദ്ധം ചെയ്തവരാണ്. ജപ്പാൻ്റെ മെയിൻ സംഭവം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ജപ്പാന് ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു പണ്ട് മുതലേ. ഇപ്പോൾ നമ്മൾ ഏഷ്യക്കാരാണ് ജപ്പാൻകാരാണെന്നൊക്കെ പറഞ്ഞ ഒരു തള്ളി മാറ്റുന്ന കുറേ സെറ്റപ്പുകളുണ്ട്. ഇവർ പണ്ട് മുതലേ ഇപ്പോൾ ജപ്പാൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ജപ്പാൻ ഇതിനു മുമ്പ് ഈ വേൾഡ് വാറിനൊക്കെ മുമ്പ് തന്നെ പണ്ട് റഷ്യനെ തോപ്പിച്ചിട്ടുണ്ട് ഇവർ. ഞാൻ ഇതുപോലെ ചൈനയിൽ കയറി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, മഞ്ചൂരിയ എന്ന് പറഞ്ഞ സ്ഥലം ഫുള്ളായിട്ട് ഇവർ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജപ്പാൻ മറ്റ് ടെറിട്ടറീസൊക്കെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർക്ക് വേണ്ടത്ര ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഇത്ര വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞ് എവിടെയും ഇവരെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു ഇവരെ ചൊടിപ്പിച്ച മെയിൻ കാരണങ്ങൾ. സോ ഇവർ ഈ ട്രീറ്റിൽ മെയിൻലി പ്രപ്പോസ് ചെയ്ത് ഇവർക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട, എല്ലാവരെ പോലെയും ഞങ്ങളിന്ന് ട്രീറ്റ് ചെയ്യണം എന്നതായിരുന്നു ജപ്പാൻകാരുടെ ഒരു മെയിൻ അജണ്ട അല്ലെങ്കിൽ അവരുടെ മെയിൻ ഉദ്ദേശം. പക്ഷേ അതിന് നേരെ ബാക്ക്ലാഷ് ചെയ്തു, അതും ഇവർക്ക് പണി കിട്ടി, അതും ശരിയാക്കി കൊടുത്തില്ല. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അപ്പോഴും ഉണ്ടെന്നുള്ളൊരു സെറ്റപ്പിലായിരുന്നു ജപ്പാൻ. അപ്പോൾ ഇതും ജപ്പാനെ ചൊടിപ്പിച്ചു എന്ന് പറയും. സോ ഇതൊക്കെയാണ് സെക്കൻഡ് വേൾഡ് വാറിൽ ഈ മറ്റ് രാജ്യങ്ങൾ, ഇറ്റലിയും
ജപ്പാനും ഒക്കെ തന്നെ ജർമ്മനിയുടെ കൂട്ട് നിൽക്കാനും ഈ ഇത്രയും വലിയ വലിയ അലൈഡ് പവേഴ്സിനെതിരെ ഒരു ആക്സിസ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് പവർ ഉണ്ടാക്കാനൊക്കെ മെയിൻ കാരണം. സോ ഈ ഒരു വേൾഡ് വാർ ടൈമിൽ ജപ്പാൻ മഞ്ചൂരിയക്കെതിരെ നമ്മുടെ ചൈനയ്ക്കെതിരേക്ക് നടത്തിയ യുദ്ധങ്ങളെ പറ്റി കാണിക്കുന്ന ഒരു സിനിമയാണ് ദി 800. ആ ഒരു വേൾഡ് വാറിന് മുമ്പ് നടത്തിയ ഒരു ചൈനീസ് ഇൻവേഷനൊക്കെ അറിയാം മെയിൻലി ആ ഒരു സിനിമയിൽ കാണിക്കുക. അതിൽ ചൈനക്കാരുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു ചൈനീസ് പടമാണ്. സോ അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ അവരെങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അത് ഒരു കംപ്ലീറ്റ് ഇൻ ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടം പോലെയാണ് ഇവർ ഇത് എടുത്തിട്ടുള്ളത്. അവരുടെ ആ ഒരു നാഷണലിസം ഒരു പാട്രിയോർക്കൊക്കെ മൂലമായിട്ട് കാണിച്ച്. പക്ഷേ ജപ്പാൻ നടത്തിയിട്ടുള്ള കൊടും ക്രൂരതകൾ കുറേയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ജർമ്മനി നടത്തിയിട്ടുള്ള ക്രൂരതകളും കോൺസെൻട്രേഷൻ ക്യാമ്പ്സും ഹോളോകോസ്റ്റൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ജപ്പാൻ നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോയി എന്ന് പറയാം. അതിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മുടെ ഒരു 2000 അതിന് തൊട്ട് മുമ്പ് ഒരു 1900 കാലഘട്ടത്തിലൊക്കെയാണ് ഈ വേൾഡ് വാർ ടൈമിൽ ജപ്പാൻ നടത്തിയിട്ടുള്ള പല ക്രൂരതകളും പുറംലോകം അറിഞ്ഞതെന്ന് തന്നെ പറയും. ഇപ്പോൾ ഈ ഹോളോകോസ്റ്റും ഈ ഒരു മാസ് മർഡർ ജ്യൂസിൻ്റെയൊക്കെ മാസ് മർഡർ ജർമ്മനിയിൽ നടത്തിയിട്ടുള്ളത് ആ ഒരു വേൾഡ് വാറിൻ്റെ ടൈമിൽ അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ല. ഈ ഒരു വാർ കഴിഞ്ഞ് അല്ലെങ്കിൽ അവസാനത്തെ ആ ഒരു വാർ ഫ്രണ്ടിൽ ഏറ്റവും മുൻനിരയിൽ നിന്ന ആൾക്കാർ ഈ ജപ്പാൻ മുഴുവൻ അല്ലെ മറ്റേ ജർമ്മനി മുഴുവനായിട്ട് പിടിച്ചടക്കി കഴിഞ്ഞപ്പോഴാണ് ഇവർ അവിടെ നടന്ന പല കാര്യങ്ങളും പല ക്യാമ്പുകളൊക്കെ നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ബാൻഡ് ഓഫ് ബ്രദേഴ്സ് സീരീസിലൊക്കെ നമുക്കിത് കാണിക്കുന്നുണ്ട്. ഡയറക്റ്റ്ലി അത് കയറി കഴിയുമ്പോൾ കോൺസെൻട്രേഷൻ ക്യാമ്പ്സിൽ ഇവർ എത്തിക്കഴിയുമ്പോൾ അവസ്ഥ എന്താണെന്നുള്ളത്. ഇതേപോലെ ഈ ജപ്പാൻ നടത്തിയിട്ടുള്ള ഇപ്പോൾ ഫിലിപ്പൈൻസിലും ഈ പറയുന്ന ചൈനയിലൊക്കെ തന്നെ ഇവർ ഈ മാസ്സായിട്ടുള്ള കുറേ റേപ്പുകളും കൊലപാതകങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. ഇവർ ഈ ഒരു സ്ഥലം അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജപ്പാൻകാർക്ക് അവരുടേതായ കംഫർട്ട് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞ കുറേ സ്ഥലങ്ങൾ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ യുദ്ധത്തിൽ പിടികൂടുന്ന അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള കുറേ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ അത് ലീഗലി ജപ്പാൻ തന്നെ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതായത് ജപ്പാൻ്റെ ആ ഒരു മിലിറ്ററി മുഴുവനായിട്ട് അറിഞ്ഞതോ അല്ലെങ്കിൽ ഗവൺമെൻറ് മുഴുവനായിട്ട് ഇവർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്നൊക്കെയാണ്. പക്ഷേ അതിനെ അവർ ചൂഷണം ചെയ്ത് അതായത് ഈ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോൾ 1-2 ദിവസത്തിന് എല്ലാവരുടെ വീടും നാടൊക്കെ വിട്ട് വർഷങ്ങളും മാസങ്ങളൊക്കെ തന്നെ ഈ യുദ്ധഭൂമിയിലാണ്. അങ്ങനെയുള്ളവർക്കൊരു റിലാക്സേഷൻ എന്ന രീതിയിലാണ് ഇവർ ഈ കംഫർട്ട് സ്റ്റേഷനൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള കംഫർട്ട് സ്റ്റേഷനിലേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് അതിപ്പോൾ 1-2 അല്ല ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഇപ്പോൾ ഫിലിപ്പൈൻസിലൊക്കെ ലക്ഷക്കണക്കിന് 2 ലക്ഷം കുട്ടികളെയും പെൺകുട്ടികളൊക്കെ തന്നെ അതും 12, 15, 10 വയസ്സും പ്രായമുള്ള പെൺകുട്ടികളൊക്കെയാണ് ഇവർ പിടിച്ചിട്ട് വന്നത്. ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളൊക്കെയാണ് പിടിച്ചത്. ഇങ്ങനെ കൂട്ടായിട്ട് റേപ്പ് ചെയ്യലും മറ്റ് മാസമായിട്ടുള്ള മർഡേഴ്സും ഒക്കെ തന്നെ നടന്നിട്ടുള്ള ഈ ഒരു ടൈം പീരീഡിലാണ്. പ്രത്യേകിച്ച് ജപ്പാൻ്റെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഇത് തന്നെ പിടിച്ചടക്കിയ നാടുകളിലെ അവരെല്ലാവരും ഇതേപോലെ തന്നെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിപ്പോൾ ഈ യുദ്ധം എന്നല്ല, പണ്ട് മുതലേ ഒരു നാടിനെ വേറൊരു നാട് യുദ്ധം ചെയ്താൽ അവരുടെ സ്വത്ത് മുഴുവൻ അപഹരിക്കുക, അവിടുത്തെ സ്ത്രീകളെ മുഴുവൻ ഇതുപോലെ ബലാത്സംഗം ചെയ്യുക, ദെൻ കുട്ടികളെ മുഴുവൻ കൊല്ലുക, പുരുഷന്മാരെ മുഴുവൻ കൊല്ലുക എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ഒരു യുദ്ധത്തിൻ്റെ ഒരു ഫോർമാറ്റാണ്. പക്ഷേ ഈ ജപ്പാൻ ഈ ചെയ്ത് കൂട്ടിയത് ഈ പറഞ്ഞ പോലെ പുറം ലോകം അറിയാതെ കുറേ പോയ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ചെറിയ കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് ഈ ജപ്പാൻ തന്നെ ഈ ഒരു കാര്യത്തെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ഇവരെ തന്നെ നാടിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്നും അത് ഡീറ്റെയിൽ ആയിട്ട് പല സിനിമകളിൽ നിന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ അതൊക്കെ നടന്നിട്ടുണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയുന്നൊരു കൺട്രി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്ന എത്രത്തോളം എന്ത് വില കൊടുത്തും അതിന് ഡിഫെൻഡ് ചെയ്യും, തൻ്റെ നാട് ഡിഫെൻഡ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് ഈ പറയുന്ന 800 പോലെയുള്ള സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് അതാണ്. അതല്ലാതെ വെറുതെ ഒരാൾ വന്നു നമ്മുടെ നാട് രക്ഷിക്കണം എന്നത് മാത്രമല്ല, നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ വീട്ടുകാരെയൊക്കെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത, പ്രത്യേകിച്ച് ജപ്പാൻ പോലെ അത്രയും ബ്രൂട്ടലായിട്ടുള്ള കുറേ ആൾക്കാർ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പല ഐലൻഡുകളും ഇവരിങ്ങനെ കോളനീസ് സൃഷ്ടിച്ചും ഈവൻ ഈ വേൾഡ് വാർ കഴിഞ്ഞിട്ടും അതിപ്പോൾ നമുക്ക് പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ അവസാനം പറയാം, ഈവൻ ജർമ്മനി പോലും സറണ്ടർ ചെയ്തിട്ടും ജപ്പാൻ സറണ്ടർ ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഇവർക്ക് ഈ ആറ്റം ബോംബൊക്കെ ഇടേണ്ടി വന്നത്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ജപ്പാൻകാർ ഇങ്ങനെ ചെയ്തിട്ടുള്ള ക്രൂരതകളുണ്ട്, അത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ എക്സ്പ്ലോർ ചെയ്യുന്ന അത് നമുക്ക് ഒരു സിനിമയിലോ സീരീസിലോ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അത്രയും ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള സിനിമകളൊന്നും വരാത്തത്. പക്ഷേ ചൈന എങ്ങനെ ഡിഫെൻഡ് ചെയ്തെന്ന് പറയുന്ന ഈ സിനിമയാണ് 800 എന്ന് പറഞ്ഞത്. സോ ഒരു വെസൽ സ്റ്റേറ്റിലാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്ന് ജപ്പാനും ഇറ്റലിയൊക്കെ സൈഡ് മാറാനും ഈ പറഞ്ഞ പോലെ ജർമ്മനിക്ക് ഏറ്റവും കൂടുതൽ അധിക്ഷേപങ്ങൾ കിട്ടാനൊക്കെ കാരണം. സോ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു 20 വർഷത്തെ ഗ്യാപ്പ്, ഈ ഗ്യാപ്പിലാണ് നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലറൊക്കെ വളർന്നു വരുന്നത്. ആളുടെ ഒരു നാസി എന്ന് പറഞ്ഞൊരു നാസി പാർട്ടിയൊക്കെ മൂപ്പർ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന മറ്റേ ഒരു രാജഭരണ സെറ്റപ്പായിരുന്നു, കൈസർ എന്ന് പറഞ്ഞ രാജാവൊക്കെ ആയിരുന്നു. ആളൊക്കെ മാറ്റി ദെൻ കുറേ ഗവൺമെൻറ്റ്സ് മാറി വന്നു. ഈ ഒരു പറയുന്ന അനുസരിച്ച് ഈ ഒരു 20 വർഷത്തിൽ
20ഓളം ഗവൺമെൻറ്റ്സ് മാറി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയധികം ചേഞ്ചസ് ജർമ്മനിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഇങ്ങേരുടെ പാർട്ടിയെ മൂപ്പരിങ്ങനെ വളർത്തിയെടുത്ത് അവസാനം നാസി പാർട്ടിയുടെ ഹെഡായി. അത് കഴിഞ്ഞ് ജർമ്മനിയുടെ ഒരു പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ജർമ്മനി ഫുള്ളായിട്ട് ആളൊരു ഫ്യൂരർ എന്നുള്ള സെറ്റപ്പിലേക്ക്, ഒരു ഡിക്റ്റേറ്റർ സെറ്റപ്പിലേക്ക് നമ്മുടെ ഹിറ്റ്ലർ വളർന്നു വന്നു. മൂപ്പരിങ്ങനെ അധികാരത്തിലേക്ക് വരാനുള്ള മെയിൻ കാരണങ്ങളിലൊന്ന് മൂപ്പര് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പ്രശ്നങ്ങൾ ഫുള്ള്, അതായത് നമ്മുടെ ഈ ജർമ്മനിക്കാർ ഫുള്ള്, ഈ ലോകം ഫുള്ള് നമ്മളെ ഇത്രയധികം അധിക്ഷേപിക്കാനും നമ്മളെ യുദ്ധത്തിൽ തോക്കാനും നമ്മളിങ്ങനെ താഴ്ത്തിക്കെട്ടാനുള്ള മെയിൻ കാരണങ്ങളിൽ ഒന്ന് നമ്മൾ തന്നെയാണ് എന്നാണ് മൂപ്പര് മെയിൻലി പറഞ്ഞത്. നമ്മുടെ ഇടയിലുള്ള ജ്യൂസ് തന്നെയാണെന്ന് പറഞ്ഞു മെയിൻലി മൂപ്പര് ആ ഒരു പ്രസ്താവനകൾ വെച്ചിട്ടാണ് മൂപ്പര് ഇങ്ങോട്ടേക്ക് കയറിയത്. സോ ഞാൻ തിരിച്ച് അധികാരത്തിലേക്ക് വന്നാൽ ഇവിടെയുള്ള ജൂതന്മാർ മുഴുവൻ നമുക്ക് പുറത്താക്കിയിട്ട് ഈ ജർമ്മൻസ് മാത്രം, ആര്യവംശം എന്ന് പറയും, അല്ലെങ്കിൽ ആര്യം ബ്ലഡ്സ് ഉള്ള ആൾക്കാരെയാണ് ജർമ്മൻസ് മാത്രമായിട്ട് മൂപ്പര് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പ്യൂർ ബ്ലഡ് ആക്കിയിട്ട് അവർ നമ്മുടെ പ്യൂർ ബ്രീഡ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലെ ജർമ്മനുകാർ മാത്രമുള്ള ഒരു രാജ്യം അത് നമുക്ക് സെറ്റപ്പാക്കി എടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, തൊട്ടടുത്ത് കിടക്കുന്ന പോളണ്ടും ഫ്രാൻസും എല്ലാം നമുക്ക് കീഴ്പ്പെടുത്തും. അങ്ങനെ ജർമ്മനി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫുള്ള് യൂറോപ്പ് ആര്യന്മാർ മാത്രം എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് നമുക്ക് എല്ലാം വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് അധികാരത്തിലേക്ക് വന്നു. മൂപ്പര് അങ്ങനെ ഒരു ഹയർ അതോറിറ്റി ആയിട്ട് ജർമ്മനിയിൽ നിന്നതും. സോ ഒരു ജൂത വെറുപ്പ് അവിടെ മുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ മൂപ്പര് അധികാരത്തിൽ വന്നിട്ട്, അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ ഇടയിൽ ഈ ഒരു വേൾഡ് വാർ തുടങ്ങുന്ന ഒരു സമയത്താണ് ഈ ഒരു ജൂ ഹണ്ട് തുടങ്ങുന്നത്. അതിനു മുമ്പ് ഈ ഒരു വേൾഡ് വാർ ഒരു 39 തുടങ്ങുന്നതെങ്കിൽ അതിന് മുമ്പ് ഒരു 35 ആ സമയത്തൊക്കെ ജപ്പാൻ ഇതേപോലെ മഞ്ചൂരിയൻ പോയി അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ റഷ്യക്ക് അടുത്ത് കിടക്കുന്ന, നമ്മുടെ ചൈനയുടെ ഒരു ഭാഗമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മഞ്ചൂരിയ. ഈ മഞ്ചൂരിയൻ പോയി അറ്റാക്ക് ചെയ്ത് ഒരു ജപ്പാൻ അവിടെയും കുറച്ചിങ്ങനെ പിടിച്ചടക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ജർമ്മനി മറ്റ് രാജ്യങ്ങളൊക്കെ കീഴ്പ്പെടുത്തണമെന്ന് പറയുന്ന പോലെ തന്നെ ജപ്പാൻ അതിൻ്റെ അടുത്ത് കിടക്കുന്ന കുഞ്ഞു മറ്റേ ഫിലിപ്പൈൻസും വിയറ്റ്നാം, അങ്ങനെ ജപ്പാൻ്റെ അടുത്തടുത്ത് കിടക്കുന്ന മറ്റ് രാജ്യങ്ങളൊക്കെ ജപ്പാൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാവരും കണ്ടുകൊണ്ടിരുന്നു, ആരും ഒന്നും പ്രതികരിച്ചില്ല. ഇതൊക്കെ കുഞ്ഞിതല്ല, ചെറിയ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ അല്ല എന്ന് വിചാരിച്ചിട്ട് വെറുതെ ശ്രദ്ധിക്കാതെ വിട്ടു എന്ന് പറയും. ഇതേപോലെ തന്നെ ജർമ്മനി അവർക്ക് അടുത്ത് കടന്നിരുന്ന കുഞ്ഞു രാജ്യങ്ങളൊക്കെ മെല്ലെ ഒന്ന് പിടിച്ചെടുക്കാൻ തുടങ്ങി. പക്ഷെ ആരും പ്രതികരിച്ചില്ല. സോ ഇങ്ങനെ ഈ രാജ്യങ്ങൾ തമ്മിൽ ഫസ്റ്റ് വേൾഡ് വാറിന് എങ്ങനെയായിരുന്നു ഒരു അലയൻസ് ഉണ്ടായത്, അതേപോലെ തന്നെ ഒരു വേറെ അലയൻസ് ഇവർ തമ്മിൽ ഉണ്ടാക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഈ ഒരു വേഴ്സൽസ് ട്രീറ്റിയിൽ അപമാനം കൊണ്ട ഇറ്റലിയും ഈ ജപ്പാനും ജർമ്മനിയും കൂടി ആക്സിസ് എന്ന് പറഞ്ഞ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാക്കി. ആക്സിസ് ഗ്രൂപ്പ് എന്ന് പറയും. ഇവരാണ് മെയിൻ സെക്കൻഡ് വേൾഡ് വാറിൽ ഒരുമിച്ച് യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു ടീംസ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അലൈഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമേരിക്ക, ഫ്രാൻസും ബ്രിട്ടനും ചൈനയും, നമ്മുടെ ഈവൻ സോവിയറ്റ് യൂണിയൻ, റഷ്യ പണ്ട് USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ സോവിയറ്റ് യൂണിയൻ എല്ലാം കൂടിയുള്ള അലൈഡ് ഒരു പവേഴ്സ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ കൂടി ഒരു പാക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ജർമ്മനിയിൽ ഇപ്പോൾ ഹിറ്റ്ലർ വളർന്നു വന്നു. ഇതിൻ്റെ ഇടയിൽ ഇറ്റലിയിൽ മുസോളിനി വളർന്നു വന്നു. മുസോളിനിയാണ് ആദ്യം ആക്ച്വലി ഒരു ഫാസിസ്റ്റ് ചിന്താഗതിയൊക്കെ കൊണ്ടുവന്ന് ഫാസിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത്. ഭയങ്കര അന്ധമായ നാഷണലിസം ഫോളോ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഈ ഫാസിസ്റ്റ് പാർട്ടിയൊക്കെ തന്നെ. അങ്ങനെ ഫാസിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് വന്നു. ഈ മുസോളിനി അവിടുത്തെ അധികാരിയായി. ഇതിൻ്റെ ഒരു ആഫ്റ്റർ മാത്ത് എന്ന രീതിയിലാണ് ഇപ്പോൾ ഹിറ്റ്ലർ ഇവിടെ നാസിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് നാസി പാർട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സോ ഈ സമയത്ത് ഇവിടെ ഇറ്റലിയിൽ മുസോളിനി ഉണ്ട്, ജർമ്മനിയിൽ ഹിറ്റ്ലർ ഉണ്ട്, ജപ്പാനിൽ ഇതുപോലെ ഭയങ്കര ഫ്യൂഡലായിട്ടുള്ള, അങ്ങനെ അവിടെ മിലിറ്ററി പവേഴ്സ് ഇങ്ങനെ കയറി വരുന്ന സമയമാണ്. അവരുടെ ഗവൺമെൻറ് ഒന്നുമല്ല, മിലിറ്ററിയാണ് അവരെ കൺട്രോൾ ചെയ്യുന്ന സെറ്റപ്പിലാണ് ജപ്പാൻ ഫുള്ളായിട്ട് കൺട്രോളിലുള്ളത്. റഷ്യയിൽ ഇതുപോലെ സ്റ്റാലിൻ ഇത് കഴിഞ്ഞ് അധികാരത്തിലേക്ക് വന്ന് മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളാണ്. അങ്ങനെ എല്ലാവരും സെറ്റായി നിൽക്കുന്ന സമയത്ത് ഹിറ്റ്ലറിൻ്റെ ഈ ഒരു റൈസ് ബാക്കിയെല്ലാവരും അറിയുന്നുണ്ട്. ഇവരാരും പക്ഷേ പ്രതികരിക്കുന്നില്ല, ഇവരെല്ലാവരും മിണ്ടാതിരുന്നു. അത് ലോകത്തിലെ ഏറ്റവും വലിയ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ് ഒന്നാണെന്ന് പറയാം. കാരണം ഒരു യുദ്ധം വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നിറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടുന്ന എല്ലാവർക്കും അറിയാം. സോ ഈ ഹിറ്റ്ലർ ചെയ്തു കൂട്ടുന്നു. ഹിറ്റ്ലർക്ക് ഈ പറഞ്ഞ പോലെ ഈ വേഴ്സൽസ് ട്രീറ്റി അനുസരിച്ച് 100,000 പട്ടാളക്കാരെ അവരുടെ ആർമിയിൽ പറ്റുള്ളൂ. പക്ഷേ ഈ മറ്റ് സ്പൈസൊക്കെ വെച്ച് ഉള്ള വിവരങ്ങളനുസരിച്ച് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ സ്പൈസ് ഉണ്ടാവും. ഇപ്പോൾ ചാരന്മാർ അവർ പറഞ്ഞിട്ടുള്ള വിവരങ്ങളനുസരിച്ച് 8 ലക്ഷത്തോളമായിട്ട് ഹിറ്റ്ലർ ആളുടെ ഒരു ആർമീനെ ഉയർത്തിയിട്ടുണ്ട്. ആൾ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ആൾ അധികാരത്തിലേക്ക് വന്ന അപ്പം തന്നെ ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു കൂടുതൽ. ആർമിയിലേക്ക് ആൾക്കാരെ കയറ്റുക. ഈവൻ ഒരു കംപ്ലീറ്റ് ജർമ്മനിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ ആര്യൻസ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആൾ വിശ്വസിക്കുന്ന ജൂതന്മാരല്ലാത്ത ആൾക്കാർ ഫുള്ളായിട്ട് ആർമി കയറ്റി. ചെറുപ്പക്കാരൊന്നുമില്ല, വയസ്സായിരുന്നില്ല, സ്ത്രീകളൊന്നുമില്ല, എല്ലാവരും കൂടെ ആർമി കയറ്റി. ആർമിയുടെ ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് കംപ്ലീറ്റ്ലി നടത്തി ഒരു 8 ലക്ഷത്തോളം വരുന്ന ഒരു വലിയ ആർമിയാക്കി മൂപ്പര് ആളുടെ ജർമ്മൻ ആർമിയെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ചെക്കോസ്ലോവാക്യയിലുള്ള സുഡറ്റൻലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഇത് വേണമെന്ന് പറഞ്ഞ് ഹിറ്റ്ലർക്ക് ഒരേ പിടിവാശി. അപ്പോൾ ഈ നമ്മുടെ ബ്രിട്ടീഷ് പ്രസിഡൻ്റൊക്കെ വന്ന്, അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ പ്രസിഡൻറ്റും ബ്രിട്ടൻ്റെ പ്രസിഡൻ്റൊക്കെ കൂടി വന്ന് ഹിറ്റ്ലറെ നേരിട്ട് കണ്ടിട്ട് എന്നാൽ പിടിച്ചെന്നാൽ ശരി, എന്നാൽ നിങ്ങൾക്ക് വേണം ഒന്ന് തരാമെന്ന് പറഞ്ഞ് ഇങ്ങേർക്ക് ഈ സാധനം അങ്ങോട്ട് വെറുതെ എഴുതി കൊടുത്തു. ആക്ച്വലി മുമ്പുണ്ടായിരുന്ന ഈ വേഴ്സൽസ് ട്രീറ്റിക്ക് അനുസരിച്ച് ജർമ്മനിക്ക് ഇങ്ങനത്തെ ഒരു ഓർഡർ ഇടാൻ പോലും അധികാരമില്ല. ഇവരെല്ലാം ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ സമയത്താണ്
ഇവരുടെ അധികാരത്തോടെ, ഇവരുടെ സമ്മതത്തോടെ ഈ ഈ സുഡറ്റൻ ലാൻഡ് ഇവർക്ക് ഇങ്ങനെ എഴുതി കൊടുത്തു എന്ന് പറയാം. ഇതൊക്കെ ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവരെന്താണ് ഈ കാണിച്ചു കൂട്ടണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ലോകത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ചതികളിലൊന്നാണ്, ഹിറ്റ്ലർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഭയങ്കര പബ്ലിക്കായിട്ടുള്ള ഒരു ചതികളിലൊന്നാണ് ഈ സുഡറ്റൻ ലാൻഡ് എഴുതി വാങ്ങിയെന്ന് പറയാം. കാരണം ഇങ്ങനെ ഇത് വാങ്ങിയത്, ഇങ്ങനെ ഇനി യുദ്ധത്തിന് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇതിനെ എഴുതി കൊടുത്തത്. പക്ഷേ കിട്ടി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ, ഒരു കൊല്ലം കഴിഞ്ഞ സമയത്ത് മൂപ്പര് സ്വഭാവം മാറ്റി, മൂപ്പര് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് യുദ്ധത്തിന് ഇറങ്ങി. ജർമ്മനി ചെയ്ത ഈ ഒരു കൊടും ചതിക്ക് ശേഷം ഇവർ ഡയറക്റ്റ്ലി പോളണ്ട് അറ്റാക്ക് ചെയ്യും. അവിടെ മുതലാണ് ഈ വേൾഡ് വാർ തുടങ്ങുന്നത്. ഇവർ ഡയറക്റ്റ്ലി പോളണ്ട് അറ്റാക്ക് ചെയ്യുന്നത്. അതിനു മുമ്പ് റഷ്യ ജർമ്മനിയുടെ ശത്രുക്കളായിരുന്നു. പക്ഷേ പോളണ്ടിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യയും ജർമ്മനിയും കൂടി വേറെ ആരും അറിയാതെ ഒരു സ്പെഷ്യൽ പാക്റ്റ് തുടങ്ങി. ഇതൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ജർമ്മനിയും സോവിയറ്റ് യൂണിയനും പ്രത്യേകിച്ച് റഷ്യയും തമ്മിൽ യുദ്ധമാണ്. അവർ തമ്മിൽ യുദ്ധം എന്നല്ല, അവർ തമ്മിൽ എനിമീസാണ്, ആർച്ച് എനിമീസാണ്. പക്ഷേ ജർമ്മനി യുദ്ധത്തിന് മുമ്പ് ആദ്യം ചെയ്ത പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയനുമായിട്ടൊരു കരാറുണ്ടാക്കി. ഞങ്ങളും പോളണ്ടിനെ അറ്റാക്ക് ചെയ്യാം, നിങ്ങളും പോളണ്ടിനെ അറ്റാക്ക് ചെയ്തു, ഞങ്ങൾ എത്ര അറ്റാക്ക് ചെയ്ത് പിടിക്കുന്നു അത് ഞങ്ങൾക്ക്, നിങ്ങൾ എത്ര അറ്റാക്ക് ചെയ്ത് പോകുന്നു നമുക്കിത് ഡിവൈഡ് ചെയ്തെടുക്കാം, ഒരു രാജ്യത്തിന് മുഴുവനായിട്ട് പിച്ച് ചീന്തി പറിച്ചെടുക്കുക എന്ന് പറഞ്ഞ ഒരു പ്ലാനാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പ്ലാൻ അനുസരിച്ച് ഇവർ രണ്ടു കൂട്ടരും കൂടി പോളണ്ടിനെതിരെ യുദ്ധത്തിന് തുടങ്ങി. ആദ്യം ജർമ്മനി തുടങ്ങി, അത് കഴിഞ്ഞ് ഒരു സൈഡിൽ കൂടെ റഷ്യ തുടങ്ങി. ഇങ്ങനെ രണ്ടും കൂടി അടുപ്പിച്ച് ഒരൊറ്റ മാസം കൊണ്ട് പോളിഷ് ആർമിയൊക്കെ പല രീതിയിലും ഡിഫെൻഡ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെ കൊണ്ടൊന്നും പറ്റില്ലായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി പോളണ്ട് പിടിച്ചടക്കി കഴിഞ്ഞിട്ട് ഫ്രാൻസ് പിടിച്ചടക്കലാണ് ജർമ്മനിയുടെ മെയിൻ ഉദ്ദേശം. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊത്താമെന്നും ജർമ്മനിയുടെ ഉദ്ദേശമുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് പറയാം. സോ പോളണ്ടിൽ പിടിച്ചടക്കി ഒരൊറ്റ മാസം കൊണ്ട് ഇവർ രണ്ടുപേരും കൂടി അവിടെ നടന്നിട്ടുള്ള നരനായാട്ട് കാണിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരുപാട് സിനിമകളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണം. അവിടെ നടക്കുന്ന, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പോളണ്ടിലേക്ക് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് പോളണ്ടിൽ കൂടുതലായിട്ടുള്ള ജ്യൂസാണ്, ജൂതമത വിശ്വാസികളാണ്. സോ ഇവർ ഇവിടെ പോളണ്ടിൽ മാത്രമല്ല, യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും ആഫ്രിക്കയിലായിട്ടും ഏഷ്യയിലായിട്ടും ഇന്ത്യയിലും അങ്ങനെ പല സ്ഥലത്ത് ഇവർ ചിതറി കിടക്കുന്നുണ്ട്. കൂടുതലായിട്ടും ജർമ്മനിയിൽ തന്നെ കുറേ ആൾക്കാരുണ്ട്. സോ പോളണ്ടിലുള്ള ജ്യൂസിന് ഈ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ അവർ ഹണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിലുള്ള ജ്യൂസിൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കണം. ഈ പറയുന്ന ഈ ഹിറ്റ്ലർ അധികാരത്തിലേക്ക് വന്ന ആ സമയം മുതലേ ജൂ ഹണ്ട് അല്ലെങ്കിൽ ജ്യൂസിനെതിരുള്ള അടിച്ചമർത്തപ്പെടൽ അത് നേരത്തെ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെ അധികാരകാലം മുതൽ, ഇപ്പോൾ ഇവർ പറയുന്ന ഒരു 39-40 വേൾഡ് വാറിൻ്റെ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കുറേ കാലമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഈ രാജ്യത്തുള്ള ജ്യൂസിന് ഫുള്ളായിട്ട് ഇവരിങ്ങനെ ഒതുക്കി ഒരു സൈഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിറ്റ്ലർ അധികാരത്തിലേക്ക് വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ജൂതന്മാരെ മുഴുവനായിട്ട് ഇവിടെ നിന്ന് ഒഴിപ്പിക്കും, ഇവിടെ നിന്ന് എല്ലാവരും നാട് കടത്തും, പ്യൂർ ബ്ലഡ് ആയിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന ആര്യവംശം ഉള്ളവർ മാത്രമായിരിക്കും, അങ്ങനൊരു നേഷനാണ്, അങ്ങനൊരു ജർമ്മനിയാണ്, അങ്ങനൊരു യൂറോപ്പാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഹിറ്റ്ലർ അധികാരത്തിലേക്ക് വന്നത് തന്നെ. സോ അതിൻ്റെ മെയിൻ ഭാഗമായിട്ട് മെല്ലെ മെല്ലെ ഘട്ടം ഘട്ടമായിട്ട് ഒറ്റയടിക്ക് എല്ലാവരും കൂടെ കൊന്നൊടുക്കാതെ ഘട്ടം ഘട്ടമായിട്ട്, അപ്പോൾ നമ്മൾ ജർമ്മൻകാരും നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ളവർ ഈ പറയുന്ന ജ്യൂസും ആണെന്ന് വെച്ചു, ഇവരെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് അകറ്റാൻ തുടങ്ങി. ഇനി അവരായിട്ടൊന്നും സംസാരിക്കരുത്, അവർക്ക് വേണ്ട റേഷൻസ് ഒന്നും കൊടുക്കരുത്, അവരെ ഈ ഒരു പാല്, പത്രം, അങ്ങനത്തെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ അവരെ ഒഴിവാക്കുക, അവരുടെ കടകളിൽ നിന്നും പോകാതിരിക്കുക, അവരുടെ കടകളൊക്കെ ക്ലോസ് ചെയ്യുക, അവരൊരു തരത്തിൽ സ്ട്രഗിൾ ചെയ്ത് ഇവിടുന്ന് പൊക്കോ, നിങ്ങൾക്ക് ഇവിടെ പറ്റില്ല, ഇത് നിങ്ങളുടെ നാടല്ല എന്ന് പറഞ്ഞ് അവരെ ഒരുമാതിരി താഴ്ത്തി കിട്ടുക എന്നുള്ള രീതിയിൽ. ദെൻ പിന്നെ ഇവരുടെ ഇൻഡസ്ട്രീസ് മുഴുവൻ പിടിച്ചടക്കാൻ തുടങ്ങി. ഇവർക്ക് റോട്ടിലിറങ്ങി നടക്കാൻ വയ്യാതായി. പിന്നെ മെല്ലെ ഇവരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി, കൂട്ടമായിട്ട് കൊല്ലാൻ തുടങ്ങി, കൂട്ടമായിട്ട് ഇവരെ ക്യാമ്പുകളിലേക്ക് അയക്കാൻ തുടങ്ങി. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ജ്യൂസിനെതിരെയുള്ള ഒരു വംശീയത അല്ലെങ്കിൽ നരഹത്യ പ്ലാൻ ചെയ്തത്. അതൊരു വലിയ പ്ലാനാണ്, ഒറ്റ ദിവസം കൊണ്ടല്ല, അവർ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ സാധനം സെറ്റ് ചെയ്തത്. അത് ഏത് എക്സ്റ്റെൻറ്റ് വരെ പോയി എന്ന് പറഞ്ഞാൽ 60 ലക്ഷത്തോളം ജൂതവംശരെ, ജ്യൂസിനെ ഫുള്ളായിട്ട് ഈ ഒരു വേൾഡ് വാറിൻ്റെ ടൈമിൽ, അവർ 33 മുതൽ 39 അല്ലായതിനു മുമ്പ് ഈ ഒരു 33 മുതൽ 45 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ 60 ലക്ഷത്തോളം ജൂതവംശരെ മാത്രം ഇവർ കൊന്നിട്ടുണ്ട്, കത്തിച്ച് കൊന്നിട്ടുണ്ട്, കരിയിച്ച് കൊന്നിട്ടുണ്ട്. അതിനെ ഹോളോകോസ്റ്റ് എന്നാണ് പറയുക. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് സിനിമകൾ നമുക്ക് പറയുന്നുണ്ട്. പക്ഷേ എന്തിനാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ഒരു ജൂത വെറുപ്പ് ഇനീഷ്യലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരാൾ വന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഇമ്പാക്റ്റ് ആവുമെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അതായത് ഹിറ്റ്ലർ വന്ന് പ്രസംഗിക്കുകയാണ്, ഇപ്പോൾ ജൂതന്മാരെ മുഴുവൻ ഒഴിവാക്കണം. പക്ഷേ നമ്മൾ കുറേ വർഷമായിട്ട് നമ്മുടെ അടുത്തുള്ള ആളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത നമ്മൾ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ആൾക്കാരായിരിക്കും. പെട്ടെന്നൊരു ദിവസം നമുക്കങ്ങനെ ചേഞ്ച് ആവില്ല. അതിന് വേണ്ടി ഇവർ ഇൻജക്റ്റ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. വർഷങ്ങളായിട്ട് ഈ ജൂതന്മാരുടെ ആ ഒരു പാറ്റേൺ ഉണ്ട്. ഇവർ വന്നിട്ടുള്ളതെല്ലാം തന്നെ ഇപ്പോൾ പണ്ട് ഇവരുടെ ആ ഒരു ഹിസ്റ്ററി തന്നെ നോക്കിയാൽ മനസ്സിലാവും ഇവരെങ്ങനെയാണ് ഈ ഒരു വെറുപ്പിലേക്ക് ഈ ഒരു ജർമ്മൻകാർ മുഴുവൻ എത്തിയിട്ടുള്ളതെന്ന്. അത് ഒരാളല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് പ്ലാൻ ചെയ്താണ്
അവർ രാജ്യം മുഴുവൻ ഇവർക്കെതിരായിട്ട് തിരികെ. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ജൂതന്മാരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ ബൈബിളൊക്കെ വായിക്കണമെന്നവർക്ക് അറിയാം. ഒരു പക്ഷേ പുതിയ നിയമം പഴയ നിയമമുണ്ട്. പഴയ നിയമത്തിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഡിസെൻഡൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ ഈ ജൂതന്മാരെ വെച്ചിട്ടാണ് ഈ ഒരു പഴയ നിയമത്തിലെ എല്ലാ ചരിത്ര സംഭവങ്ങളും ഫുള്ളായിട്ട് നടക്കുന്നത്. അവരിങ്ങനെ ജനറേഷൻ ബൈ ജനറേഷൻ വന്ന് ഈവൻ നമ്മുടെ ആ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ തുടക്കത്തിൽ ഇപ്പോൾ യേശു ക്രിസ്തു വന്നു എന്ന് പറയുന്ന സമയത്തടക്കം ജൂതന്മാരായിരുന്നു ഇസ്രായേലിലും ജെറുസലേമിലും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ. സോ അവരൊക്കെ ഒരു ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ ദൈവം എന്ന് പറഞ്ഞ് അവരുടെ ഒരു മതവിശ്വാസം കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയാണ്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ വേറെ കമ്മ്യൂണിറ്റികളായിട്ടൊന്നും മിക്സപ്പ് ആവില്ല. അല്ലെങ്കിൽ മറ്റവരെയൊക്കെ തന്നെ അവർ കാണുന്നുണ്ടെങ്കിലും ഇവരുടെ ആ ഒരു വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു AD 70 ആ ഒരു ടൈം പീരീഡിൽ, അതായത് നമ്മുടെ യേശു ക്രിസ്തൊക്കെ വന്നു കഴിഞ്ഞ് ഒരു 70 വർഷമൊക്കെ കഴിഞ്ഞ് എന്നുള്ളൊരു സമയത്ത് എടുക്കുമ്പോൾ ഇപ്പോൾ ഈ ജെറുസലേമിലൊക്കെ റോമൻ കോളനീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റോമൻ ഡയറക്റ്റ്ലി ഒരു ഇൻവേഷൻ നടത്തി ഇവിടെ ഉണ്ടായിരുന്ന, അതായത് ഇസ്രായേലും ജെറുസലേമിലും മാത്രം ഉണ്ടായിരുന്ന ജൂതന്മാരെ മുഴുവൻ അവർ പുറത്താക്കി. അവർ പല രാജ്യങ്ങളിലേക്ക് അവർ പലായനം ചെയ്തു. അവരുടെ ഈ പറയുന്ന ജെറുസലേം പള്ളിയെല്ലാം തകർത്തു എന്നതൊക്കെ ആ ഒരു ടൈം പീരീഡിലാണ്. സോ ഇങ്ങനെ ഒരു 2000 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സോ അങ്ങനെ അത് മുതൽ ആ ടൈം പീരീഡ് മുതൽ ഈ ജ്യൂസ് ഫുള്ളായിട്ട് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡായിപ്പോയി. ഇവിടെ ഇന്ത്യയിലേക്ക് വന്നവരുണ്ട്. നമുക്ക് ഇവിടെ കേരളത്തിൽ കൊച്ചിയിലും മറ്റേ നമ്മുടെ തൃശ്ശൂരും ഒക്കെ വന്ന രീതിയിൽ നമുക്ക് അറിയാമല്ലോ. ഇപ്പോഴും ജൂതപ്പള്ളികളൊക്കെ നമുക്ക് കൊച്ചിയിലൊക്കെ ഉണ്ട്. സോ ഇങ്ങനെയാണ് അവരിങ്ങനെ പല രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ഇതേപോലെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള പോലെ തന്നെ ഇന്ത്യയിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടുതലായിട്ടും ഈ പറയുന്ന യൂറോപ്പിലേക്കും വെസ്റ്റ് ആഫ്രിക്കയിലേക്കും ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ മറ്റേ ഗൾഫ് കൺട്രീസിലൊക്കെ തന്നെ ഇവർ ചേക്കേറി അങ്ങോട്ടേക്ക് പലായനം ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക്. പിന്നീട് പോകെ കുറേ വർഷങ്ങൾ എടുത്തിട്ടാണെങ്കിൽ ഇവർ അവരുടെ ഒരു കമ്മ്യൂണിറ്റി അവർ പോയ സ്ഥലത്തൊക്കെ ഇപ്പോൾ ഒരു ഒതുങ്ങി ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ ബിൽഡ് ചെയ്ത് അവരുടെ കമ്മ്യൂണിറ്റിയൊക്കെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇവർ സയൻറ്റിഫിക്കലിയും IQ കൂടിയ ആൾക്കാരെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റായി അറിയില്ല. അതിപ്പോൾ പൊതുവേ ഇപ്പോൾ ബിസിനസ് ചെയ്യാനായിക്കോട്ടെ, അങ്ങനെ മറ്റ് എല്ലാ കാര്യങ്ങളിലും കുറച്ച് പ്രാവീണ്യം കൂണിവരും കുറച്ച് ബുദ്ധിമാന്മാരായ ആൾക്കാരൊക്കെയാണ് എന്നൊക്കെ പറയപ്പെടുന്നു. അതായത് ഈ ജ്യൂസിൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് എന്നുള്ള രീതിയിലേക്കാണ് നാട്ടിൽ പൊതുവെ ഒരു നാട്ടു നടപ്പെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ജ്യൂസ് അതിപ്പോൾ വലിയ വേറെ കമ്മ്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ഇവർ സെപ്പറേറ്റ് കമ്മ്യൂണിറ്റീസ് ആയിട്ട് ലോകത്തിൽ പല സ്ഥലത്തുണ്ട്, പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ഉണ്ട്. ഈ വേൾഡ് വാർ ഫസ്റ്റിൻ്റെ ഒക്കെ സമയത്ത്, നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ പറഞ്ഞു, ഈ ടൈമിൽ ആക്ച്വലി ജർമ്മനിക്ക് വേണ്ടി അല്ലെങ്കിൽ ജർമ്മൻ രാജ്യത്തിലുള്ള മറ്റു ആൾക്കാരുടെ ഒക്കെ കൂടെ യുദ്ധം ചെയ്ത ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരും. ചിലവരൊക്കെ അതിനായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ വേൾഡ് വാർ കഴിഞ്ഞ് ജർമ്മനി മുഴുവനായിട്ട് തകർന്നിരിക്കുന്ന ടൈമിലും ഈ ജൂതന്മാർക്ക് വലിയ പ്രശ്നമില്ല. അവരുടെ കയ്യിൽ പൈസയുണ്ട്. എക്കണോമി ഫുള്ളായിട്ട് ക്രൈസിസ് ആയിരുന്നു. അതിപ്പോൾ യൂറോപ്പിൽ മാത്രമല്ല, എല്ലായിടത്തും, അമേരിക്കയിലായിക്കോട്ടെ, ബ്രിട്ടനിലായിക്കോട്ടെ, റഷ്യയിലായിക്കോട്ടെ, ഫ്രാൻസിലായിക്കോട്ടെ, എല്ലാവിടെയും ഈ വേൾഡ് വാർ കഴിഞ്ഞ സമയത്ത് എല്ലാവരും ബാങ്കൊക്കെ തകിടം മറിഞ്ഞ് എക്കണോമിക് ക്രൈസിസിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ജർമ്മനിക്കാണ് ഏറ്റവും കൂടുതൽ അടി വേൾഡ് വാർ ഫസ്റ്റിൽ കിട്ടിയത്. അങ്ങനെ ഒരു വലിയ അടി കിട്ടി നിൽക്കുന്ന അവരുണ്ടാക്കുന്ന പൈസ മുഴുവൻ ഞാൻ ഉണ്ടാക്കുന്നത് ഫുള്ള് മറ്റവർക്ക് കൊടുക്കുകയാണ്. ഫ്രാൻസിനൊക്കെ ഇങ്ങനെ കൊടുത്ത് അമേരിക്കയൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ കൂടെ തന്നെയുള്ള ഈ പറയുന്ന ജ്യൂസ് എന്നുള്ള ആൾക്കാർ, ഇവർക്കൊരു കുഴപ്പമില്ല, അവർ പിന്നെയും വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു സെറ്റപ്പിലേക്ക്, അവർ പ്രത്യേക ഒരു സ്റ്റേറ്റിലേക്ക് ഈ ജർമ്മൻകാരെത്തി. ആൻഡ് ഈ ഒരു കാര്യമാണ് ഹിറ്റ്ലർ പോയിൻ്റ് ഔട്ട് ചെയ്ത് ആൾക്കാരിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് ഇത് വർഷങ്ങളായിട്ട് ഇതേ സാധനം തന്നെ പല ഭയങ്കരധികം വലിയ ഹെവി പ്രസംഗത്തിലൂടെയാണ് ഹിറ്റ്ലർ ഇതൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഗ്രേറ്റ് ഡിക്റ്റാക്ടർ എന്ന് തന്നെയാണ് ഹിറ്റ്ലറിനെ പറയാം. അങ്ങനെ ഒരു പടം തന്നെയുണ്ട് നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ, അത് കണ്ടു നോക്കുക. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും സ്ഥിരമായിട്ടും ഇപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേണിൽ എന്തായാലും ഉൾപ്പെടുത്തേണ്ട ഒരു പടമാണ്. ഇപ്പോൾ ഇന്ന ടൈം പീരീഡ് എന്നില്ല, ഈ വേൾഡ് വാർ ബേസ്ഡ് സാധനം തന്നെയാണ്. ഈ പടത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചാപ്ലിൻ ഈ പടം എടുത്തിട്ടുള്ളത് ഈ വേൾഡ് വാർ ടൈമിലാണ്. അതാണ് ഈ പടത്തിൻ്റെ ഒരു, അതായത് ആദ്യമൊക്കെ ഞാൻ പണ്ട് ഈ സാധനമൊക്കെ നമുക്ക് ടി വിയിലൊക്കെ വരുന്നുള്ളൂ, അപ്പം വെറുതെ ഇരുന്ന് കാണാൻ നമുക്കറിയില്ല ചാപ്ലിൻ്റെ ആദ്യത്തെ അല്ലെങ്കിൽ ചാർലി ചാപ്ലിൻ സിനിമകളിലെ ഏറ്റവും അധികം ശബ്ദമുള്ള സിനിമ, സൗണ്ടുള്ള സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് അതായിരുന്നു ആ സിനിമയുടെ ഒരു ഹൈലൈറ്റ് അന്നത്തെ കാലത്ത്. പക്ഷേ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ വേൾഡ് വാർ ടൈമിൽ ഹിറ്റ്ലർ ഉള്ള ടൈമിലാണ് ഈ ഒരു പടം മൂപ്പരെടുത്തിട്ടുള്ളത്. ഗട്ട്സ് നാലേക്കണം ചങ്ങായിയുടെ ഒരു ജസ്റ്റ് ഒരു കൊമേഡിയൻ മാത്രമല്ല, ആളെ വേൾഡിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് ചില്ലറ ഗട്ട്സൊന്നുമല്ല, ഒരു ഹിറ്റ്ലറെ കളിയാക്കിക്കൊണ്ട് മോക്ക് ചെയ്തുകൊണ്ട് ഒരു മോക്യുമെൻ്ററി രൂപത്തിലുള്ള വേറെ ലെവൽ പടം. ആ പടത്തിൻ്റെ അവസാനത്തെ ഒരു 10 മിനിറ്റ് ടൈമുള്ള ഒരു ഡയലോഗുണ്ട്, ഒരൊറ്റ സ്പീച്ചുണ്ട്, ഒരൊറ്റ സിംഗിൾ ഷോട്ട് സാധനം. എത്ര റീടേക്ക് എടുത്തിട്ടുണ്ടാവുമെന്ന് അറിയില്ല, അതോ ഇനി മനസ്സിൽ നിന്ന് അങ്ങനെ ഇട്ട് പറഞ്ഞാണോ എന്ന് അറിയില്ല. ഒരു സിംഗിൾ ഷോട്ട് സാധനമുണ്ട്.
ഒരു 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 ഹിറ്റ്ലറിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പോലെയാണ് ആ ഒരു സിനിമ കാണിക്കുക. നമുക്ക് ഡയറക്റ്റ്ലി ഇപ്പോൾ ഹിറ്റ്ലർ ചെറുപ്പം മുതലേ ഇപ്പോൾ ഈ വേൾഡ് വാർ 1 പങ്കെടുത്ത ഒരു സോൾജിയറായിരുന്നു ഈ ചങ്ങായി. അത് കഴിഞ്ഞ് എങ്ങനെയാണ് തൻ്റെ പ്രസംഗ പാടവത്തിലൂടെ അയാൾ ഇങ്ങനെ ഈ പൊളിറ്റിക്സിലെത്തിയതും ഈ നാസി പാർട്ടി ഉണ്ടാക്കിയതും പാർട്ടിയുടെ ഹെഡായതും ഒരു ഫ്യൂരറായി മാറിയതും ഒരു വലിയ ഡിക്റ്റാക്ടറായതും ആളുടെ പ്രസംഗമൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന സ്റ്റാലിനായിട്ടും മറ്റ് രാജ്യങ്ങളായിട്ടും മുസോളിനിയൊക്കെ ആയിട്ടുള്ള മൂപ്പരുടെ ബന്ധങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു പടത്തിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ അവസാനം ഈ പറയുന്ന ആ ഒരു 10 മിനിറ്റിലെ പ്രസംഗം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഒരു യുദ്ധം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഇപ്പോൾ ഹിറ്റ്ലറെ ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ളൊരു പടമല്ല, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അങ്ങനെ ആയിരിക്കണം ഹിറ്റ്ലർ എന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊരു പടമാണ്. തീർച്ചയായിട്ടും കണ്ടു ഒക്കെ ഒരു മസ്റ്റ് വാച്ച് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോലെ ഈ കാര്യങ്ങളിൽ ഒന്നാണ്, അതായത് ഒന്നാമത് ഈ പറഞ്ഞ പോലെ ജർമ്മനി കംപ്ലീറ്റ്ലി ഡൗൺ ആയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം പറയണ്ടേ, അതിന് മെയിനായിട്ട് ഇവർ എടുത്തത് ഈ ഒരു ജൂതന്മാരെയാണ്. അപ്പോൾ ഇവർ ഓൾറെഡി ഇങ്ങനെ പുഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ ഫുൾ തളർന്നുകൊണ്ടിരിക്കുക. സോ ഇവരാണ് എല്ലാത്തിനും കാരണം. ഇവരിവിടുന്ന് പുറത്താക്കിയാൽ നമ്മൾ ഈ ആര്യന്മാർ മാത്രം ഉള്ളെങ്കിൽ നമുക്കിത് പഴയ പോലെ നമുക്ക് ആ ഒരു പ്രൗഢിയിലേക്ക് വരാം. പോരാ തന്നെ ഇവരെ ഒഴിവാക്കുമ്പോൾ ഇവരുടെ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ നമുക്ക് അപഹരിക്കുകയും ചെയ്യാം എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ജൂത വെറി കംപ്ലീറ്റ്ലി അവരുടെ എല്ലാവരിലേക്ക് ഉണ്ടാക്കി. വേറൊന്ന്, ജർമ്മനിയിലുള്ള എല്ലാവരും പട്ടാളക്കാരായി. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പട്ടാളത്തിലേക്ക് ആൾക്കാരെ കൂടുതൽ എടുക്കുക, അതിലേക്ക് കൂടുതലായിട്ട് പൈസ കൊടുക്കുക, അങ്ങനെ ആ ഒരു ആർമിനെ ഫുള്ളായിട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഹിറ്റ്ലർ ഇതിൻ്റെ ഇടയിൽ കൂടെ. സോ ജർമ്മനിയിലുള്ള എല്ലാവരും പുരുഷന്മാരും എല്ലാവരെയും ഈ പറഞ്ഞ പോലെ പട്ടാളത്തിലേക്ക് എടുത്തു. അതിൽ തന്നെ ഹിറ്റ്ലർ സെലക്റ്റീവായിട്ട് മൂപ്പരുടെ ഒരു സ്പൈ എന്നല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് സീക്രട്ട് പോലീസിനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പ്രത്യേകിച്ച് ഈ പറയുന്ന ജ്യൂസിനൊക്കെ കണ്ടുപിടിക്കാനും അവർ ചാർട്ട് ഔട്ട് ചെയ്യാനും സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കാനും അവരൊക്കെ തന്നെ ഒഴിവാക്കാനും ഈ പറഞ്ഞ പോലെ അവരെ കണ്ടുപിടിച്ച് രാജ്യത്തിനെതിരെ ആരൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ജൂതന്മാർ മാത്രമല്ല, ഇങ്ങനെയുള്ള എല്ലാവരും തന്നെ സെപ്പറേറ്റ്ലി പിടിച്ച് ജയിലിൽ അടപ്പിക്കുക, അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്കൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സോ ഇനീഷ്യലി ഇവരൊക്കെ ആദ്യമൊക്കെ ഇപ്പോൾ ജർമ്മനിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതെന്നൊക്കെ കണ്ട് കുറേ പേര് പോളണ്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഈ ജൂതന്മാർ കുറച്ച് പേര് ഈ പോളണ്ടിൽ എത്തിയവരുടെ അവസ്ഥ ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്യാമ്പ് തന്നെ ഇവരുണ്ടാക്കിയത്, ഓഷ്വിറ്റ്സ് എന്ന് പറയും. സോ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് അങ്ങോട്ടേക്ക് പോയവരുടെ അവസ്ഥ അതിനേക്കാൾ പരിതാപകരമാണ്. അതിന് കാണിക്കുന്ന പടങ്ങളുമുണ്ട്. സോ ഇങ്ങനെ മെല്ലെ 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 ഈ ഒരു ജൂതവറി ഉണ്ടാക്കി ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം പിടിച്ച് ജയിലിലാക്കാൻ തുടങ്ങി. ഗെറ്റോസ് എന്ന് പറയും. അവിടെ വെച്ച് ഇവരെല്ലാം തന്നെ പണിയെടുപ്പിക്കും, ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ജോലികളൊക്കെ എടുപ്പിക്കും. അവരെ കൊണ്ട് മാക്സിമം എത്ര അവരെ കൊണ്ട് ഊറ്റിയെടുക്കാൻ പറ്റും അതെല്ലാം ചെയ്യും. ഇത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ബിൽഡ് ചെയ്ത് ഇവരെ ഫുള്ളായിട്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പ്രത്യേകിച്ച് പോളണ്ടിലൊക്കെ ആക്രമിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു വേൾഡ് വാർ തുടങ്ങിയ സമയത്ത് ലോകം നോക്കുമ്പോൾ ഇതൊന്നും അവർ അറിഞ്ഞിട്ടില്ല. അതായത് ബ്രിട്ടനും അമേരിക്ക ഇതൊന്നും അറിഞ്ഞില്ല. അവർക്ക് ഇങ്ങോട്ട് വന്നാലേ അറിയില്ല. ടെലികമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പഴയ പോലെ നമ്മൾ ജർമ്മനിയിലാണുള്ളത്. നമുക്കിപ്പോൾ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഫ്രണ്ട് ഉണ്ട്, അവനോട് വിളിച്ച് പറയാം, അയാളെ അവിടെ ഇങ്ങനെ പ്രശ്നമാണ്, ഇവിടെ നമ്മൾ ഫുള്ള് വേട്ടയാടുന്നുണ്ട്, നമ്മൾ ഈ ജൂതന്മാരെ ഫുള്ള് ആ പരിപാടിയൊന്നും അന്നത്തെ കാലത്തില്ല. അവരൊക്കെ പെട്ട് അവിടുത്തെ ബ്ലോക്കായി, അവർ കംപ്ലീറ്റ്ലി ലോക്കായിരിക്കുന്ന സെറ്റപ്പാണ്. സോ ഇങ്ങനെയുള്ളവരെ ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയിട്ട് കൊടിയ പീഡനങ്ങളും ക്രൂരതകളും ഒക്കെയാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ്സിൽ മുഴുവനായിട്ട് നടന്നത്. അങ്ങനെയുള്ള വലിയ പോളണ്ടിലുള്ള കുറച്ച് ക്യാമ്പ്സാണ് ഈ പറയുന്ന ഓഷ്വിറ്റ്സും ബ്ലിറ്റ്സ്ക്രീഗും അങ്ങനത്തെ കുറച്ച് ക്യാമ്പ്സ് ഉണ്ട്. ഇവിടെയാണ് ഈ പറഞ്ഞ ഈ ഹോളോകാസ്റ്റ് മുഴുവനായിട്ട് നടന്നത്. ആദ്യമൊക്കെ ഇവരെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അത് 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടിക്കണക്കിന് ആൾക്കാരാണ് ഈ വന്നു കൂടുന്നത്. ഇവരെല്ലാം തന്നെ എന്ത് ചെയ്യും, ഇവർ പിന്നെ കണ്ടുപിടിച്ച പ്ലാനുകൾ എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം തന്നെ കൊല്ലുക. ഹോളോകാസ്റ്റ് എന്ന് പറഞ്ഞാൽ കത്തിച്ചങ്ങോട്ട് കൊല്ലുക. ആദ്യമൊക്കെ മാസ് മർഡേഴ്സ് ആയിരുന്നു, പല രീതിക്ക് ഇവരെ കൊന്നു. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ്സിൽ ഈ ഹോളോകോസ്റ്റ് മാത്രമല്ല, ഈ കൊലപാതകങ്ങൾ മാത്രമല്ല, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെ ഡയറക്റ്റ് നേതൃത്വത്തിൽ ഈ ജർമ്മൻ പട്ടാളക്കാരും ജർമ്മൻ ഡോക്ടേഴ്സൊക്കെ തന്നെ ചെറിയ കുട്ടികളെ വെച്ചിട്ടുള്ള പരീക്ഷണങ്ങളും ഗർഭിണികളെ വെച്ചിട്ടുള്ള പരീക്ഷണങ്ങളും അങ്ങനത്തെ പല രീതിയിലുള്ള മെഡിക്കൽ പരീക്ഷണങ്ങളും ഇപ്പോൾ പട്ടാളക്കാർക്ക് എന്ത് സംഭവിക്കും, അവരുടെ ഒരു മെൻ്റൽ സ്റ്റാറ്റസും ഫിസിക്കൽ ഡ്യൂറബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണിൽ ഓരോ പോയ്സൺ ഒഴിക്കുക, അല്ലെങ്കിൽ ചായ ഒഴിക്കുക, ദേഹത്ത് മുറിവുണ്ടാക്കുക, ഓർഗൻസ് എടുക്കുക. ചെറിയ കുട്ടികളെ ഈ മറ്റേ ഇരട്ട കുട്ടികളുണ്ടാവുമല്ലോ, ട്വിൻസ്, ഇവരെ വെച്ച് നടത്തിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് പരീക്ഷണങ്ങൾ തന്നെയുണ്ട്. അതിൽ തന്നെ നമുക്കിങ്ങനെ പറയാൻ പറ്റാത്ത അത്രയും, നമുക്ക് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് കണ്ണൊക്കെ നിറഞ്ഞു പോകുന്ന അത്രയും ബ്രൂട്ടലായിട്ടുള്ള കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന ഗെറ്റോസിനകത്തും ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ തന്നെ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇവർ ഈ പെട്ടെന്ന് തന്നെ മരിച്ച ഈ പറയുന്ന പോലെ ഗ്യാസ് ചേമ്പേഴ്സ് ഉണ്ട്, അത് ഞാൻ പറയാം, ഇങ്ങനെ ഹോളോകോസ്റ്റ് ചെയ്ത് പെട്ടെന്ന് മരിച്ച ആൾക്കാരുണ്ട്. അതാണെന്ന് ഭേദം തോന്നും. ഈ ഇതുപോലെ എക്സ്പെരിമെൻറ്റുകൾക്ക് വിധേയം അവരെ ഗിനിയപ്പന്നികളെ പോലെ
എക്സ്പെരിമെൻ്റൽ ലാബ് റൈറ്റ്സുകൾ പോലെ ഇങ്ങനെ മരണപ്പെടേണ്ടി വന്നവരെക്കാൾ കൂടുതൽ നല്ലതാണ് പെട്ടെന്ന് തന്നെ ഒരു വെടികൊണ്ട് മരിക്കണതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഷവാതകം ശ്വസിച്ച് മരിക്കണതൊക്കെ. കാരണം അത്ര ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ഈ ചെറിയ കുട്ടികളെ വെച്ചിട്ടും ഗർഭിണികളുള്ള ആൾക്കാരെ വെച്ചിട്ടും ഒക്കെ അവർ ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. സോ ഈ പരീക്ഷണങ്ങൾക്ക് ആരെയൊക്കെ വേണമെന്ന് തീരുമാനിക്കാൻ കുറേ സെറ്റ് ഓഫ് ഡോക്ടേഴ്സ് വരും. അവരാണ് ഈ കാര്യങ്ങൾ ഫുള്ള് തീരുമാനിക്കുക. ഇന്ന ആൾക്കാർ ഇന്ന പരീക്ഷണങ്ങൾക്ക് വേണം. ഇതൊന്നും ആവശ്യമില്ലാത്തവരെ ഇവർ ഈ പറഞ്ഞ പോലെ ക്യാമ്പുകൾ ബാക്കിയുള്ള ജോലികൾക്കും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യും. കഠിനമായ ജോലികൾക്കൊക്കെ യൂസ് ചെയ്യും. ഈ ജോലിക്കും പറ്റാത്ത ആൾക്കാരുണ്ട്. വയസ്സായ സ്ത്രീകളും വയസ്സായ പുരുഷന്മാരും ചെറിയ കുട്ടികളും ഗർഭിണികളും ഇവരൊക്കെ എന്താണെന്ന് ചെയ്യുന്നത്, ഇവർ ഈ ക്യാമ്പിലെത്തിയ അതേ ടൈമിൽ തന്നെ മാസമായിട്ട് മർഡേഴ്സ് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ റോഡുകളിലും പൊതുസ്ഥലങ്ങളിലൊക്കെ തന്നെ കൂട്ടായിട്ട് വെടിവെച്ചിട്ടായിരുന്നു കൊന്നതെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ആട് കൂടിയപ്പോൾ ഈ വരുന്ന ആൾക്കാർ ഇപ്പം തന്നെ വന്ന ആ സമയത്ത് തന്നെ സെഗ്രിഗേറ്റ് ചെയ്തു. ഇവർ കുളിക്കാനാണെന്നും പറഞ്ഞ് ഇവരുടെ ആ ഒരു ബാഗും കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ട്രെയിനിലാണ് കൊണ്ടുവരും. ഇവരുടെ സാധനങ്ങളൊക്കെ ആ ട്രെയിനിൽ തന്നെ വെച്ച് അവിടെ തന്നെ വെച്ചോ, നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ കൊണ്ടുവരും, നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യും, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വാന്ന് പറഞ്ഞ് ഇവരെ കുളിപ്പിക്കാനാണെന്ന് പറഞ്ഞ് ഇവരുടെ ഡ്രസ്സൊക്കെ എല്ലാവരുടെ അഴിപ്പിക്കും. കൂട്ടായിട്ട് ഒരു വലിയൊരു ബങ്കറിനകത്ത് കയറ്റും. എന്നിട്ട് അവിടെ ഫുള്ള് നമ്മൾ നോക്കുമ്പോൾ ഈ ഷവേഴ്സാണ്, കുളിക്കാനുള്ള ഷവർ ഉണ്ടല്ലോ, അതുപോലെ ഒരു 100 കണക്കിന് ഷവേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെ വിചാരം ഇപ്പോൾ കുളിക്കുന്നതായിരിക്കും. പെട്ടെന്ന് എല്ലാവരും ഡോറടയ്ക്കും. എന്നിട്ട് വിഷവാതകം, പോയ്സണസ് ഗ്യാസ് ഇതിലേക്ക് പാസ് ചെയ്യും. ഈ ഷവറിൽ കൂടെ ഗ്യാസാണ് വരിക. സെക്കൻഡുകൾ കൊണ്ടും മിനിറ്റുകൾ കൊണ്ടും അവിടെ ഉണ്ടാകുന്ന നിലവിളി നിൽക്കും. അവർ ഫുള്ളായിട്ട് മരിച്ചു വീണിട്ടുണ്ടാവും. ഇവരെല്ലാം എടുത്തിട്ട് പിന്നീട് ഞങ്ങൾ കത്തിക്കും. സോ ഈ ക്യാമ്പുകളിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ മഞ്ഞ് വീഴുന്ന പോലെ നമുക്ക് ചാരം വീഴും. ദൂരേന്നേ കാണാം ഈ ക്യാമ്പുകളിലെ ആ ഒരു കിലോമീറ്റർ കണക്കിന് പരിസരത്ത് ഫുള്ള് ഈ ചാരം വീണുകൊണ്ടിരിക്കും ഡെയിലി. പിന്നെ അത് ഡെയിലി ആയി. അതായത് ആദ്യമൊക്കെ വല്ലപ്പോഴൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ അത് ഡെയിലി ആയി. പിന്നീട് ഇവർ പല രീതിക്കുള്ള പ്ലാനുകൾ തന്നെ വെച്ചു. ഇതിനായിട്ടൊരു ചർച്ച തന്നെ നടന്നിട്ടുണ്ട്, ഒരു മീറ്റിംഗ് തന്നെ നടന്നിട്ടുണ്ട്. എത്ര എഫക്റ്റീവായിട്ട് ആൾക്കാരെ കൊന്നൊടുക്കാം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഹോൾകോസ്റ്റ് ചെയ്യാം, ഒരു നമ്പർ ഓഫ് ഇപ്പോൾ ഇത്ര സമയം കൊണ്ട് 1 മണിക്കൂറിൽ എത്ര പേരെ ഒരുമിച്ച് കൊല്ലാം എന്നുള്ള രീതിയിൽ അത്രയും മൃഗീയമായ പ്ലാനുകളൊക്കെ ജർമ്മനി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ ഡീറ്റെയിൽ ചെയ്ത് ഹോളോകോസ്റ്റ് രീതിയിലുള്ള കുറേ പടങ്ങളുണ്ട്. ഈ ഹോളോകോസ്റ്റിൽ നിന്നും ആൾക്കാരെ രക്ഷിക്കുന്ന പോളണ്ടിൽ തന്നെയുള്ളൊരു ജർമ്മൻകാരനായ ഷിൻഡ്ലർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആളെ പറ്റിയിട്ടുള്ള ഒരു ബയോപിക് പോലെ, അല്ലെങ്കിൽ ആളുടെ ഒരു ജീവിതകഥ, ആളെങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, ഈ ഹോളോകോസ്റ്റിൽ നിന്നും ഒരു കൂട്ടം തൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെ, ഒരു 1000-ൽ താഴെ ആൾക്കാരെ ഇങ്ങനെ എങ്ങനെയാണ് രക്ഷിച്ചെടുത്തത് എന്നുള്ളത് കാണിക്കുന്ന ഒരു വേറെ ലെവൽ പടമാണ് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ഒരു പടത്തിനെ പറ്റി. സ്പിൽബർഗിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ക്ലാസിക് ആയിട്ടൊരു പടമാണ്. ഈ പടത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഹോളോകോസ്റ്റ് കാണിക്കുന്നുണ്ട്. വേറെയും കുറേ പടങ്ങളുണ്ട്, ഓരോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സൺ ഓഫ് സോൾ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഈ പടത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ്സിൽ, ഈ പറയുന്ന ഓഷ്വിറ്റ്സ് ക്യാമ്പിലൊക്കെ തന്നെ വർക്ക് ചെയ്യുന്ന സോണ്ടർ കമാൻഡോസ് എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അതായത് ഇപ്പം ഈ പറഞ്ഞ ഈ ജൂതന്മാരെ തന്നെയാണ് ഈ പിടിച്ചു വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഇവരുടെ ആർമി ആയിട്ട്, അതായത് ഈ പറയുന്ന ക്യാമ്പിലുള്ളവർ എല്ലാ ജർമ്മൻകാർക്കും ഒരുമിച്ച് ഇവരെല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഇവർ അതിനകത്ത് തന്നെ ഈ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട്, ഈ വന്ന് കയറിയിട്ടുള്ള ആൾക്കാരിൽ തന്നെ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് അവരെ കമാൻഡോസായിട്ട്, സോണ്ടർ കമാൻഡോസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ആൾക്കാരായിട്ട് ഇവർ മാറ്റിയെടുക്കും മെല്ലെ. എന്നിട്ട് ഇവരെ കൊണ്ടാണ് ഈ പരിപാടികൾ ഫുള്ള് ചെയ്യുക. ഇപ്പോൾ ഈ ആൾക്കാരെ ഫുള്ളായിട്ട് കൊല്ലും. ഈ കൊല്ലാൻ വേണ്ടി കയറ്റുന്ന സമയത്ത് ഇവരുടെ ഡ്രസ്സ് മുഴുവൻ അഴിച്ചിടും. സോ ഇവർ വന്നിട്ടുള്ള ഇവരുടെ അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ ലഗേജ് ഫുൾ സെഗ്രിഗേറ്റ് ചെയ്യണം. അതിൽ തന്നെ പൈസകളുണ്ടാവും, ഗോൾഡ് ഉണ്ടാവും, വാച്ച് ഉണ്ടാവും, ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യണം. ഇവരുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് റീസൈക്കിൾ ചെയ്ത് വേറെ ആൾക്കാർക്ക് അടുത്ത് കൊടുക്കും. ഇങ്ങനെ പിന്നെ ഇവരെല്ലാം തന്നെ കൊല്ലണം. ഗ്യാസ് ചേമ്പറിൽ കയറ്റിയിട്ട് ഇവരുടെ ഡെഡ് ബോഡി മുഴുവൻ കത്തിക്കണം. ഇതൊക്കെ ചെയ്യേണ്ടത് ഈ സോണ്ടർ കമാൻഡോസാണ്. ഇങ്ങനെയുള്ള സോണ്ടർ കമാൻഡോസിൽ ഒരാൾക്ക് പരിചയമുള്ള ഒരു ആൺകുട്ടി ഇതേപോലെ ഒരു ക്യാമ്പിൽ വന്ന് പെടുമ്പോൾ, ആ കുട്ടി മരിച്ചു കഴിയുമ്പോൾ ആ കുട്ടീനെ ഒന്ന് സംസ്കരിക്കണം. അത്ര ഉള്ള അയാൾക്ക് വേണ്ടത്. പക്ഷെ പറ്റൂല, സമ്മതിക്കില്ല, കത്തിക്കണം. അതാണ് അവരുടെ മെയിൻ പ്ലാൻ. ഇത് അങ്ങനെ മൂപ്പർ ആരെങ്കിലും ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവരെ അപ്പം തീർക്കും. ഈ സോണ്ടർ കമാൻഡോസിൽ ഒരാളായി ഈ കുട്ടീനെ എടുത്ത് ഒരു സംസ്കരിക്കാൻ നോക്കുന്ന കുറേ കാര്യങ്ങളാണ് ആ ഒരു പടത്തിൽ നമുക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ബ്രൂട്ടാലിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഹോളോകോസ്റ്റിൻ്റെ എല്ലാ ഇവൻറ്റ്സും ഇതിൽ നമുക്ക് കാണിച്ചു തരും. ഇങ്ങേരുടെ പെർസ്പെക്റ്റീവിലൂടെ, ഇങ്ങേരുടെ ഒരു കാഴ്ചപ്പാടിലും. ഇതിൻ്റെ ക്യാമറ മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ചങ്ങായിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് കാണിക്കുക. ഇവർക്ക് എന്ത് നടക്കുമെന്ന് നമുക്ക് കാണിക്കില്ല. പക്ഷേ ആ ഹൊറിഫൈങ് സീനുണ്ടല്ലോ, നമുക്ക് അതേപോലെ നമുക്ക് കിട്ടും. അതിൻ്റെ ആ ഒരു പ്രോപ്പർ ഇൻറ്റൻസിറ്റി നമുക്ക് അതേപോലെ കിട്ടും. ഈ സിനിമയിൽ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സോണ്ടർ കമാൻഡോസ് ഒരിക്കൽ
ഒരു ക്യാമ്പിൽ വെച്ച് ഇവർ തമ്മിലൊരു റിബല്യൻ നടന്നു. അതായത് അവിടെ ഉണ്ടായിരുന്ന ജർമ്മൻ ആൾക്കാരുടെ കുറച്ച് തോക്കുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവർ തന്നെ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു റിബല്യൻ, ആ റിബല്യൻ്റെ ഇടയ്ക്കാണ് ഈ പരിപാടി ഈ ചങ്ങായി നടത്തുന്നത്. സോ ഈ സോണ്ടർ കമാൻഡേഴ്സിൻ്റെ ഒരു റിബല്യണും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പാരലി ഈ ഒരു സംസ്കരണം കൂടി ഉള്ള കാര്യം ഈ പടത്തിൽ നടത്തുന്നുണ്ടായിരുന്നു. അതാണ് സൺ ഓഫ് സോൾ എന്ന് പറഞ്ഞ പടം. ദെൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു പടമാണ് ദി ബോയ് ഇൻ ദ സ്ട്രിപ്റ്റ് പൈജാമാസ്. ഇത് രണ്ട് കുട്ടികൾ തമ്മിലുള്ള, അതായത് ഈ ക്യാമ്പിനകത്ത് പെട്ട ഒരു ജൂത കുട്ടിയും ചെറിയ കുട്ടിയും അതേ പ്രായത്തിലുള്ള ഒരു ജർമ്മൻ കുട്ടിയും ഈ ക്യാമ്പിലേക്ക് ജോലിക്കായിട്ട് വരുന്ന ഒരു ജർമ്മൻ മിലിറ്ററി ഓഫീസർ, അയാളുടെ ഭാര്യയും മകനുമായിട്ട് വരും. സോ ഈ മകൻ ഈ ക്യാമ്പിൻ്റെ അടുത്താണ് ഇവരുടെ വീട്. സോ ഇവർ രണ്ടുപേരും കൂടി ഈ ഒരു ക്യാമ്പിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് മെല്ലെ മെല്ലെ ഓരോ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതും അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. സോ ഹോണ്ടിങ് എന്ന് പറഞ്ഞാൽ സോ ഹോണ്ടിങ്. നമുക്കറിയാം ഇത് എങ്ങോട്ടാ പോകണമെന്ന് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ആ ഒരു ഇവൻസും ഇതിൻ്റെ ആ ഒരു ബ്രൂട്ടാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ രണ്ട് കുട്ടികളാണ്, അവർക്ക് അറിയില്ല, കുട്ടികൾക്ക് അറിയില്ല, ഈ ഇതിനകത്തുള്ള ഈ കുട്ടിക്കും അറിയില്ല, ഈ പുറത്തുള്ള ഈ കുട്ടിക്കും അറിയില്ല ഇതിനകത്ത് എന്താ നടക്കണമെന്നുള്ളത്. അവരിങ്ങനെ അവരുടെ ലൈഫ് സെപ്പറേറ്റ്ലി അതൊരു പാരൽ ലൈഫാണ്. പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ ഒരു റിയാലിറ്റിയിലേക്ക് അവർ അടുക്കും. അത് ആ സംഭവം ഉണ്ടല്ലോ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് ദിവസത്തേക്ക് അതിൽ ഇങ്ങനെ സ്റ്റക്കായി പോകും. ആ രീതിയിലുള്ളൊരു പടമാണ്. പിന്നെ ഇതേപോലെ തന്നെ ദി ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഇതൊരു ക്ലാസിക് പടമാണ്. ഇതുപോലെ ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ പേര് രക്ഷപ്പെടാൻ നോക്കിയൊരു പ്ലാനാണ്. ദെൻ ഓഷുട്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ദെൻ ദി ഫോട്ടോഗ്രാഫർ ഓഫ് മാറ്റ്യൂസൺ, പിന്നെ ദി വേൾഡ് വിൽ ട്രംബിൾ, പിന്നെ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ, പിന്നെ ദി പിയാനിസ്റ്റും ബ്രൂട്ടലിസ്റ്റ്. ഇതൊക്കെ തന്നെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ്സിന് ബേസ് ചെയ്ത് ഇറക്കിയിട്ടുള്ള പടങ്ങൾ. ഇപ്പോൾ പിയാനിസ്റ്റിലും ബ്രൂട്ടലിസ്റ്റിലൊക്കെ ഈ ക്യാമ്പിൽ നിന്ന് സർവൈവ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ ലൈഫ് ഇസ് ബ്യൂട്ടിഫുള്ളും അതുപോലെ തന്നെ അതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ നോക്കുന്ന കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ അവരുടെ ആ ഒരു പാസ്റ്റിനെ അവർ ഹോണ്ട് ചെയ്യുന്നതും. ഇപ്പോൾ ബ്രൂട്ടലിസ്റ്റൊക്കെ റീസെൻ്റ്ലി ഇറങ്ങിയ പടമാണ് നമ്മുടെ ആഡ്രിയൻ ബ്രോഡിയുടെ. ഇങ്ങനെ തന്നെയാണ് ഈ പിയാനിസ്റ്റും. ഇത് രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. സോ ഈ ക്യാമ്പിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോയിട്ട് പിന്നെ ഇതുപോലെ തന്നെ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. നമ്മുടെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഐ തിങ്ക് 24-23 എന്തോ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിമിന് ഓസ്കാർ കിട്ടിയിട്ടുള്ള പടമാണ്. അന്യായ പടം. ഈ പടത്തിലും ഇതേ സംഭവം തന്നെയാണ്. നമ്മുടെ ഈ ബോയ് ഇൻ ദ സ്ട്രിപ്റ്റ് പൈജാമാസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ക്യാമ്പിൻ്റെ അപ്പുറത്ത് ഈ ക്യാമ്പ് ഉണ്ടല്ലോ, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്, ഈ ഓഷ്വിറ്റ്സിലെ ക്യാമ്പ് പോലെ തന്നെയുള്ള വേറെ ക്യാമ്പ്, ഈ ക്യാമ്പിൻ്റെ പുറത്ത് താമസിക്കുന്ന വേറൊരു ജർമ്മൻ ഫാമിലി. ഇവർ ഭയങ്കര ആഡംബരമായിട്ട് അവരുടെ പാരലൽ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലുള്ള അടുത്ത പ്ലാനുകളൊക്കെ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്യുന്നു. അവരുടെ ലൈഫ് ഇനി അടുത്ത് എന്താവും എന്നുള്ള ഒരു ടേൺ ഓഫ് ഇവൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അപ്പുറത്ത് കൂട്ടമരണങ്ങളാണ്. നമുക്ക് ഈ പടത്തിൽ ഈ ആൾക്കാരുടെ നിലവിളിയും ഈ കത്തിക്കുന്നതിൻ്റെ സൗണ്ടും ഈ ഫുൾ ടൈം നമുക്കൊരു ബസ്സിങ് സൗണ്ട് കിട്ടും. അപ്പോൾ ഇവർ ഈ ജനൽ തുറന്നാൽ നമുക്ക് ഈ സൗണ്ട് കേൾക്കും. ജനൽ തുറന്നാൽ ഇവർക്ക് ഇടയ്ക്ക് ചാരം വരും. ഇപ്പോൾ നമ്മൾ ഈ പൊടി വന്നിട്ട് അടയ്ക്കുന്ന പോലെ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ വീടിൻ്റെ ജനൽ തുറന്നാൽ നമുക്ക് വരുന്ന ചാരം അപ്പുറത്തെ ആൾക്കാരും മനുഷ്യർ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധനം നമുക്ക് ഇത് മനസ്സിലാക്കിയിട്ട് കാണുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് അതിൻ്റെ ഒരു ബ്രൂട്ടാലിറ്റി എന്താണ്, എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്രയും ക്രൂരമാവാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയൊക്കെ ആലോചിച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ, അതായത് ഒന്നോ രണ്ടോ ആളല്ല, അതവിടെ നോർമലൈസ്ഡ് ആണ്. അവരങ്ങനെയാണ് ജീവിക്കുന്നത്. അവിടെ ആൾക്കാർ ചാവുണ്ട്, നമ്മളിവിടെ നമ്മൾ രാവിലെ അടിച്ചു വരില്ലേ, മുറ്റടിച്ച് വരാൻ ചിലപ്പോൾ ഇവരുടെ ചാരമായിരിക്കും ഡെയിലി നമ്മൾ അടിച്ചു വരി കളയുക. ഒന്ന് ആലോചിച്ചാൽ ആ ഒരു ടൈം പീരീഡിനെ പറ്റി. ഇങ്ങനെ ഹോളോകോസ്റ്റിനെ പറ്റിയുള്ള സിനിമകൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. വേൾഡ് വാറിനെ ബേസ് ചെയ്ത് അത് ഇങ്ങനൊരു സിറ്റുവേഷൻ ലോകത്ത് വേറെ ആരും ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടാവില്ല. കാരണം മനുഷ്യ മനസാക്ഷിയെ തന്നെ മരവിപ്പിച്ച ഒരു സംഭവങ്ങളിലൊന്നാണ് ഈ ഹോളോകോസ്റ്റ്. ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ്സിൽ ഇതേപോലെ കുറേ ആൾക്കാർ ഈ ഒരു ത്രൂ ഔട്ട് ഒരു വേൾഡ് വാർ നടക്കുന്ന എല്ലാ ടൈമിലും പെട്ടിട്ടുണ്ട്. ഈ വേൾഡ് വാറിൽ ബേസ് ചെയ്തിട്ടുള്ള മറ്റു സിനിമകളിലേക്ക് പോയാൽ ഹോളോകോസ്റ്റ് മാറ്റി വെച്ചാൽ ഹോളോകോസ്റ്റ് എന്തായാലും കണ്ടിരിക്കണം. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഒരു 39 ഇവർ പോളണ്ട് അറ്റാക്ക് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞു, ഈ ജർമ്മനിയിൽ നിന്ന് പോളണ്ടിലേക്ക് രക്ഷപ്പെട്ടു പോയ കുറേ ആൾക്കാരുണ്ട്. അവിടെ പെട്ടെന്ന് തന്നെ ഈ ഉള്ള റഷ്യൻ ആർമി ഒരു സൈഡിൽ കൂടെയും ജർമ്മൻ ആർമി ഒരു സൈഡിൽ കൂടെയും കൂടിയുള്ള അറ്റാക്ക് തുടങ്ങിയ സമയത്ത് പോളണ്ടിലുള്ള ആൾക്കാരുടെ ലൈഫ് എങ്ങനെയാണ് മാറി മറിഞ്ഞത് എന്ന് കാണിക്കുന്നൊരു സിനിമയാണ് നമ്മുടെ സൂ കീപ്പേഴ്സ് വൈഫ്സ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതിലിപ്പോൾ മനുഷ്യന്മാരെ മാത്രമല്ല ഒരു മൃഗങ്ങളെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അത് പ്രശ്നം ഉണ്ടാവും എന്നുള്ളതിൻ്റെ എല്ലാ വശങ്ങളും കാണിക്കുന്നൊരു പടം. ദെൻ ഭയങ്കര ഫേമസ് ആയിട്ട് നമ്മുടെ ടറന്റിനോയുടെ ഇൻഗ്ലോറിയസ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പടം. ഇത് ഡയറക്റ്റ്ലി ഒരു ഫിക്ഷണൽ പടമാണ്, വേൾഡ് വാറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിക്ഷണൽ പടമാണ്. പക്ഷേ ഈ ജൂ ഹണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, അതായത് പോളണ്ടിൽ ആരൊക്കെയാണ് ജൂതന്മാരായിട്ടുള്ളത്
അവരെല്ലാം തന്നെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ടാർഗറ്റഡ് മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ട്. സോ ഇവർ കാരണം ഒരു ജൂ ഹണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് ആൾക്കാർ നോക്കുന്നതും ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഈ ജൂ ഹണ്ടേഴ്സ് ആയിട്ടുള്ള ഈ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ കമാൻഡോസ് വരുന്നതും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈ ഒരു ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പടം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഈ ജൂ ഹണ്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരു പെൺകുട്ടി ആളൊരു റിവെഞ്ച് ചെയ്യാൻ നോക്കുന്നു. അങ്ങനത്തെ ടോട്ടലി ഫിക്ഷണലായിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഭയങ്കര ഒരു ഗംഭീര പടമാണ്. ഇതിൽ ഒരു ഒരു ബാറിനകത്തുള്ളൊരു സീനുണ്ട്. ടറന്റിനോയുടെ എല്ലാ പടത്തിലും ഉണ്ടാകുന്ന സാധനം തന്നെ, അത് ടെൻഷൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് മനസ്സിലാക്കി കാണാം. അതായത് ഈ ഇങ്ങനെ വേഷം മാറി വന്നിട്ടുള്ള നമ്മുടെ ഈ ബ്രിട്ടീഷ് അല്ലെങ്കിൽ അമേരിക്കൻ സോൾജേഴ്സും ഈ ഒരു ജർമ്മൻ സോൾജേഴ്സും അവിടെ ഉണ്ട്. ഒരുമിച്ച് കൂടി ഒരു അണ്ടർഗ്രൗണ്ട് ബാറിനകത്ത് ഇരുന്ന് കുടിക്കുന്നു, അതിനെ ചുറ്റിപ്പറ്റിയിട്ട് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പൊട്ടാന്നൊക്കെ പറയുന്നു. ഭയങ്കര മാരക ടെൻഷൻ ക്രിയേറ്റിംഗ് സീനൊക്കെ ഉള്ളൊരു പടമാണ് ഈ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ്. ഇത് ഡയറക്റ്റ്ലി ഒരു വേൾഡ് വാറിനെ ഡിപ്പെക്റ്റ് ചെയ്യുന്ന റിയൽ ലൈഫ് കാര്യങ്ങളല്ല, ഫിക്ഷണൽ കാര്യങ്ങൾ മാത്രമാണ് ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ്. ഇനി ഈ പറഞ്ഞ പോലെ ഒരു പോളണ്ട് ആക്രമണത്തിലെ ഭാഗമായിട്ട് ആൻഡ്രി വഡ്ജ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ ഒരു ട്രയോളജി ഉണ്ട്. ഒരു 3 പടങ്ങളുണ്ട്, കുറച്ച് പഴയ പടങ്ങളാണ്. ജനറേഷൻ, പിന്നെ കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്, ഇതെല്ലാം തന്നെ ഒരു സീരീസ് ഓഫ് പടങ്ങളാണെന്ന് പറയും. ഒരു ലിനിയർ ആയിട്ട് ഒരു പ്രോപ്പർ ക്രോണോളജിയിലായിരിക്കും ഇതിൻ്റെ കഥകൾ പോകുക. ഇതേപോലെ പോളണ്ട് ആക്രമണത്തിൽ ബേസ് ചെയ്ത് യൂറോപ്പ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ദെൻ ജോജോ റാബിറ്റ് ഉണ്ട്. ഇത് ഈ പോളണ്ട് ആക്രമണം ബേസ് ചെയ്ത സാധനമല്ല, ഈ പറഞ്ഞ പോലെ ഹിറ്റ്ലറിൻ്റെ പറഞ്ഞ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ പറഞ്ഞില്ല, അതേപോലെ ഒരു ഫിക്ഷണലൈസ്ഡ് സാധനമാണ് ഈ ഒരു ടൈക്ക വൈറ്റിറ്റിയുടെ ഈ ഒരു പടം. അതിൽ മൂപ്പർ തന്നെയാണ് ഹിറ്റ്ലറായിട്ട് വരുന്നത്. ദെൻ ഈ പറഞ്ഞ പോലെ പോളണ്ടിനെ ജർമ്മനി ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഡയറക്റ്റ്ലി ബ്രിട്ടൻ യുദ്ധത്തിനായിട്ട് ഇറങ്ങി. അപ്പോൾ ബ്രിട്ടൻ യുദ്ധത്തിന് ഇറങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നൊരു പടമാണ് ഡാർക്കസ്റ്റ് അവർ. നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി. സോ ആളുടെ ഒരു ഡിസിഷൻ ഉണ്ട്. ആ ഡിസിഷൻ വേൾഡിനെ മുഴുവനായിട്ട് മറയ്ക്കാൻ പോകുന്നൊരു ഡിസിഷനാണ്. കൈയും കെട്ടി നിൽക്കണം, അത് യുദ്ധത്തിന് ഇറങ്ങണം എന്നുള്ളത്. സോ ഇറങ്ങുമല്ലോ എന്ന് തീരുമാനിക്കുന്ന സാധനമാണ് ഡാർക്കസ്റ്റ് അവർ. നമുക്ക് ഇറങ്ങും എന്നുള്ളത്. അങ്ങനെ ഒരു 1940s ടൈമിൽ ഇപ്പോൾ പോളണ്ടിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ജർമ്മനി മറ്റ് രാജ്യങ്ങളായ ഇപ്പോൾ നോർവേയും ബാക്കിയുള്ള തൊട്ടടുത്ത് കിടക്കുന്ന ബെൽജിയം ഒക്കെ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഈ ബ്രിട്ടൻ ആർമി കംപ്ലീറ്റ്ലി അവരുടെ ആർമീനെ ഫുൾ ഇങ്ങോട്ടേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഫ്രാൻസിലേക്ക്. സോ ഫ്രാൻസിൽ കൂടെ ഇവർ ജർമ്മനിയിലേക്ക് അറ്റാക്ക് ചെയ്യാം, ജർമ്മനിയെ ഡിഫീറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഇവരുടെ പ്ലാൻ. നമ്മുടെ ജർമ്മനി അറ്റാക്ക് തുടങ്ങി. അവർ കഴിഞ്ഞ വേൾഡ് വാറിൽ എങ്ങനെയാണോ ചെയ്ത് അതേപോലെ തന്നെ ബെൽജിയത്തിന് അറ്റാക്ക് ചെയ്ത്, ഡയറക്റ്റ്ലി ഫ്രാൻസിനെ അറ്റാക്ക് ചെയ്യാതെ ബെൽജിയത്തിന് അറ്റാക്ക് ചെയ്ത്, ന്യൂട്രലായി കിടക്കുന്ന ബെൽജിയം കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വേൾഡ് വാറിൽ പറഞ്ഞ പോലെ തന്നെ അതിൽ അറ്റാക്ക് ചെയ്ത് ഡയറക്റ്റ്ലി കറങ്ങി വന്ന് ഫ്രാൻസിനെ അറ്റാക്ക് ചെയ്യുന്നൊക്കെ ആയിരുന്നു ഒരു പ്ലാൻ ഇവരുടെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർ പല വഴി കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. ഇവരാരും പ്രതീക്ഷിക്കാത്ത ഒരു ഭയങ്കര ഫോറസ്റ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കാട് പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ജർമ്മൻ ടാങ്ക്സിനൊന്നും കടന്നു വരാൻ പറ്റാത്ത എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വഴി, അതിൽ കൂടെയൊക്കെ ഇവർ ഇങ്ങോട്ട് അറ്റാക്ക് നടത്തി. സോ ഇങ്ങനെ വന്ന സമയത്ത് ജർമ്മനുകാർ ഫുള്ളായിട്ട് ഫ്രാൻസിനെ അങ്ങോട്ട് വളഞ്ഞു. ഫ്രാൻസിലുള്ള ഫ്രഞ്ച് ആൻഡ് ഈ പറഞ്ഞ ബ്രിട്ടീഷ് ആർമി ജർമ്മനുകാരുടെ കയ്യിലങ്ങോട്ട് പെട്ടു. ഇങ്ങനെ ഈ ജർമ്മൻകാർ ഇവരിങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് ഡൺകിർക്ക് എന്ന് പറഞ്ഞ ഒരു പോർട്ടിൽ കൊണ്ട്, ആ ഒരു ബീച്ചിൽ കൊണ്ട് എത്തിച്ചു. ഈ ഡൺകിർക്ക് പടം നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ ഇവർ എല്ലാ വശത്തിലും ചുറ്റിലും സറൗണ്ടഡ് ആണ് ഈ ഒരു മറ്റേ ഫ്രഞ്ച് ആൻഡ് ബ്രിട്ടീഷ് ആർമി എന്ന് പറയാം. ചുറ്റിലും ജർമ്മനുകാരുണ്ട്, തൊട്ടപ്പുറത്ത് കടലും, ഒരു രക്ഷയില്ല. കുറച്ചും കൂടി ഒന്ന് അറ്റാക്ക് ചെയ്തേ കഴിഞ്ഞു, തീർന്നു, ഇവരുടെ പരിപാടി തീർന്നു. ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഓപ്പറേഷൻ ഡൈനോമോ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ, നമ്മുടെ ഒരു ബ്രിട്ടീഷുകാർ അവർ ബ്രിട്ടൻ ആർമിയെ അവർ തോറ്റു, യുദ്ധത്തിൽ അവർ തോറ്റു. ഇവർ വന്നത് ഫുള്ള് തിരിച്ചു, അതേപോലെ തന്നെ നമുക്ക് ഇവർ തിരിച്ചു പോകണം. ഇവിടെ അവർ ആർമീനെ കംപ്ലീറ്റ്ലി ഇറക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 ലക്ഷത്തോളം ആർമിക്കാർ അവിടെ പെട്ട് കിടക്കുന്നുണ്ട്. സോ ഇവരെ ഫുള്ളായിട്ട് തിരിച്ച് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ഡൈനോമോ എന്ന് പറഞ്ഞൊരു ഇവരൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. സോ എയർഫോഴ്സിൻ്റെ അല്ലെങ്കിൽ എയർ സപ്പോർട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ നേവൽ സപ്പോർട്ടും then ഈ പറഞ്ഞ അവിടെ ഗ്രൗണ്ട് സപ്പോർട്ടിലുള്ള ആൾക്കാർ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവർ വന്ന രീതിക്കല്ല ഇവർ തിരിച്ചു പോകുന്നത്. വന്നത് വലിയ പ്രൗഡി ആയിട്ട് വലിയ മെഷീനറിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നതെങ്കിലും ഇവർ തിരിച്ചു പോകുമ്പോൾ ഇവരൊന്നുമില്ല. ഇവർ ഓടി രക്ഷപ്പെട്ട് യുദ്ധത്തിൽ തോറ്റ് രക്ഷപ്പെട്ട് ഓടുകയാണ് ഈ ഒരു ബ്രിട്ടീഷ് ആർമി മുഴുവൻ. സോ അങ്ങനെയുള്ള സമയത്ത് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരുടെ കയ്യിലുള്ള ബ്രിട്ടനുകാരുടെ കയ്യിലുള്ള നേവിക്കൊന്നും തീരെ പറ്റാതെ വരുന്ന അവസ്ഥയിൽ ബ്രിട്ടനിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾ അവരുടെ കയ്യിലുള്ള കുഞ്ഞു കപ്പലുകളും ബോട്ടുകളും വഞ്ചികളൊക്കെ എടുത്ത് അതിൽ കൂടെ ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരുന്നു ഒരു ഓപ്പറേഷൻ ഡൈനോമോ. അങ്ങനെ 3 ലക്ഷത്തോളം ബ്രിട്ടീഷ് സോൾജേഴ്സിനെ ഇവർ തിരിച്ച് അങ്ങോട്ടേക്ക് എത്തിച്ചു. ഈ ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഇതൊരു ഒരു ദിവസം കൊണ്ടൊന്നല്ല, കുറേ ദിവസങ്ങളെടുത്ത് നടന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ ഒരു ഓപ്പറേഷൻ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ലായിരുന്നെങ്കിൽ അന്ന് തീർന്നതിനെ ഈ ഒരു ബ്രിട്ടീഷ് ആർമി മുഴുവനായിട്ട് ഒരു ലോക ചരിത്രം തന്നെ മാറിയിട്ടുണ്ടാവും ഒരു പക്ഷേ ഇതിനെ പറ്റിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള വേറെ കുറേ കാര്യങ്ങൾ, ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊരു പടമാണ് നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ ഡൺകിർക്ക്. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എയർ സപ്പോർട്ട് ഉണ്ട് നമുക്ക്, ടോം ഹാർഡിയുടെ എയർ സപ്പോർട്ട് നമുക്ക്, അതായത് 3 തലങ്ങളിൽ കൂടെ ആ ഒരു പടം കാണിക്കുക.
ഈ ഒരു നേവൽ സൈഡിൽ കൂടെയും ദെൻ ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഫ്രഞ്ച് സോൾജറിൻ്റെ സൈഡിൽ കൂടെ എല്ലാ സൈഡിൽ കൂടെ ഉള്ള ഒരു 3 പെർസ്പെക്റ്റീവ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു പടമായിരുന്നു. അങ്ങനെ ചേഞ്ച് ചെയ്ത് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടൊക്കെ കാണിക്കുന്ന ഒരു പടമാണ്. അസാധ്യ പടമാണ്. വൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമായിരുന്നു ഡൺകിർക്ക്. സോ ഇതാണ് ആ ഇൻസിഡൻറ്റ്, ഓപ്പറേഷൻ ഡൈനാമോ എന്ന് പറയും. സോ ഇതിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ എന്നല്ല, ഈ സമയത്ത് ഓൾറെഡി ഈ ജർമ്മൻ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതിനെ പറ്റിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് ജർമ്മനുകാർക്ക് വേണമെങ്കിൽ ഈ ഒരു യുദ്ധം തീർക്കായിരുന്നു അവിടെ. ഇവർക്ക് ഡയറക്റ്റ്ലി കയറിയിട്ട് ഈ ഒരു ബ്രിട്ടനുകാർ മുഴുവനായിട്ട് അറ്റാക്ക് ചെയ്യായിരുന്നു. പക്ഷേ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അവരന്ന് ആ യുദ്ധത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഡൺകിർക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ ഒരു ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് ആർമി മുഴുവനായിട്ട് എക്സ്റ്റർമിൻ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണങ്ങളിലൊന്ന്, ഒരു സൈഡ് പറയുന്നത് ഇപ്പോൾ ജർമ്മൻ ടാങ്കുകൾക്ക് അങ്ങോട്ട് കിടക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അവർ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മടിപ്പെട്ട് പോയിട്ട് അവർ കുടുങ്ങിപ്പോയാലോ എന്ന് പേടിച്ചിട്ട് ഹിറ്റ്ലർ വേണ്ടാന്ന് പറഞ്ഞാണെന്ന് ഒരു സൈഡ് പറയുന്നുണ്ട്. വേറൊരു സൈഡിൽ ഈ ഹിറ്റ്ലറിൻ്റെ വലം കൈയായിട്ടുള്ള ആളുണ്ട്, ഹിംലറുണ്ട്, ഇതേപോലെ തന്നെ പിന്നെ ഗോറിങ് ഉണ്ട്. ഈ ഗോറിങ് ഒക്കെ നമുക്ക് അവസാനം മറ്റേ നുറംബർഗ് പടമൊക്കെ വരെ നമുക്ക് പറയാം ആരൊക്കെയാണ്. ഗോറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജർമ്മൻ എയർ ഡിഫൻസ് അല്ല, മറ്റേ എയർഫോഴ്സ് ഉണ്ടല്ലോ, ജർമ്മൻ എയർഫോഴ്സ്, ലിഫ്റ്റ് വാഫ എന്ന് പറയും, അതിൻ്റെ മെയിൻ കമാൻഡറാണ്, അല്ലെങ്കിൽ അത് മെയിൻ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. ആൾ പറഞ്ഞു ഇതുപോലെ ടാങ്ക്സ് വരുത്തണ്ട, നമുക്ക് ഡയറക്റ്റായിട്ട് ഫ്ലൈറ്റിൽ കൂടെ ബോംബിട്ട് അവർ സ്ഥലം ഫുള്ളായിട്ട് ബോംബിട്ട് വരിക, അല്ലെങ്കിൽ വെടിവെച്ചിട്ടൊക്കെ ആൾക്കാരെ കൊല്ലാം എന്നുള്ള അതിൻ്റെ ഇടയിൽ വെടിവെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡൺകിർക്ക് പടത്തിൻ്റെ ഓപ്പണിംഗ് സീക്വൻസുകളിലൊക്കെ കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ അവരെല്ലാവരും കൊല്ലാമെന്നുള്ളൊരു പ്ലാനും ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഒരു ഇനീഷ്യൽ പ്ലാൻ എന്ന് പറയുക. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ആ ഒരു പരിപാടി മുഴുവനായിട്ട് നടത്താൻ പറ്റിയില്ല. അതിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. അതിപ്പോഴും ഒരു കോൺട്രിബ്യൂസി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവരവിടെ വെറുതെ വിട്ടു എന്നുള്ള കാര്യം, കാരണം അവർക്കന്ന് തീർക്കായിരുന്നു. സോ അതൊരു വലിയ കോൺട്രിബ്യൂസിയാണ്. പക്ഷേ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ബ്രിട്ടൻ ആൾക്കാർ ഫുള്ള് തിരിച്ച് നാട്ടിലേക്ക് എത്തിയത്, ജീവനം കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തിയത്. തിരിച്ചൊരു വേവ് വരാൻ, ഈ ഒരു യുദ്ധം ഇവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, യുദ്ധത്തിൽ ജയിക്കാൻ അന്നത്തെ അവർ ഈ ഒരു പറയുന്ന ഓപ്പറേഷൻ ഡൈനാമോ അവർ വളരെയധികം സഹായിച്ചു. അങ്ങനെ ഈ ബ്രിട്ടീഷ് ആർമിയും കൂടി അവിടെ നിന്ന് പോയതോടെ ഫ്രാൻസ് വീണു. ഫ്രാൻസ് കംപ്ലീറ്റ്ലി ജർമ്മനിയുടെ കയ്യിലായി. ഒരു നാട് ഫുൾ അവർ ഏറ്റെടുത്തു. അവർക്ക് പണ്ട് മുതലേ ഒരു കുടിപ്പക ഉണ്ടായിരുന്നു ഫ്രാൻസ് കിട്ടണം എന്നുള്ളത്. ഫസ്റ്റ് വേൾഡ് വാർക്ക് ഇവർക്ക് പറ്റിയില്ല. സെക്കൻഡ് വേൾഡ് വാറിൽ ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചെടുക്കാൻ പറ്റി. ഏകദേശം ഒട്ടുമിക്ക എല്ലാ യൂറോപ്യൻ സ്ഥലങ്ങളും മുഴുവനായിട്ട് ജർമ്മനി പിടിച്ചടക്കിയെന്ന് തന്നെ പറയാം. ഈ ഒരു ഫ്രാൻസിലെ ഈഫിൽ ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഹിറ്റ്ലറിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള സാധനമാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചില ഗെയിംസ് ഞാൻ പറഞ്ഞു, ചില കോൾ ഓഫ് ഡ്യൂട്ടിയുടെ വേൾഡ് വാർ 2 എന്ന് പറഞ്ഞ ഗെയിംസ്, ബാറ്റിൽ ഫീൽഡിൻ്റെ 5 എന്ന് പറഞ്ഞ ഗെയിം, ഞാൻ ഓൾറെഡി 1 ഞാൻ മറ്റേ വേൾഡ് വാർ 1 പറഞ്ഞ പോലെ തന്നെ 5 എന്ന് പറഞ്ഞ ഗെയിമൊക്കെ തന്നെ ഈ പറഞ്ഞ ഈ ഒരു ജർമ്മൻ, ഫ്രഞ്ച്, ബ്രിട്ടൻ ആ ഒരു യുദ്ധത്തിൽ കറക്റ്റായിട്ട് കാണിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഫ്രാൻസിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന കുറേ ഗെയിംസാണ്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും. ഒരു ടോട്ടാലിറ്റി നിങ്ങൾക്ക് കിട്ടും. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ബ്രിട്ടൻ അങ്ങോട്ട് എക്സ്കേവേറ്റ് ചെയ്ത് പോയി, ഫ്രാൻസ് മാത്രം ഇവിടെ വീണു. ഇപ്പോൾ കംപ്ലീറ്റ്ലി യൂറോപ്പിനെ കൺട്രോൾ കിട്ടി. ഇനിയിപ്പോൾ ഹിറ്റ്ലർ നോക്കിയ സമയത്ത് ഇങ്ങൾക്ക് ഏകദേശം യൂറോപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി. യൂറോപ്പ് ഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി എന്ത് കൂടി വേണം? ബ്രിട്ടൻ കൂടി വേണം. ബ്രിട്ടൻ ഓൾറെഡി ഇവിടുന്ന് ഓടിപ്പോയ ആൾക്കാരാണ്. സോ ബ്രിട്ടനെ ഡയറക്റ്റായിട്ട് പോയിട്ട് ഇവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അവരുടെ കയ്യിൽ ഈ റോയൽ എയർഫോഴ്സ് ഉണ്ട്, റോയൽ ബ്രിട്ടീഷ് എയർഫോഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ബ്രിട്ടൻ്റെ. ബ്രിട്ടൻ അത് ഫുള്ളായിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ ഡൺകിർക്കിൽ ബ്രിട്ടീഷുകാർക്ക് പറ്റിയിട്ടുള്ള മെയിൻ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഇവിടുന്ന് പോയ സമയത്ത് ഇവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ ആർട്ടിലറി, ടാങ്കുകളും ഇവരുടെ പഴയ വെപ്പണറികളും ഒക്കെ തന്നെ ഇവർക്ക് ഈ കടപ്പുറത്ത് ഇട്ടിട്ട് പോകേണ്ടി വന്നു. ഇവർക്ക് ഈ ഫ്രാൻസിൻ്റെ തീരത്തിട്ടിട്ട് പോകേണ്ടി വന്നു. ഇതൊക്കെ ഇപ്പോൾ ജർമ്മനിക്കാരുടെ കയ്യിലാണ്, അവരുടെ കയ്യിൽ ഇപ്പോൾ. പക്ഷേ കൂടുതലായിട്ടും ബ്രിട്ടൻ്റെ കയ്യിൽ എയർഫോഴ്സ് ഉണ്ട്. ഇപ്പോൾ ബ്രിട്ടൻ കീഴടക്കുന്നതിന് മുമ്പ് റോയൽ എയർഫോഴ്സ് കംപ്ലീറ്റ്ലി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ജർമ്മൻ എയർഫോഴ്സ്, ജർമ്മൻ്റെ മറ്റേ ഞാൻ പറയില്ല ഗോറിങ്ങിൻ്റെ കീഴിലുള്ള ലുഫ്റ്റ് വാഫ എന്ന് പറയുന്ന അവർ ജർമ്മൻ എയർഫോഴ്സ് കംപ്ലീറ്റ്ലി അവിടെ പോയിട്ട് ബോംബിടാൻ തുടങ്ങി. ഈ ബ്രിട്ടനിലെ ലണ്ടനിൽ പോയിട്ട് ബോംബിടാൻ തുടങ്ങി. ലണ്ടൻ ഒരു കത്തി അങ്ങോട്ട് ഇല്ലാണ്ടായി എന്ന് പറയും. ഈ ഒരു ലണ്ടൻ ബോംബിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ കാണിക്കുന്നൊരു പടമാണ് ബ്ലിറ്റ്സ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഈ ഒരു ജർമ്മൻ അറ്റാക്ക് തുടങ്ങിയ സമയത്ത് അവിടെ നിന്ന് ഈ ഒരു ബോംബിങ്ങിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു അമ്മയുടെയും കുട്ടിയുടെയും കഥ പഠിക്കുന്നൊരു പടമാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ പറയേണ്ട വേറൊരു പടം കൂടി ഉണ്ട്, നമ്മുടെ ഇമിറ്റേഷൻ ഗെയിം. നമ്മുടെ ബെനഡിക്ട് കംബർബാച്ച് പ്രധാന വേഷത്തിലെത്തിയ മറ്റേ അലൻ ട്യൂറിങ്ങിൻ്റെ കഥ പറയുന്ന പടം. ഇതെന്താണെന്ന് വെച്ചാൽ, ഈ ജർമ്മനുകാർ എനിഗ്മ കോഡ് വെച്ചിട്ടായിരുന്നു ഇത്, അല്ലെങ്കിൽ എല്ലാവരുടെ സീക്രട്ട് മെസ്സേജസ് ഒക്കെ പാസ് ചെയ്തിട്ടുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഇവിടെ ഇപ്പുറത്ത് അറ്റാക്ക് നടക്കുന്നുണ്ട്, പക്ഷേ അതേ സമയത്ത് തന്നെ ബ്രിട്ടൻ്റെ വേറൊരു ഭാഗത്താണ് ഈ ഒരു കഥ നടക്കുന്നത്, അലൻ ട്യൂറിങ്ങിൻ്റെ കഥ നടക്കുന്നത്. ഈ 1940s ഭാഗത്ത് തന്നെയാണ്, ആ ഒരു ടൈം പീരീഡിൽ തന്നെയാണ് നടക്കുന്നതെന്ന് പറയാം. സോ ഈ ജർമ്മൻ എനിഗ്മ കോഡ്സ് ഇവർക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റിയാൽ, അതായത് ഇവർ സീക്രട്ട് മെസ്സേജസ് അയക്കുന്ന കാര്യങ്ങൾ ഫുള്ള് ഇവർക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റിയാൽ ഇവർക്ക് യുദ്ധത്തിൽ ജയിക്കാം, അല്ലെങ്കിൽ യുദ്ധത്തിന് ടൈം പീരീഡ് കുറയ്ക്കാം.
സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ് ഈ ഒരു ഇമിറ്റേഷൻ ഗെയിം. ഇവർ എനിഗ്മ കോഡിൻ്റെ ഒരു മെഷീൻ തന്നെ അലൻ ട്യൂറിങ് കണ്ടുപിടിക്കും. അതിൽ കൂടെ ഈ സീക്രട്ട് കോഡ്സ് കംപ്ലീറ്റ്ലി ഇവർക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു യുദ്ധത്തിൽ അറൗണ്ട് ഒരു 2 കൊല്ലം മുമ്പ് വരെ ഈ യുദ്ധം ഇവർക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നത്. ഇവർ അടുത്തത് എവിടേക്ക് ഈ എനിഗ്മ കോഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് വേറെ പ്രശ്നമുണ്ട്. ഇത് ഈ കോഡ് കണ്ടുപിടിച്ചു എന്നുള്ളത് ജർമ്മനിക്കാർ അറിഞ്ഞാലും പ്രശ്നമാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അങ്ങനത്തെ ഒരു 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 വെറൈറ്റി പടമാണ് ഇമിറ്റേഷൻ ഗെയിം. നല്ല രസമുള്ളൊരു പടം തന്നെയാണ്, കണ്ടു നോക്കുക. ഇവർ എങ്ങനെയാണ് ഇത് എനിഗ്മ കോഡൊക്കെ ഒരു വാർ ഫ്രണ്ടിൽ നിൽക്കുന്ന സാധനമല്ല. യുദ്ധമൊക്കെ നമുക്ക് കാണിക്കുകയില്ല, പക്ഷേ യുദ്ധത്തിൽ ആൾക്കാരെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു കോഡ് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്തെടുത്തത്, അലൻ ട്യൂറിങ് എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണ് ഈ യുദ്ധത്തിൽ വലിയൊരു പങ്ക് വഹിച്ചത്, അത് കഴിഞ്ഞിട്ട് ആൾക്ക് എന്തൊക്കെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പടത്തിൽ കാണിക്കുന്നുണ്ട്. ഇമിറ്റേഷൻ ഗെയിമും കണ്ടു നോക്കുക. ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മുടെ ഇറ്റലി യുദ്ധത്തിന് ഇറങ്ങി അവർ കൂടുതലായിട്ട് മറ്റേ ആഫ്രിക്ക സൈഡിലൊക്കെ തന്നെയാണ് കൂടുതലും മറ്റേ സ്യൂസ് കനാൽ ബേസ്ഡ് സൈഡിലൊക്കെയാണ് കൂടുതലായിട്ട് യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ കൂടെ ഈ ബ്രിട്ടനുകാർക്ക് ഇറ്റലിക്കാരെയും നേരിടേണ്ടി വന്നു. പക്ഷേ ഡയറക്റ്റ്ലി ഈ ജർമ്മനിക്കാരുടെയുള്ള അറ്റാക്ക്, ഈ ലണ്ടനിലൊക്കെ ബോംബ് ചെയ്ത് ബ്രിട്ടനെ അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചെങ്കിലും ജർമ്മനിക്ക് അത് പറ്റിയില്ല. സോ ജർമ്മനി താൽക്കാലികമായിട്ട് ബ്രിട്ടനെ അറ്റാക്ക് ചെയ്യുന്നത് നിർത്തി. അവിടെ നിർത്തിയിട്ട് ഇവർ ഓപ്പറേഷൻ ബാർബറോസ എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് തിരിഞ്ഞു. അതായത് ഇവരുടെ നേരത്തെ ഒരു പാക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു റഷ്യേൻ്റെ അടുത്ത്. ഒരുമിച്ച് നമുക്ക് പോളണ്ടിനൊക്കെ കീഴടക്കാമെന്ന് പറഞ്ഞ് റഷ്യ ജർമ്മനി ഒരു പാക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാക്റ്റിനെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത്, സ്റ്റാലിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് ജർമ്മനി, റഷ്യക്കാർ പോലും ഒരു മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു സാധനം ഓപ്പറേഷൻ ബാർബറോസ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് കയറി ഇവർ റഷ്യനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു. ഇതാണ് ഹിറ്റ്ലർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഒരു സൈഡിൽ കൂടെ ബ്രിട്ടനെ അറ്റാക്ക് ചെയ്യണം, അതിൻ്റെ ഇടയിൽ കൂടെ റഷ്യനെ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ഡയറക്റ്റ്ലി റഷ്യനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇതിനെ ബേസ് ചെയ്തു. അപ്പോൾ റഷ്യയിൽ നടക്കുന്ന ഒരു കണ്ടിന്യൂസ് സീരീസ് സെറ്റ് ഓഫ് യുദ്ധങ്ങളുണ്ട്. ഇപ്പോൾ കം ആൻഡ് സീ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, കുറച്ച് പഴയ പടമാണ്, ഒരു 85 സമയത്തൊക്കെ ഇറങ്ങിയൊരു പടമാണ്. ഈ പറയുന്ന പോലെ അതൊരു സോവിയറ്റ് ബേസ്ഡ് പടമാണെന്ന് പറയും. ഒരു സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയിലുള്ള ഒരു ചെറിയ കുട്ടി, അതിൻ്റെ ഇടയിൽ ഈ ഒരു കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഈ ഒരു ജർമ്മനിക്കാർ വന്ന് നടത്തിയിട്ടുള്ള അട്രോസിറ്റീസും ഒക്കെ നേരിൽ കണ്ണുകൊണ്ട് കാണപ്പെടേണ്ട വരുന്ന ഒരു കുട്ടിയുടെ ലൈഫ് സ്റ്റോറിയാണ് നമുക്ക് ഈ പടത്തിൽ കാണിച്ചു തരിക. അപ്പോൾ ബേസിക്കലി ഹിറ്റ്ലർ എന്തിനാണ് ഇവർ ഡയറക്റ്റ്ലി സോവിയറ്റ് യൂണിയൻ അറ്റാക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് യൂറോപ്പ് മുഴുവൻ വേണം. മൂപ്പരുടെ മെയിൻ ഉദ്ദേശം തന്നെ അതായിരുന്നു. ഇനീഷ്യലി ഇപ്പോൾ ചെറിയ ഇതൊക്കെ ചതിയാണ്, ചതി, വെറും കൊടും ചതികളാണ്. മൂപ്പരിത് ആദ്യമായിട്ടൊന്നല്ല ഈ പരിപാടി ചെയ്യണത്. സോ ഈ റഷ്യൻ എണ്ണപ്പാടങ്ങൾ വേണം ഇവർക്ക്, ഇവരുടെ ആർമി എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, ഇവർക്ക് കൂടുതലായിട്ട് മറ്റ് രാജ്യങ്ങളൊക്കെ പിടിച്ചടക്കണമെങ്കിൽ, ഇവർക്ക് കൂടുതലായിട്ട് ഈ എണ്ണപ്പാടങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വേണ്ടതുകൊണ്ട്, കൂടുതൽ ടെറിട്ടറി വേണ്ടതുകൊണ്ടും ഒക്കെയാണ് ഡയറക്റ്റ്ലി റഷ്യയിലേക്ക് ഇങ്ങനെ അറ്റാക്ക് തുടങ്ങിയത് നമ്മുടെ ജർമ്മനി. പക്ഷേ അതൊരു വലിയ മണ്ടത്തരമായി എന്ന് പറയാം. കാരണം അത് ഇന്നോ നാളെയോ തീരാത്ത അത്രയും വലിയൊരു ടെറിട്ടറിയാണ്. അവർക്ക് 1-2 ദിവസം കൊണ്ട് ഒന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല, വർഷങ്ങളെടുത്താലും പിടിച്ചെടുക്കാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു അറ്റാക്കും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ജർമ്മൻ ആർമി ഇങ്ങനെ പോയിട്ട് ഇവർ ഈ റഷ്യയിലെ നമ്മുടെ മോസ്കോ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തെത്താറായി. ഇപ്പോൾ മോസ്കോ പിടിച്ചടക്കി. ഇപ്പോൾ ജർമ്മനിയിൽ ബെർലിനുള്ള പോലെ അതിൻ്റെ ക്യാപിറ്റൽ, അതുപോലെ തന്നെ മോസ്കോയിൽ അടുത്തെത്തി. ഇവർ അടുത്തെത്താറായ സമയത്താണ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്ലൈമറ്റ് കംപ്ലീറ്റ്ലി മാറുന്നത്. അവിടെ വിൻ്റർ തുടങ്ങി, മഞ്ഞ് വീഴാൻ തുടങ്ങി. സോ ഈ ഒരു ജർമ്മൻ ആർമി ഇതിൽ പ്രിപ്പയർഡ് അല്ല. ഈ ഒരു മഞ്ഞിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളൊന്നും അവർ പ്രിപ്പയർഡ് അല്ല. ഇവർ ആ ഒരു നമ്മുടെ മോസ്കോയിലെ മറ്റേ ആ ഒരു ഡോമൊക്കെ അതിൻ്റെ അടുത്തെത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അത് അറ്റാക്ക് ചെയ്ത് ഇവർക്ക് തീർക്കാം. എത്രയോ മീറ്റർ, എത്രയോ അങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അത്രയും ദൂരത്താണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്ര അടുത്തെത്തിയിട്ട് അവർക്കത് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അവരവിടെ ഫ്രീസായി പോയി എന്നാണ് പറയപ്പെടുന്നത്. കാരണം അത്രയധികം മഞ്ഞ് വീഴ്ച വന്നു. ഇവിടെ റഷ്യൻ ആൾക്കാർക്ക് ഫുൾ അത് ഡിഫെൻഡ് ചെയ്യാനുള്ള കഴിവുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒന്നുമില്ലാതെ ഡയറക്റ്റ്ലി പ്ലെയിനായിട്ട് വന്ന ജർമ്മൻ ആർമിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ട് അവരുടെ വെപ്പണറി ഫുൾ സ്റ്റക്കായി, അവരുടെ ടാങ്ക്സ് ഒന്നും വർക്ക് ചെയ്യാതായി, അവരുടെ ടാങ്ക്സിലൊക്കെ ഉള്ള ഓയിൽസൊക്കെ ഫ്രീസായി തുടങ്ങി. സോ കംപ്ലീറ്റ്ലി അവർ അങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞു. തിരിച്ചും പോകാൻ പറ്റില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവർ കംപ്ലീറ്റ്ലി സ്റ്റക്കായി. ഈ സമയത്ത് റഷ്യക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരുടെ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഈ ഇങ്ങനെ മഞ്ഞുകളിലും യുദ്ധം ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ ട്രൂപ്സിനൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാർ. അവരൊക്കെ വന്ന ഒരു വൻ യുദ്ധമാണ് ഈ ഈസ്റ്റേൺ ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ തൊട്ടിപ്പുറത്തും വേറെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ സൈഡാണെങ്കിൽ ഇപ്പോൾ ഇറ്റലിയും റഷ്യയും ജർമ്മനിയും ബ്രിട്ടനും മാത്രമല്ല, വേറെ ഇപ്പോൾ ജപ്പാനൊക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് ആലോചിക്കുക, ഈ നമ്മുടെ ജർമ്മൻകാർ ഈ റഷ്യക്കാരുടെ ഇടയിൽ കൂടെ യുദ്ധം ചെയ്യുമ്പോഴും ബ്രിട്ടനുകാരുടെ ഇടയിൽ കൂടെ യുദ്ധം ചെയ്യുമ്പോഴും അങ്ങനെ 2 സൈഡിലും വെസ്റ്റേൺ ഫ്രണ്ടിലും ഈസ്റ്റേൺ ഫ്രണ്ടിലൊക്കെ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഹോളോകോസ്റ്റ് ഇവർ ചെയ്തു. ഫൈനൽ സൊല്യൂഷൻ എന്നൊക്കെ ആയിരുന്നു അതിനെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതാണ് അവരുടെ അവസാനത്തെ പ്ലാൻ. അത് ഒരൊറ്റ സൊല്യൂഷൻ, ഫൈനൽ സൊല്യൂഷൻ, ജൂതന്മാർ മുഴുവനായിട്ട് ഇല്ലാണ്ടാക്കുക. ഇതിൻ്റെ ഇടയിൽ ഈ യുദ്ധത്തിൻ്റെ ഇടയിലാണ് ഈ പരിപാടി ഫുൾ നടക്കുന്നത്. അപ്പോൾ പുറം ലോകത്തിന് ഇതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഈ പരിപാടികളൊക്കെ പുറത്തേക്ക് വന്നത്. അത് നമുക്ക് ഇനി അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഹോളോകാസ്റ്റ് പടങ്ങൾ കണ്ടു നോക്കുക. ഇനിയിപ്പോൾ ജപ്പാനിലേക്ക് വന്നാൽ
ഈ ജപ്പാൻ ഈ പറഞ്ഞ പോലെ മറ്റ് രാജ്യങ്ങൾ അവിടെ സൈഡിലുള്ളവരെല്ലാം തന്നെ ഈ ഗ്യാപ്പിൽ കൂടെ പിടിച്ചടക്കി തുടങ്ങി കഴിഞ്ഞു. പക്ഷേ ജപ്പാന് അവരുടെ ഒരു എക്സ്പാൻഷൻ, ഇപ്പോൾ ജർമ്മനിക്ക് യൂറോപ്പ് ഫുൾ എക്സ്പാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ തന്നെ ജപ്പാന് ഏഷ്യ ഫുള്ളായിട്ട് പിടിച്ചടക്കണം, അല്ലെങ്കിൽ ഏഷ്യ ഫുള്ളായിട്ട് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളൊരു മോഹമാണ്. സോ ഇതിനു വേണ്ടി ഇവരെന്താ ചെയ്യുന്നു പറഞ്ഞാൽ ഇവർക്ക് മെയിൻ പ്രശ്നങ്ങൾ, ഇവർക്ക് റിസോഴ്സ് കുറവാണ്. ഇപ്പോൾ ജർമ്മനിക്കാരുടെ ആയാലും റഷ്യക്കാരുടെ, ഇപ്പോൾ റഷ്യക്കാരുടെ കയ്യിലൊക്കെ കുറേ ഓയിൽസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ജപ്പാനിൽ റിസോഴ്സസ് ഒന്നുമില്ല. ഇവർക്ക് സ്വന്തമായിട്ട് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ളതോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ ചെയ്യാനുള്ളതൊക്കെ ഇവർക്കെല്ലാം ഇമ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ കുറേ പരിപാടികൾക്ക് വേണം. സോ ഇതിനു വേണ്ടി ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇവർക്ക് ചൈന, തൊട്ടടുത്തിരിക്കുന്ന ചൈനയും മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്താൽ, അത് കൂടുതലായിട്ട് പിടിച്ചെടുക്കി കഴിഞ്ഞാൽ ഇവരുടെ ഈ പരിപാടികളൊക്കെ നടക്കും. പക്ഷേ ഇതിന് ഈ ചൈന എങ്ങനെ ഡയറക്റ്റ് കയറി അറ്റാക്ക് ചെയ്യാനൊന്നും, അല്ലെങ്കിൽ ഇവരുടെ ഏഷ്യൻ കൺട്രീസിന് മുഴുവനായിട്ട് അറ്റാക്ക് ചെയ്യാനൊന്നും യുദ്ധത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത അമേരിക്ക സമ്മതിക്കില്ല. അമേരിക്ക ഇതിനൊക്കെ തന്നെ ഒപ്പോസ് ചെയ്യും. സോ ജപ്പാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അമേരിക്ക പറഞ്ഞു ഈ പരിപാടിക്ക് നിൽക്കരുത്, പണി കിട്ടും, മിണ്ടാണ്ടിരുന്നോ എന്ന് പറഞ്ഞു. പക്ഷേ ജപ്പാൻ അതൊന്നും കേട്ടില്ല. ഈ അമേരിക്കയുടെ ഇൻ്റർഫിയറൻസ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡയറക്റ്റായിട്ട് അമേരിക്കയ്ക്ക് പറന്ന് വന്ന് ജപ്പാൻ അറ്റാക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു പേടി അവർക്കില്ല. പക്ഷേ അമേരിക്കയുടെ ട്രൂപ്സ് ഫുള്ള് ഒരു മിലിറ്ററി ബേസ്, ഹവായ് എന്ന് പറഞ്ഞ കുറേ ദ്വീപുകളുണ്ടല്ലോ. അപ്പോൾ ഈ ഹവായ് ദ്വീപിലുള്ള കുറേ ദ്വീപുകൾ, പ്രത്യേകിച്ച് പേൾ ഹാർബർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, ഈ ഒരു ദ്വീപുകളിൽ അമേരിക്കൻ ബേസ് ക്യാമ്പുകളുണ്ട്. അവിടെ നിന്നാണ് ഡയറക്റ്റായിട്ട് അമേരിക്കയ്ക്ക് ജപ്പാനിലേക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു മെയിൻ ഓപ്ഷൻ ഉള്ളത് ഈ ഒരു പേൾ ഹാർബറിലാണ്. സോ അത് പേടിച്ചിട്ട് ജപ്പാനുകാർ ഡയറക്റ്റ്ലി ഒരു മുൻ നിശ്ചയിച്ചിട്ടുള്ള പരിപാടികളും ഇല്ലാതെ, മുൻ കോഷനൊന്നും ഇല്ലാതെ, വാറാണെന്ന് പറയാതെ പെട്ടെന്നൊരു ദിവസം പോയിട്ട് പേൾ ഹാർബറിൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു. 10,000-2000 ആൾക്കാർ മരിച്ചു. അവരുടെ ഒരു മിലിറ്ററി ബേസ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇല്ലാണ്ടായി. അതായത് അവരുടെ മെയിൻ യുദ്ധവിമാന കപ്പലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതെല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്. ആ ഒരു പേൾ ഹാർബർ എന്ന് പറയുന്ന പടം നമ്മൾ പണ്ട് മുതലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ഒരു പടമാണ്, ടി വിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പണ്ട് മുതലേ. ഈ പടം ഒന്ന് കണ്ടു നോക്കുക. ഇതിൽ ഈ ഒരു ജപ്പാൻ ഇൻവേഷൻ നടന്ന സമയത്ത് ഈ ഒരു അമേരിക്കൻ പെർസ്പെക്റ്റീവിലുള്ള അവർ ഹവായ് ദ്വീപിലുണ്ടായിരുന്ന ഈ ഒരു പേൾ ഹാർബറിൽ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരുടെ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ ആയിരിക്കും നമുക്ക് കാണിച്ചു തരാം. കണ്ടു നോക്കുക പേൾ ഹാർബർ. സോ ഡയറക്റ്റ്ലി ജപ്പാനുകാരെ ഒന്ന് അറ്റാക്ക് ചെയ്തു. അവിടെ മുതലാണ് അമേരിക്കയ്ക്ക് പ്രശ്നം തുടങ്ങുന്നത്. സോ പക്ഷേ പെട്ടെന്ന് അമേരിക്കയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഈ ഹവായിലുള്ള എല്ലാം തീർന്നു. ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ജപ്പാൻ ഈ അവരുടെ മെയിൻ ഉദ്ദേശം ഇത് വെറുതെ ബോംബിടൽ മാത്രമല്ല, അമേരിക്ക പ്രൊവോക്ക് ചെയ്യുന്നത് മാത്രമായിരുന്നില്ല ഉദ്ദേശം. ഇവരുടെ മെയിൻ പരിപാടികൾ, ഇവർ ഈ ടെറിട്ടറീസ് ഫുള്ള് പിടിച്ചടക്കാനുള്ള മെയിൻ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ജപ്പാൻ ചെയ്തു തുടങ്ങി. പേൾ ഹാർബറിൽ അറ്റാക്ക് ചെയ്ത പിറ്റേ ദിവസം തന്നെ ജപ്പാനെതിരെ അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചു. സോ ജപ്പാനെ തൊട്ടറിയാലോ, ജപ്പാൻ ഓൾറെഡി ഇറ്റലിയുടെയും ഈ ജർമ്മനിയുടെ ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു ആക്സിസ് ഗ്രൂപ്പാണ്. സോ ആക്സിസ് ഗ്രൂപ്പിലുള്ള ജപ്പാനെതിരെ അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ആക്ച്വലി അമേരിക്ക എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന ടീംസാണ്. അവരെ ഇതിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. അതായത് ഫസ്റ്റ് വേൾഡ് വാറിൽ എന്താണോ സംഭവിച്ചത് അതേപോലെ തന്നെ ഫസ്റ്റ് വേൾഡ് വാറിൽ ജർമ്മനി ആയിരുന്നു പ്രൊവോക്ക് ചെയ്ത് അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്, ഇതേപോലെ തന്നെ മറ്റേ ഉറങ്ങിക്കിടക്കുന്ന സിംഹം അതേ സെറ്റപ്പ് തന്നെ അവരെ പിന്നെ ഈ ജപ്പാനുകാരെ ഉണർത്തി. സോ അമേരിക്ക ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ജപ്പാനെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ജർമ്മനിയും ഇറ്റലിയും അമേരിക്കയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഒബ്വിയസ്ലി അമേരിക്ക ഇതേപോലെ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും. കംപ്ലീറ്റ് ഇൻ ആൻഡ് ഔട്ട് യൂറോപ്യൻ അമേരിക്കൻ വാർ അങ്ങോട്ട് തുടങ്ങി. സോ ഇതിനെ ബേസ് ചെയ്ത് നമ്മുടെ പസഫിക് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ഒരു അമേരിക്കൻ ഇൻവേഷൻ, ഈ ഒരു പസഫിക് സമുദ്രത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു ടെറൈനിലുള്ള ഇതൊരു 3 പാർട്ട് സീരീസാണ്. 3 പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എന്ന് പറയും. ഇപ്പോൾ പസഫിക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഒരു നേവൽ അറ്റാക്ക് ആയിരുന്നെങ്കിൽ ബാൻഡ് ഓഫ് ബ്രദേഴ്സിൽ നമ്മുടെ പാരാട്രൂപ്പേഴ്സിൻ്റെ ആയിരുന്നു. ദെൻ മാസ്റ്റേഴ്സ് ഓഫ് ദി എയർ എന്ന് പറഞ്ഞാൽ അവർ എയർ സപ്പോർട്ടുള്ള ടീംസിൻ്റെ, അങ്ങനത്തെ 3 സെപ്പറേറ്റ് സീരീസുകളുണ്ട്. പക്ഷേ ഞാൻ എല്ലാം കണ്ടു നോക്കുക, നമുക്കൊരു 3 പെർസ്പെക്റ്റീവ് അറ്റ് എ ടൈമിൽ. ഇപ്പോൾ ബാൻഡ് ഓഫ് ബ്രദേഴ്സൊക്കെ ഡയറക്റ്റ്ലി മറ്റേ ഒരു നോർമൻഡി ഇൻവേഷൻ ടൈമിൽ ഇവർ ചെയ്ത കുറേ കാര്യങ്ങളായിരുന്നു. നമ്മുടെ സേവിങ് പ്രൈഡ് ട്രെയിൻ, അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ പസഫിക് എന്നുള്ള സീരീസ് കണ്ടു നോക്കുക. ഈ പറഞ്ഞ അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ബാക്കിയുള്ള ഒരു സീരീസ് ഓഫ് ഫിലിംസ് ആയിരിക്കും അതിൽ കാണിച്ചു തരും. ഇതേപോലെ തന്നെ ടോറ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ദെൻ ഡാഷ്വുഡ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഇത് മറ്റേ യു-ബോട്ടിനെ ബേസ് ചെയ്തിട്ട് അതിനകത്ത് ഈ സബ്മറൈൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തുള്ള ആ ഒരു ഭയങ്കര പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതിനകത്തുള്ള ടെൻഷനും കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചു തരും ഡാഷ്വുഡ്. അതിനൊരു 1942 കാലഘട്ടം ആയപ്പോഴേക്കും നമ്മുടെ ഈ ജപ്പാൻ ഫുള്ളായിട്ട് അവരുടെ ഒരു ടെറിട്ടറി, ഒരു പേൾ ഹാർബർ അറ്റാക്കിന് ശേഷം അവരുടെ ടെറിട്ടറി ഫുള്ളായിട്ട് അവർ എക്സ്പാൻഡ് ചെയ്തു. ഫിലിപ്പൈൻസിലും മലായിലും ബർമയിലും പിന്നെ പസഫിക്കിലുള്ള മറ്റ് വലിയ വലിയ ഐലൻഡ്സിലൊക്കെ തന്നെ അവരുടെ ഒരു ടെറിട്ടറി ഫുള്ളായിട്ട് ഉണ്ടാക്കി തുടങ്ങി. ഒരു സൈഡിൽ കൂടെ മറ്റു യുദ്ധം നടക്കുന്ന ഈ ജർമ്മനി റഷ്യ യുദ്ധം നടക്കുന്ന സമയത്ത് ജപ്പാൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ തൊടാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥ വന്ന സമയത്ത് ഈ പേൾ ഹാർബറിന് ഒരു തിരിച്ചടി കൊടുക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിവഞ്ച് കാണിക്കുന്ന ഒരു പടമാണ് നമുക്ക് മിഡ് എന്ന് പറഞ്ഞൊരു പടമാണ്. അത് ഈ 1942 ഒരു ജൂൺ സമയത്ത് ഒരു ബാറ്റിൽ ഓഫ് മിഡ് എന്ന് പറഞ്ഞൊരു വലിയ ബാറ്റിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. അതിൽ ജപ്പാനെ ഡിഫീറ്റ് ചെയ്യും അമേരിക്ക. ഈ ഒരു ജപ്പാൻ്റെ ബാക്കിയുള്ള ആ ഒരു
പെട്ടെന്നുള്ള അങ്ങോട്ട് അഡ്വാൻസ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇപ്പോൾ പേൾ ഹാർബറിൽ എങ്ങനെയാണ് അറ്റാക്ക് ഉണ്ടായത്, അതേപോലെ തന്നെ അമേരിക്കയുടെ കുറേ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഒക്കെ തന്നെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു മിഷനായിരുന്നു ഒരു ബാറ്റിൽ ഓഫ് മിഡ് ഡേ എന്ന് പറയുന്നത്. then ഈ മിഡ് ഡേയിൽ ഇവൻറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്വാഡൽ കനാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ ഒരു വലിയൊരു ഒഫൻസീവ് പുഷ് നടത്തിയിട്ടുണ്ട്. ഇതിന് ബേസ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു തിൻ റെഡ് ലൈൻ. അതിപ്പോൾ ഡയറക്റ്റ്ലി ഈ പറയുന്ന പോലെ ജപ്പാൻ അമേരിക്കൻ വാർ ഡയറക്റ്റ്ലി കാണിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ സൈഡിലും വൻ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ റഷ്യയും ജർമ്മനിയും വൻ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യയിൽ മെയിൻലി സ്റ്റാലിൻ ഗ്രാഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ ജർമ്മനിക്ക് അത് വേണം, ഹിറ്റ്ലർക്ക് അത് റഷ്യയിലെ സ്റ്റാലിൻ്റെ പേരിലുള്ളൊരു സ്ഥലമാണ്. സോ അത് പിടിച്ചടക്കുക, അവിടുത്തെ കുറേ റിസോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സ്റ്റാലിൻ്റെ പേരിലുള്ളൊരു സ്ഥലം. സോ അത് പിടിച്ചടക്കി കഴിഞ്ഞാൽ റഷ്യക്കാരുടെ അല്ലെങ്കിൽ സോവിയറ്റുകാരുടെ ആളുടെ സ്റ്റാലിൻ്റെ പേരിലുള്ളൊരു സ്ഥലം പിടിച്ചടക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് അവരുടെ മനോവീര്യം ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി നശിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു യുദ്ധത്തിന് വേണ്ടി ഇവർ ഇറങ്ങിത്തിരിക്കുന്നു. സ്റ്റാലിൻഗ്രാഡ് പിടിച്ചടക്കും. പക്ഷേ സ്റ്റാലിൻഗ്രാഡിൽ വെച്ചിട്ട് ജർമ്മനിക്ക് വലിയൊരു ഡിഫൻസ് നേരിടേണ്ടി വന്നു. അവർ വിചാരിച്ച രീതിയിലാണ് അപ്പുറത്തേക്ക് ആർമി ഫുൾ അങ്ങോട്ട് ഇറക്കിയിട്ട് ഫുള്ളായിട്ട് അവരുടെ ഡിഫൻസ് അങ്ങോട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇത് സ്റ്റാലിൻഗ്രാഡ് എന്ന് പറഞ്ഞ പടത്തിൽ ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ദെൻ എനിമി അറ്റ് ദി ഗേറ്റ്സ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഇത് ആക്ച്വലി ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം എന്ന് വേണമെങ്കിൽ പറയും. ഒരു സ്നൈപ്പർ അറ്റാക്കാണ്. രണ്ട് സ്നൈപ്പേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റഷ്യൻ സ്നൈപ്പറും ഒരു ജർമ്മൻ സ്നൈപ്പറും തമ്മിലുള്ള ഒരു ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ളൊരു ബാറ്റിൽ കോമ്പാക്റ്റ് ഉള്ളൊരു പടമാണ് ഈ പറയുന്ന ഈ സ്റ്റാലിൻഗ്രാഡിനെ ബേസ് ചെയ്തിട്ടുള്ള പടമാണ് ഈ പറയുന്ന എനിമി അറ്റ് ദി ഗേറ്റ്സും ഈ സ്റ്റാലിൻഗ്രാഡൊക്കെ തന്നെ. ദെൻ ഇതേ സമയത്ത് നമ്മുടെ ഇപ്പുറത്ത് ഈ പസഫിക്കിൽ ഗ്രേ ഹൗണ്ട് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അതായത് നമ്മുടെ അമേരിക്കയ്ക്ക് ഇങ്ങോട്ടേക്ക് ബ്രിട്ടനിലേക്കും ഫ്രഞ്ച് ആർമിയിലേക്കൊക്കെ തന്നെ അവരുടെ ആയുധങ്ങളും കാര്യങ്ങളും അവരുടെ സപ്പോർട്ട് ഈ ഗുഡ്സും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി ഒരു സെറ്റ് ഓഫ് കപ്പലുകൾ ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ഈ ഷിപ്പുകളെല്ലാം തന്നെ ഡിഫെൻഡ് ചെയ്യുന്ന, ഇപ്പോൾ ഇവർ ഈ ചരക്ക് കപ്പലുകളൊക്കെ തന്നെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു വലിയ സെറ്റ് ഓഫ് ഡിഫൻസ് കപ്പലുകളുണ്ട് കുറച്ച്. അതിൻ്റെ മെയിൻ ഹെഡാണ് ഈ ഗ്രേ ഹൗണ്ട് എന്ന് പറഞ്ഞൊരു കപ്പൽ. ഇപ്പോൾ നമ്മുടെ ടോം ഹാങ്ക്സിൻ്റെ പടമാണ്, മൂപ്പരാണ് അതിൻ്റെ ക്യാപ്റ്റൻ. സോ മൂപ്പരുടെ ആദ്യത്തെ മിഷനാണ്. സോ ഈ പടത്തിൽ എന്താ സംഭവം എന്ന് കാണിക്കുന്നത് വെച്ചാൽ ഈ ജർമ്മൻ യു-ബോട്ട്സ് ഉണ്ട്, മറ്റേ അന്തർവാഹിനി ടോർപിഡോ വിടുന്ന ആൾക്കാർ. ഇപ്പോൾ റഡാർ വെച്ചത് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. അപ്പോൾ ഈ വരണ വഴിക്ക് ഇവർക്ക് രണ്ട് സൈഡിൽ കൂടെ, അതായത് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു സൈഡ് വരെ എത്തുന്നത് വരെ എയർ സപ്പോർട്ട് ഉണ്ട്. അതുവരെ പേടിക്കേണ്ട ആവശ്യമില്ല. യു-ബോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ബോംബ് ഇട്ട് തീർക്കും. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് മറ്റേ ഈ ഫ്രാൻസിൻ്റെ ഒക്കെ അടുത്ത് താറി കഴിഞ്ഞ് ഇവർക്ക് ഇപ്പുറത്തുനിന്നുള്ള സപ്പോർട്ട് വരും. ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും എയർ സപ്പോർട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരും. സോ രണ്ട് സൈഡും പ്രശ്നമില്ല. പക്ഷേ ഇതിന് ഇടയ്ക്ക് ബ്ലാക്ക് പിറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് ഒരു എയർ സപ്പോർട്ട് പറ്റാത്തത്. ഇതിപ്പോൾ എയർ സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റിന് വന്നിട്ട് തിരിച്ച് പോകണം. അത് കടലിൽ വീഴില്ലല്ലോ ഫ്ലൈറ്റ്. ഇപ്പോൾ സപ്പോർട്ടിന് വന്ന് തിരിച്ചവർക്ക് തിരിച്ചെത്തണ്ടേ. ഇവർ ഫ്യൂവൽ പകുതി ആകുമ്പോൾ തിരിച്ചെത്തിയാലാണ് തിരിച്ച് നാടെത്താൻ പറ്റുള്ളൂ, തിരിച്ച് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കടലിൽ ഇവർക്ക് ഡയറക്റ്റ്ലി ലാൻഡ് ചെയ്യാൻ പറ്റില്ല മറ്റേ പ്ലെയിനുകൾക്കൊന്നും. സോ അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പ്ലെയിനും എത്താത്ത ഒരു ഗ്യാപ്പുണ്ട്, ഒരു ബ്ലാക്ക് പിറ്റ് എന്ന് പറയും ആ ഒരു കടലിന്. ഇതിൻ്റെ ഇടയിലാണ് ഇവന്മാർ കയറി അറ്റാക്ക് ചെയ്യണത്. സോ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് കാണിക്കുന്ന ഒരു പടമാണ് ഈ ഗ്രേ ഹൗണ്ട്. ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ബാറ്റിൽ സീക്വൻസുകൾ കാണിക്കുന്നത്, ഭയങ്കര ത്രില്ലടിപ്പിക്കുന്ന ഒരു പടമാണ് ഗ്രേ ഹൗണ്ട്. ടോം ഹാങ്ക്സിൻ്റെ കുറേ പടമുണ്ട്. സേവിംഗ് പ്രൈവറ്റ് റയൻ മുതൽ ഇപ്പോൾ ടോം ഹാങ്ക്സും സ്പിൽബർഗൊക്കെയാണ് ഈ ഇങ്ങനത്തെ വേൾഡ് വാർ ബേസ്ഡ് സാധനങ്ങളിൽ ഒബ്സസ്ഡ് ആയിട്ടുള്ളവർ. അവർ തന്നെയാണ് കുറേ കണ്ടന്റുകൾ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ പസഫിക്കിൽ ഈ ഒരു യുദ്ധങ്ങളൊക്കെ നടക്കുന്ന അതേ സമയത്ത് നേരെ തിരിച്ച് ഏഷ്യയിലേക്ക്, നമ്മുടെ ജപ്പാനിലേക്ക് വന്നാൽ അവർ ഓൾറെഡി നമ്മുടെ പേൾ ഹാർബറൊക്കെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് അവർ ആ ഒരു സ്ട്രാറ്റജി ഫുൾ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അവർക്ക് പെട്ടെന്ന് US വന്ന് അറ്റാക്ക് ചെയ്യില്ല. അവർക്ക് ഇപ്പുറത്ത് വേറെ പ്രശ്നങ്ങളുണ്ട്. സോ നമുക്ക് ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ള ബാക്കിയുള്ള ടെറൈൻസ് ഫുള്ളായിട്ട് കീഴടക്കാമെന്ന് പറഞ്ഞു ജപ്പാൻ അതിനുവേണ്ടി നടത്തുന്ന കുറേ ശ്രമങ്ങളൊക്കെ ആയിരുന്നു. അവർ 1943 കാലഘട്ടത്തിലൊക്കെ നടന്ന് അതിന് ബേസ് ചെയ്ത് ബ്രിഡ്ജ് ഓഫ് റിവർ കുവായ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ ജപ്പാൻ ഈ തായ്ലൻഡും ബർമയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഡെത്ത് റെയിൽവേ എന്ന് പറയും. അങ്ങനത്തെ ഒരു റെയിൽവേ ഉണ്ടാക്കണം, ഒരു ഇൻ്റർ കണക്റ്റഡ് റെയിൽവേ സിസ്റ്റം. അതിലൂടെ അവരുടെ ഗുഡ്സും ട്രൂപ്സും ഒക്കെ ഇതിനൊക്കെ ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ ആർമിക്കാരെ ഫുൾ എങ്ങോട്ടേക്ക് എത്തിക്കാം. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ ഈ വിയറ്റ്നാം, തായ്ലൻഡ് ഇങ്ങനെ അതിനടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇവർ പിടിച്ചു വെച്ചോ അല്ലെങ്കിൽ പിടിച്ചടക്കിയ ആൾക്കാരെയും അവിടുത്തെ ഏഷ്യൻ ആൾക്കാരെയും then ഈ പ്രിസണർ ഓഫ് വാർസ് ഉണ്ടാവുമല്ലോ, അതായത് ഈ ബ്രിട്ടൻ്റെയും മറ്റ് ട്രൂപ്സിൻ്റെ ഒക്കെ തന്നെ ആൾക്കാരെ ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് ബ്രിട്ടീഷ് ആർമിയൊക്കെ തന്നെ കംപ്ലീറ്റ്ലി പിടിച്ചു വെച്ചിട്ടുണ്ട്. അവരെ വെച്ചിട്ടായിരുന്നു ഈ ഒരു ബ്രിഡ്ജ്, ഒരു റെയിൽവേ സിസ്റ്റം ഫുള്ളായിട്ട് ഇവർ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ പേര്, അറൗണ്ട് ഒരു 2 ലക്ഷത്തോളം ഏഷ്യൻ ആൾക്കാർ തന്നെ ഇത് ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ പല അസുഖങ്ങൾ വന്നിട്ടും ഈ ഫോസ്റ്റ് ലേബറൊക്കെ കൊണ്ട് തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പടമാണ് ഈ ബ്രിഡ്ജ് ഓഫ് റിവർ കുവായ്. ഇപ്പോൾ ഈ കണക്ഷൻ റെയിൽവേ സിസ്റ്റത്തിൽ ഇവർക്ക് കുറേ പാലങ്ങൾ ഉണ്ടാക്കും. അതിൽ പ്രധാനപ്പെട്ട പാലങ്ങളിലൊന്നായിരുന്നു ഈ കുവായ് എന്ന് പറഞ്ഞ റിവറിൻ്റെ മുകളിലുള്ളൊരു പാലം. സോ ആ ഒരു പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രിട്ടീഷുകാരെ കുറച്ച് പേര് പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈറ്റോ എന്ന് പറയുന്ന ഒരു വലിയ ജപ്പാനീസ് ഓഫീസർ, ഒരു ആർമി ഓഫീസർ, ഈ ബ്രിട്ടീഷ് പ്രിസണർ ഓഫ് വാർസിനെയൊക്കെ കൂട്ടിയിട്ട് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ നടക്കുന്നതും അതിൻ്റെ പുറകിലുള്ള കുറേ സഫറിങ്സും ഈ പറയുന്ന
പോലെ ഈ പറഞ്ഞ പോലെ ഫോഴ്സ്ഡ് ലേബറാണ്. സോ അതിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടായത്, ദെൻ ഇത് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇത് പൊളിക്കാനായിട്ട് ഈ അലൈഡ് ഗ്രൂപ്പ്സ് വേറെ കുറേ നോക്കുന്നുണ്ട്. സോ ഇതെല്ലാം കൂടി കാണിക്കുന്നൊരു പടമാണ്, പഴയ പടമാണ്, ഒരു ക്ലാസിക് പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് നല്ല നൈസ് പടമാണ്, തീർച്ചയായിട്ടും കാണും. ഇത് ആക്ച്വലി കാണുമ്പോൾ വേൾഡ് വാറുമായിട്ടൊരു ബന്ധമില്ലാത്ത പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷേ ഈ ഒരു ടൈം പീരീഡിൽ തന്നെയാണ് നടന്നിട്ടുള്ളൂ. ഈ ഒരു വേൾഡ് വാറിൻ്റെ ബേസിൽ ഈ ഒരു ഇങ്ങനെ പെട്ടിട്ടുള്ള ബ്രിട്ടീഷ് ആർമീനെ കംപ്ലീറ്റ്ലി ഇവർ യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെയാണ് ജപ്പാനുകാർ ഈ റിവറിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്തു എന്നുള്ളത് കാണിക്കുന്ന ഒരു പടമാണ്. ആൻഡ് ഈ വന്നുകൂടിയിട്ടുള്ള ഈ ബ്രിട്ടീഷ് ഓഫീസേഴ്സിൽ ഒരാൾ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ അങ്ങേര് ഒബ്സസ്ഡ് ആവും. ഇങ്ങനെ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇന്ത്യയിൽ അവിടെയൊക്കെ ആയിട്ട് ഇവർക്ക് പണ്ട് മുതലേ കോളനീസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കോളനികളിൽ എല്ലാം തന്നെ ഇൻഡസ്ട്രിയലൈസേഷനും അങ്ങനെ കോളനീസിനൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു പരിധി വരെ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കുറേ അധികം ബ്രിട്ടീഷ് ബ്രിഡ്ജുകളൊക്കെ നമ്മൾ പറയാറില്ല. ഇതുപോലെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ ഡാമുകളും കുറേ റിസർവോയറുകളും കുറേ പാലങ്ങളും കുറേ റെയിൽവേ സിസ്റ്റം ഒക്കെ ഉണ്ട്. സോ ഇവർക്ക് ഭയങ്കര കഴിവുള്ളതാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്. സോ അങ്ങനെ പിടിച്ചു വന്നിട്ടുള്ള ആൾക്കാരെ ഇതുണ്ടാക്കാൻ പറഞ്ഞ സമയത്ത് അതിലൊരു ഓഫീസർ ഇതിൽ ഭയങ്കര അധികം ഒബ്സസ്ഡോ, ഞാൻ ഇത്ര വലിയ ബ്രിഡ്ജ് ഉണ്ടാക്കും, ആരാലും തൊടാൻ പറ്റാത്ത ബ്രിഡ്ജ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങേര് കംപ്ലീറ്റ്ലി ഈ ഒരു കാര്യം മറന്നു. അതായത് എനിമി ഗ്രൂപ്പ്സിൻ്റെ കൂടെയാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കണമെന്ന് പോലും മറന്നു പോയിട്ട് അങ്ങേര് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ പരിപാടിയാണ് ആ ഒരു പടത്തിൽ നമുക്ക് കാണിച്ചു വരാം. അസാധ്യ പടമാണ്, കുറച്ച് പഴയ പടമാണെങ്കിലും ഭയങ്കര കിടിലും മേക്കിംഗ് ഉള്ള വലിയ സ്കെയിലിലെടുത്തുള്ളൊരു പടമാണ്. ഈ പടത്തിന് വേണ്ടി അവരിങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയ പോലെയൊക്കെയാണ് എനിക്ക് കണ്ടിട്ട് ഫീൽ ചെയ്തത്. ഞാൻ ഒറിജിനലാണോ അത് സെറ്റാണോ ഒന്നും അറിയില്ല, ഇതേപോലെ അവർ പണിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ജപ്പാൻ്റെ അൺബ്രോക്കൺ എന്ന് പറഞ്ഞൊരു പടമാണ്, നമ്മുടെ ആഞ്ചലിൻ്റെ ജോലി എടുത്ത പടമാണ്. അതാണ് ഈ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം. ഈ പടത്തിന് വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പക്ഷേ വേൾഡ് വാർ ബേസ്ഡ് നല്ലൊരു കണ്ടന്റ് തന്നെയാണ്. ഈ പടത്തിൽ മെയിൻലി കാണിക്കുന്നത് ഈ ജപ്പാനെതിരെയുള്ള യുദ്ധത്തിനിടയിൽ പെട്ടുപോകുന്ന ഒരു ബ്രിട്ടീഷ് ചെറുപ്പക്കാരൻ്റെ കഥയാണ് കാണിക്കുക. ആൾ ഈ ഒരു ബോംബറായിരുന്നു, ആളുടെ പ്ലെയിൻ തകർന്ന് കടലിൽ വീഴും. അവിടെ നിന്ന് ഇവർ ഒരു 10-40 ദിവസത്തോളം എന്താ സർവൈവ് ചെയ്യും. ഈ ഷാർക്ക് അറ്റാക്കും കടലിൽപ്പെട്ട അറിയാമല്ലോ. സോ അങ്ങനെയൊക്കെ കഴിഞ്ഞ് സർവൈവ് ചെയ്ത് ഇവർ നേരെ പോയി പെടുന്നത് ഈ പറയുന്ന ജപ്പാൻകാരുടെ കയ്യിൽ. അവിടെ വെച്ച് ആളുടെ വിൽ പവർ ഒന്നുകൊണ്ട് മാത്രം ആൾ സർവൈവ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു വരുന്ന പടമാണ് അൺബ്രോക്കൺ. പേര് തന്നെ ഉണ്ടല്ലോ, പല രീതിയിലുള്ള ടോർച്ചറിങ്ങും കാര്യങ്ങളൊക്കെ വരും. ആൻഡ് ഈ ആൾ ഒരു ഒളിമ്പിക് അത്ലറ്റാണ്. സോ അങ്ങനത്തെ കുറേ ബാക്ക് സ്റ്റോറീസൊക്കെ ഉള്ളൊരു പടമാണ്, നൈസ് പടമാണ് ഇതും. ദെൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്, അതായത് ഈ പസഫിക്കിലുള്ള ഇങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതെല്ലാം സെറ്റായി നിൽക്കുന്ന സമയത്താണ് ഇവിടെ നേരെ ഈ സൈഡിൽ നമ്മുടെ അമേരിക്ക ബ്രിട്ടനും എല്ലാവരും കൂടിയിട്ട് D-Day പ്ലാൻ ചെയ്യുന്നത്. അതായത് ഇവർ ഈ യുദ്ധത്തിന് ഓൾറെഡി നമ്മുടെ ബ്രിട്ടീഷ് ആർമിയൊക്കെ തോറ്റ് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ല, അവരെ ഡൺകിർക്കിലൊക്കെ ഇൻസിഡൻറ്റ് കാരണം അവർ നേരെ റിട്രീറ്റ് ആയി പോയി. അങ്ങനെ പോയിട്ട് അവിടെ ബാക്കി ഉണ്ടായിരുന്ന ആ 2-3 ലക്ഷം ആൾക്കാരൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് അവരുടെ ആർമി പഴയ പോലെ സെറ്റാക്കി വെച്ചു. സോ ജർമ്മനി ഈ പറഞ്ഞ പോലെ റഷ്യക്കെതിരെ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിൻ ഗാർഡിലൊക്കെ വൻ തോൽവിയാണ് ജർമ്മനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഇതേ സമയത്താണ് ഇപ്പുറത്തെ സൈഡിൽ കൂടെ, അതായത് ഈ വെസ്റ്റേൺ ഫ്രണ്ടിൽ കൂടെ അറ്റാക്ക് ചെയ്യാമെന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് നോർമൻഡി എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. ആ നോർമൻഡിയിൽ ഒരു സെറ്റ് ഓഫ് ബീച്ചുകളുണ്ട്, ഒമാഹ, യൂട്ട എന്നൊക്കെ പറഞ്ഞ ഒരു 5 സെറ്റ് ഓഫ് ബീച്ചുകളുണ്ട്. ഈ ബീച്ചിലേക്ക് അറ്റാക്ക് ചെയ്യാം ഒരുമിച്ച് ഒരൊറ്റ ദിവസം. ഇവരാരും പ്രതീക്ഷിക്കാത്ത ഒരൊറ്റ ദിവസം കയറി ഈ അലൈഡ് ഗ്രൂപ്പ് എല്ലാവരും കൂടി, ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും കാനഡ ഒക്കെ കൂടി ഒരുമിച്ച് ഈ നോർമൻഡിലേക്ക് ഈ ബീച്ചുകളിലേക്ക് കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് D-Day എന്ന് പറയും. അതൊരൊറ്റ ദിവസം, ആ അറ്റാക്ക് ചെയ്യുന്ന ദിവസത്തിനാണ് D-Day എന്ന് പറയുക. അങ്ങനെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്ത് പിന്നീട് അങ്ങോട്ടും മെല്ലെ ഈ ഒരു എയർഫോഴ്സിൻ്റെ സഹായത്തോടെ, ഈ മറൈൻ്റെ സഹായത്തോടെ, ഈ ആർമിയുടെ സഹായത്തോടെ ഒക്കെ കൂടി ഈ പാരീസ് ആദ്യം തിരിച്ചു പിടിക്കുക. അത് കഴിഞ്ഞ് ജർമ്മനി കയറി ഫുള്ളായിട്ട് അറ്റാക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി അവർ ഹിറ്റ്ലറിൻ്റെ ഒരു വളർച്ച ഫുള്ളായിട്ട് നിങ്ങൾ തീർക്കുക എന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ആ ഒരു പ്ലാന് ആദ്യം ഇവർ ഇനീഷ്യലി പ്ലാൻ ചെയ്ത് ജൂൺ 5-ാം തീയതി, ഒരു 5-ാം തീയതി ആയിരുന്നു തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. ആ ഒരു ദിവസമാണ് പ്ലാൻ ചെയ്തത്. അതിനെ പറ്റിയിട്ടുള്ള കുറേ ഡിസ്കഷൻസും കുറേ പരിപാടികളൊക്കെ ഒരു ഓൾറെഡി വെറുതെ അങ്ങോട്ട് ചാടിക്കയറി ഒരു ദിവസം പോവുകയല്ല, വർഷങ്ങൾ നീണ്ടു കിടക്കുന്ന, മാസങ്ങളും വർഷങ്ങളൊക്കെ നീണ്ടു കിടന്ന ഒരു വലിയ പ്ലാനായിരുന്നു. പക്ഷേ ആ പ്ലാനിന് വലിയൊരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇമിറ്റേഷൻ ഗെയിം പറഞ്ഞ പോലെ തന്നെ ഇമിറ്റേഷൻ ഗെയിമിൽ കണ്ടത് നമ്മൾ അവർ എനിഗ്മ കോഡ് ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഒരു പടത്തിൽ കാണിച്ചു തന്നു. സോ എനിഗ്മ കോഡ് ബ്രേക്ക് ചെയ്തതിലൂടെ ഭയങ്കര ഒരു ക്രൂഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ കൂടെ കിട്ടി. അതിപ്പോൾ കോഡ് ബ്രേക്കിംഗ് ആയിരുന്നു. ഇതേപോലെ തന്നെ ഒരു യുദ്ധത്തിന് ഇവർ പോകുന്ന വഴിക്ക് അലൈഡ് ഗ്രൂപ്പിൻ്റെ ആർമിക്ക് ഫുള്ള് കടൽ കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് ചെല്ലാൻ. ഇവരുടെ ഇൻഫൻട്രിയും എല്ലാം അങ്ങോട്ട് കൊണ്ട് ചെല്ലണമല്ലോ, വെറുതെ അങ്ങോട്ട് കയറി പോയാൽ പോരാ. സോ ഇങ്ങനെ പോകുമ്പോൾ ഇവർ എയർ പ്രഷറും കൂടി ചെക്ക് ചെയ്യും. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്ങനെയാണ്, കാലാവസ്ഥ എങ്ങനെയാണ് മാറുന്നുണ്ടോ, മഴ വരാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ എങ്ങനെയാണ് യുദ്ധത്തിൽ. ഇപ്പം പെട്ടെന്നൊരു മഴ പെയ്താൽ അത് യുദ്ധത്തിനെ കംപ്ലീറ്റ്ലി ബാധിക്കും. ഇവർ പോണ വഴിക്ക് അവരവിടെ എത്തും കൂടിയില്ല, കടൽ ശോഭിച്ചവർ കടലിൽ ചിലപ്പോൾ പെട്ടുപോകും. അതൊന്നും പറ്റില്ല. ആ ഒരു ടൈം പീരീഡൊന്നും ആ ഒരു ടൈം ഗ്യാപ്പൊന്നും എനിമീസിന് കൊടുക്കാൻ പറ്റില്ല. സോ ഇവർ ഈ എയർ പ്രഷറും കൂടി നോക്കിയിട്ടാണ് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടാണ് പോകുക. പക്ഷേ ഇവരെല്ലാം പ്ലാൻ ചെയ്ത ആ ഒരു ദിവസത്തിന് തലേ ദിവസം
വലിയൊരു വലിയൊരു സ്റ്റോം, ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയൊരു മഴ വരും. സോ ആ ഒരു മഴ വന്നു കഴിഞ്ഞിട്ട് അതൊരു 2 ആഴ്ചത്തോളം അത് അങ്ങനെ നിൽക്കും. പക്ഷേ അത്രയും കാലം അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സാധനം ലീക്കാവും. ഇവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും നോർമൻഡി അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ടെന്നും ഡേ ഇന്ന ദിവസമായിരുന്നു എന്നും ഇവർ ഇത്രയും സോൾജേഴ്സിനെ ഇവിടെ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ലീക്കാവും എന്നുള്ളത് പറഞ്ഞ് അവർ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രഷറായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഇവർക്ക് ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു വിൻഡോ കിട്ടും. അതായത് ഇവർ പറഞ്ഞു വെച്ച ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസം ജൂൺ അല്ലെങ്കിൽ ജൂലൈ 6-ാം തീയതി തൊട്ടടുത്ത ദിവസം ഇവർക്കൊരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. 7-8 മണിക്കൂറിൻ്റെ വിൻഡോ, ആ ഒരു വിൻഡോ കൂടെ കയറി അത് കഴിഞ്ഞാൽ പിന്നെ മഴയാണ്, അതിന് മുമ്പ് പിന്നെ മഴയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഒരു ഒറ്റ ആളും പ്രതീക്ഷിക്കില്ല, ജർമ്മനിലുള്ള ആരും, ഇപ്പോൾ ഇപ്പുറത്തേക്ക് ബീച്ച് സൈഡ് നോക്കിയിരിക്കുന്ന ആരും അങ്ങനെ ഒരു അറ്റാക്ക് ഒരിക്കലും പ്രതീക്ഷിക്കില്ല. മഴയുടെ ഇടയ്ക്കൂടെ ഇങ്ങനൊരു വലിയൊരു നേവി ഫോഴ്സ് തന്നെ ഇവിടെ വന്ന് അലക്കും എന്നുള്ളത് ആരും പ്രതീക്ഷിക്കില്ല എന്ന് പറഞ്ഞു. ആ ഒരു ഡേറ്റിന് വേണ്ടി ഒരു പ്ലാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു പടമാണ് പ്രഷർ. നല്ല ഈ വർഷം പുറത്തിറങ്ങിയ പടമാണ്, നല്ല അടിപൊളി പടമാണ്. ഈ പറഞ്ഞ പോലെ ഇതാണ് ഈ പടത്തിൻ്റെ ഇതിൽ ബാറ്റിൽ കോമ്പാക്ട് സീക്വൻസുകളോ ബാറ്റിലോ ഒന്നും നമുക്ക് കാണിക്കില്ല. ഈ ഒരു ഡേ പറ്റിയിട്ടുള്ള ഈ ഒരു ഡേക്ക് പ്ലാൻ ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ മറ്റേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നോക്കി അത് നോക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ ഇടയിലുള്ള കുറേ കോൺഫ്ലിക്റ്റുകൾ, ഇവർക്ക് അവർക്ക് ഉണ്ടാകുന്ന പ്രഷർ എന്താ, ഇവർക്ക് ഈ ഡേറ്റ് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇവരെങ്ങനെയാണ് ഈ വിൻഡോ കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ പുറകിലുള്ള നടന്ന പ്രോസസ്സുകൾ എന്തൊക്കെയെന്ന് കാണിക്കുന്ന ഒരു പടമാണ് ഈ പ്രഷർ. മറ്റ് വാർ ബേസ്ഡ് മൂവീസിലൊക്കെ തന്നെ ആക്ഷൻ കോമ്പാക്ട് സീക്വൻസുകൾ അധികം കാണിക്കുന്ന സമയത്ത് ഈ ഇമിറ്റേഷൻ ഗെയിമും ഈ പറയുന്ന പ്രഷർ പോലെയുള്ള പടങ്ങളിലൊക്കെയാണ് ഈ ബാക്കിയുള്ള ഫാക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിഗ്മ കോഡിൻ്റെ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഫാക്ടേഴ്സും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഒന്ന് ആലോചിക്കുക. ജസ്റ്റ് മഴ എങ്ങനെയാണ് എത്രത്തോളം ഒരു ഫാക്ടറായി വരുന്നത് എന്നുള്ളത് ഈ ഒരു പടത്തിൽ വളരെ നീറ്റായി കാണിക്കുന്നുണ്ട്. സോ അത് സെറ്റായി കറക്റ്റ് ആ ഡേറ്റ് ഫിക്സ് ചെയ്ത് ഇവർ ഡേക്ക് ഇറങ്ങുകയാണ്. ഡേ ദിവസം അവർ 5 ബീച്ചിലും കൂടി ഒരുമിച്ച് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു. ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം രാത്രി, അതായത് ഇന്ന് രാവിലെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ അന്ന് തലേ ദിവസം രാത്രി പാരാട്രൂപ്പേഴ്സിന് വെച്ച് എയർഫോഴ്സ് കുറേ ആൾക്കാരെ അപ്പുറത്തേക്ക് ഇറക്കി, അതായത് ബീച്ചിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക്. സോ ഇവരുള്ളവരൊക്കെ വിചാരിക്കും ഇപ്പുറത്തെയാണ് ആൾക്കാർ ഇറങ്ങിയിട്ടുള്ളത്, ഇങ്ങോട്ടൊരു അറ്റാക്ക് പ്രതീക്ഷിക്കില്ല അവരൊരിക്കലും. അങ്ങനെ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുള്ള അവർ പാരാട്രൂപ്പേഴ്സിനൊക്കെ അറ്റാക്ക് ചെയ്യാനായിരിക്കും കൂടുതലായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ജർമ്മൻ സോൾജേഴ്സൊക്കെ ശ്രമിക്കുക. ഇങ്ങനെ വരുന്ന ആ ഒരു എയർബോൺ ഡിവിഷൻ, ഈ ഒരു പാരാട്രൂപ്പേഴ്സ് ഡിവിഷൻ്റെ കഥ പറയുന്ന സീരീസാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. ഇത് നമ്മുടെ ടോം ഹാങ്ക്സും സ്റ്റീഫൻ സ്പിൽബർഗൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അവരൊക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സീരീസാണ്. ഞാൻ നേരത്തെ പെസഫിക് എന്ന് പറഞ്ഞൊരു സീരീസ് പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുള്ള സാധനമാണ്. സോ അങ്ങനെ വരുന്ന ഈസി കമ്പനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരുന്നു ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എന്ന് പറയുന്ന സീരീസ് തന്നെ എടുത്തിട്ടുള്ളത്. സോ ഈസി കമ്പനി ഒരു 10 പാർട്ട് മിനി സീരീസാണ്, ഒരു ആന്തോളജി ഒന്നുമല്ല, ഡയറക്റ്റായിട്ട് അവരുടെ ആ ഒരു ഇനീഷ്യൽ സ്ട്രഗിൾസും അവരുടെ ആ ഒരു ട്രെയിനിങ്ങും അതൊക്കെയാണ് അങ്ങനെയാണ് പിന്നീട് അങ്ങനെ യൂസ്ഡ് ആയിട്ടെന്നുള്ളതും അവർ കമ്പനി എന്തൊക്കെ നേരിട്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ആക്ച്വലി റിയൽ ഫുട്ടേജസ് ഇറക്കി കാണിക്കുന്നുണ്ട്. ദെൻ റിയൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് കാണിക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു ഓർമ്മകളിലൂടെയൊക്കെയാണ് ഈ ഒരു സീരീസിൻ്റെ കഥകൾ ഫുള്ളായിട്ട് പോകുക. ഭയങ്കര ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള സാധനമാണ്. ഒരു ഇവൻ്റ് അല്ല, പല ഇവൻറ്റുകൾ ഇതിൽ, ഈ ഡേ കഴിഞ്ഞിട്ടുള്ള പല ഇവൻറ്റുകൾ ഇതിൽ കാണിച്ചു വരുന്നുണ്ട്. സോ ഇത് ഫുള്ളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ ബാൻഡ് ഓഫ് ബ്രദേഴ്സും തീർച്ചയായിട്ടും കണ്ടുനോക്കണം. മിസ്സാക്കാൻ പറ്റാത്തൊരു സാധനമാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. ഇതിൻ്റെ ഒപ്പം തന്നെ സേവിങ് പ്രൈവറ്റ് റയാനും കൂടി കണ്ടുനോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ പ്രഷർ എന്ന് പറഞ്ഞ പടത്തിൽ തലേദിവസം അവർ ഇതെല്ലാം ഫിക്സ് ചെയ്തു. ഈ ബാൻഡ് ഓഫ് ബ്രദേഴ്സിൽ ഇവർ ഇപ്പുറത്തേക്ക് ചാടി, മറ്റേ പാരാട്രൂപ്പേഴ്സ് വന്ന് ബീച്ചിൻ്റെ മറ്റേ സൈഡിലേക്ക് ചാടി. ഈ സമയത്ത് ഡേയിൽ ഡയറക്റ്റ്ലി ഈ ഒരു നോർമൻഡി ഇൻവേഷൻ നടത്തുന്നു. ഒരു നോർമൻഡി ബീച്ചുകളിലേക്ക് വരുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കഥ പറയുന്ന സിനിമയാണ് സേവിങ് പ്രൈവറ്റ് റയാൻ. അതായത് ഇപ്പുറത്ത് ഇവർ ഈ ബാൻഡ് ഓഫ് ബ്രദേഴ്സിലൊക്കെ ഈ ഒരു പാരാട്രൂപ്പേഴ്സ് ചാടിയിട്ട് ഇപ്പുറത്ത് നിന്ന് എയർ സ്ട്രൈക്ക് പുറകെ ബാക്കിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് ഇവരവിടെ ബീച്ചിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടോം ഹാങ്ക്സിൻ്റെ പടമാണ്, സ്റ്റീഫൻ സ്പിൽബർഗ് എടുത്തിട്ടുള്ള പടമാണ്, ഇതെല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പടമാണ്. സോ ഡയറക്റ്റ്ലി അവർ ഡേ ഇൻവേഷൻ്റെ എല്ലാ ഇവൻറ്റ്സും നമുക്ക് കാണിച്ചു തരും. പക്ഷേ ഈ പടത്തിൽ ഈ ഒരു ഡേ മാത്രമല്ല, ഈ ഒരു ഡേ ഇൻവേഷനിൽ ഈ ഒരു നോർമൻഡി ബീച്ചിൽ ഇവരേക്ക് വന്നു കഴിഞ്ഞിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് ഈ റയാൻ എന്ന് പറഞ്ഞൊരു സോൾജിയർ ഒരു ഫാമിലിയിൽ 4 പേരുണ്ട്. 4 പേരുടെ ഇന്ന റയാൻ അങ്ങനെ 4 പേരിലുള്ള ഒരു റയാൻസാണ്. അതിൽ 4 പേരും ഈ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈവൻ നോർമൻഡി അറ്റാക്കിലടക്കം ആളുടെ ബ്രദേഴ്സ് കുറേ പേര് ഈ യുദ്ധത്തിൽ പല സ്ഥലത്തായിട്ട് മരിച്ചിട്ടുണ്ട്. ഈ നോർമൻഡി ബീച്ചിൽ വെച്ച് മരിച്ചിട്ടുണ്ട്, ഈ വേറെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ മരിച്ചു പോയിട്ടുണ്ട്. സോ 4 പേരിൽ 3 പേരും മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഒരു റയാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഈ റയാനാണെങ്കിൽ എയർബോൺ ഡിവിഷനിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ബാൻഡ് ഓഫ് ബ്രദേഴ്സ് പോലെയുള്ള പാരാട്രൂപ്പേഴ്സിൽ വന്ന് ഇപ്പുറത്തേക്ക് ചാടിയ ടീമാണ്. സോ ഈ ആളെ കണ്ടുപിടിച്ച് റിട്രീവ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പറയുന്ന ടോം ഹാങ്ക്സിൻ്റെ ഗ്രൂപ്പിൻ്റെ മിഷൻ. സോ അവർ ഡേ അറ്റാക്ക് കഴിഞ്ഞ് ഈ ഒരു നോർമൻഡി ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഈ റയാനെ തപ്പി അന്വേഷിച്ച് പോകുന്നതും റയാനെ സേവ് ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഈസ് സേവിങ് പ്രൈവറ്റ് റയാൻ. അന്യായ പടമാണ്,
ഭയങ്കര അധികം ഇമോഷണൽ നമ്മളെ കണക്ട് ചെയ്യുന്നു. അതിൻ്റെ എല്ലാ ഒരു 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 എക്സ്റ്റെൻറ്റും കാണിച്ചു തരുന്ന രീതിയിലുള്ള പടമാണ്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒപ്പം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട്, അതായത് ഈ സേവിങ് പ്രൈവറ്റ് റയനിൽ ഇവൻറ്റ്സ് നടക്കുന്ന അതേ സമയത്താണ് ഇപ്പുറത്ത് ഈ പറയുന്ന ബാൻഡ് ഓഫ് ബ്രദേഴ്സ് നടക്കുന്നത്. ഇതേ ട്രൂപ്പിൽ ചാടിയ ആളാണ് ഇപ്പുറത്തുള്ളത്. ആളെ അന്വേഷിച്ച് വേണം പോകാൻ. ഇങ്ങനെ ചാടിയിട്ടുള്ളവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ സ്കാറ്ററായി പോകണം. അവർ ഡയറക്റ്റ്ലി അവർ എനിമി ടെറിട്ടറിയുടെ ബിഹൈൻഡ് എനിമി ലൈൻസ് എന്നൊക്കെ നമ്മൾ പറയും. ആ സാധനത്തിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ ഇവർ ഇപ്പോൾ ഈ ചാടുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പഴയ പോലെ ഒന്നുമല്ല. അന്ന് GPS കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ്സ് സോ ഡിഫിക്കൾട്ട്. എങ്ങനെയാണ് ആളെ കണ്ടുപിടിക്കുകയോ ഇല്ലയോ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സേവിങ് പ്രൈവറ്റ് റയനിൽ കാണിച്ചു തരും. ആൻഡ് ഇതിനിടെ കൂടെ ഈ പറഞ്ഞ ഈ ഒരു നോർമൻ്റെ അറ്റാക്കൊക്കെ കാണിക്കുന്ന കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിംസിലൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നു. പ്രത്യേകിച്ച് കോൾ ഓഫ് ഡ്യൂട്ടിയുടെ വേൾഡ് വാർ 2 നേരത്തെ പറഞ്ഞ ഗെയിം, ദെൻ കോൾ ഓഫ് ഡ്യൂട്ടി 2 പഴയ ഗെയിമും, ദെൻ കോൾ ഓഫ് ഡ്യൂട്ടി 1, ഇതെല്ലാം തന്നെ ഈ ഒരു നോർമൻഡി അറ്റാക്കും ഈ പറഞ്ഞ ഒരു ഡയറക്റ്റ് ഫ്രണ്ട് ലൈൻ വാർഫെയർ കാണിക്കുന്ന ഗെയിംസാണ്. പിന്നെ ഈ നോർമൻഡി അറ്റാക്ക് ഇവിടെ നടക്കുന്ന ഇതേ സമയത്ത് തന്നെ ജർമ്മനി മറ്റ് ടെറിട്ടറീസ് ഒക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഫോർഗോട്ടൺ ബാറ്റിൽ എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിട്ടൊരു പടമുണ്ട്. അതും ഇതേപോലെ ഒരു 3 പെർസ്പെക്റ്റീവ് ഒക്കെ കാണിക്കുന്ന ഒരു പടമാണ്. ദെൻ നമ്മുടെ ഫ്യൂരിയും നമ്മുടെ T-34 ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഫ്യൂരി ഇതേപോലെ നാസി ജർമ്മനിയിൽ US മറൈൻ ട്രൂപ്സ് ഡയറക്റ്റ്ലി കയറി കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു ടാങ്ക് വെച്ച് അറ്റാക്കുന്ന ഒരു പടമായിരുന്നു നമ്മുടെ ബ്രാഡ് പിറ്റിൻ്റെ ഫ്യൂരി എന്ന് പറഞ്ഞ പടം. ഇതേപോലെ ഈ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിൽ യുദ്ധം നടക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ റഷ്യൻ സോൾജേഴ്സിനെ കുറച്ച് പേര് ഇതേപോലെ ജർമ്മനി കയറി പിടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ ഈ ഒരു ടാങ്ക് ഓടിക്കുന്ന ടാങ്ക് കമാൻഡേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്. ഇവരെ അതിനുവേണ്ടി ഇവർ ജർമ്മനുകാർക്ക് വേണ്ടി ട്രെയിൻ ചെയ്യാനൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ജർമ്മൻകാർ പിടിച്ചു വെച്ചിട്ടുള്ള ഈ റഷ്യൻ ടാങ്ക് സോൾജേഴ്സിൽ കുറച്ച് പേര് അവിടെ കിട്ടിയ ഒരു T-34 എന്ന് പറഞ്ഞാൽ ഒരു അസാധ്യര ടാങ്ക് എടുത്തിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നൊരു പടം കാണിക്കുന്നതാണ് T-34. ഇപ്പോൾ ഫ്യൂരിയും T-34ഉം ഒരേപോലെ കണ്ടുപോക്കുക. രണ്ടും ടാങ്ക് ബേസ്ഡ് സാധനമാണ്. മറ്റേത് കുറേ കൂടി ഒരു പ്രോപ്പർ വാർ ബേസ്ഡ് സാധനം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പാക്ഡ് സാധനമാണ് കാണിക്കുന്നതെങ്കിൽ ഫ്യൂരി അങ്ങനെയല്ല. ഫ്യൂരി പറഞ്ഞ പോലെ ഒരു ക്ലോസ്ട്രോഫോബിക് എഫക്റ്റും അല്ലെങ്കിൽ അതിനുള്ളിലുണ്ടാകുന്നവരുടെ ബോണ്ടിങ്ങും ഒരു ടാങ്കിനകത്ത് ഉണ്ടാവുന്ന അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെയാണ് ഫ്യൂരി എന്ന് പറഞ്ഞ പടത്തിൽ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇത് രണ്ടും ഈ ടൈമിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതേ സമയത്ത് ജർമ്മനിക്കകത്ത് തന്നെ ഈവൻ ഹിറ്റ്ലറിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഹിറ്റ്ലറിന് ഇഷ്ടമല്ല എന്നത് നമ്മളിപ്പോൾ പൊതുവേ പറയുമ്പോൾ ഹിറ്റ്ലർ ഫ്യൂരിയറാണ്, ഈ പറയുന്ന പോലെ ഡിക്റ്റേറ്ററാണ്, ആളുടെ കീഴിൽ ഇങ്ങനെയുണ്ട്. പക്ഷേ ആളുടെ കൂട്ടത്തിൽ തന്നെയുള്ള കുറച്ച് ഹൈ റാങ്കിങ് ഓഫീസേഴ്സ് ആളെ തന്നെ കൊന്ന് കംപ്ലീറ്റ്ലി തകിടം മറിച്ച് അവർ ഈ ഒരു ഹയർ അതോറിറ്റിയിൽ എത്താൻ വേണ്ടി നടത്തുന്ന കുറേ ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ടോം ക്രൂസിൻ്റെ വാൽക്കറി എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഇത് ഡയറക്റ്റ്ലി ഈ പരിപാടിയാണ് കാണിക്കുന്നത്. അതൊന്ന് കണ്ടുപോക്കുക. ഇതിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ ഹിറ്റ്ലറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാർ എങ്ങനെയാണ് ഒരു കൂപ്പ് നടത്തി ഒരു അധികാരമാറ്റം വരുത്താൻ നോക്കിയത് എന്ന് കാണിക്കുന്നത്. പക്ഷേ അത് ആക്ച്വലി നമുക്കറിയാം അത് ഫെയിലിയർ ആണ്. നമുക്ക് പരിപാടി അവിടെ നടന്നിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി പകുതിക്ക് വെച്ച് നിന്നേനെ. പക്ഷേ എങ്ങനെയായിരുന്നു അവർ അറ്റംപ്റ്റ് നടത്തി എന്നുള്ളത് കാണിക്കുന്ന പടമാണ് ടോം ക്രൂസിൻ്റെ വാൽക്കറി. ദെൻ കുറേ കഴിഞ്ഞ് ഈ ഒരു D-Day അറ്റാക്ക് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു അലൈഡ് ട്രൂപ്സ് കംപ്ലീറ്റ്ലി ഇൻവേഡ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ തുടങ്ങി സ്ഥലം മുഴുവൻ. ആദ്യം ഒരു ഫ്രാൻസ് തിരിച്ചു പിടിച്ചു, പോളണ്ട് തിരിച്ചു പിടിച്ചു. അങ്ങനെ മെല്ലെയാണ് ഇവർ ജർമ്മനിയിലേക്ക് ഇവർ കയറുന്നത്. ജർമ്മനി കയറി കഴിഞ്ഞപ്പോൾ ഫുൾ ഓൺ ഫ്രണ്ട് ലൈൻ ഡിഫൻസും അറ്റാക്കും കാര്യങ്ങളൊക്കെ ആയി. കൂടുതലായിട്ട് ഇവരെക്കാൾ പെട്ടെന്ന് സോവിയറ്റ് യൂണിയൻ്റെ ആർമി ഇങ്ങോട്ട് കയറി വന്നു. അവർക്ക് കഴിഞ്ഞ വട്ടം ഇത് പറ്റിയില്ല. അവർ കംപ്ലീറ്റ്ലി അവർ റഷ്യൻ റവല്യൂഷൻ ഉണ്ടായത് കാരണമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിൽ ഇവർ ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് പിന്മാറിയത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനത്തെ പിന്മാറലും റവല്യൂഷനും അവിടെ നടന്നില്ല. അതുകൊണ്ട് സോവിയറ്റ് ആർമി കംപ്ലീറ്റ്ലി ജർമ്മനിയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തു. ഒരു സൈഡിൽ കൂടെ ഇപ്പുറത്ത് വരുന്നുണ്ട്, ഒരു സൈഡിൽ കൂടെ ഇപ്പുറത്ത് വരുന്നുണ്ട്. അങ്ങനെ പണ്ട് എങ്ങനെയായിരുന്നു ജർമ്മൻകാർ ബാക്കിയുള്ളവർ വളഞ്ഞത്, അതേപോലെ ഇവരെല്ലാവരും കൂടി വളയാൻ തുടങ്ങി. ഹിറ്റ്ലറിൻ്റെ അവസാന നാളുകളെടുത്തു. ഇതേ സമയത്ത് ഇറ്റലിയിലാണെങ്കിൽ നമ്മുടെ മുസോളിനി ഉണ്ടെന്ന് പറഞ്ഞു. ഈ മുസോളിനിനെ അവിടുത്തെ ആൾക്കാർ തന്നെ പിടിച്ചു. അതായത് ഈ സോവിയറ്റ് യൂണിയനും കൂടി ഇൻഫിൽട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ബ്രിട്ടീഷ് ആർമിയും സോവിയറ്റ് ആർമിയൊക്കെ കൂടി ഇൻഫിൽട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റലിക്കാർക്ക് തന്നെ മടുത്തു. മതി, ഇനി പരിപാടി നിർത്താം, ഇനി പരിപാടിയൊന്നും പറ്റില്ല, നമുക്ക് യുദ്ധം നിർത്താമെന്ന് പറഞ്ഞ് അന്ന് നാട്ടുകാർ തന്നെ ഒരു ചെറിയ റവല്യൂഷനൊക്കെ ഉണ്ടാക്കി മുസോളിനെ പിടികൂടി. അവരെന്നെ കെട്ടിത്തൂക്കി, പബ്ലിക്കായിട്ട് റോട്ടിൽ കെട്ടിത്തൂക്കി, തലകീഴായിട്ട് കെട്ടിത്തൂക്കി എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇത് കേട്ട ഹിറ്റ്ലർ അപ്പം തൊട്ടേ പേടിക്കാൻ തുടങ്ങി. ഹിറ്റ്ലർ പിന്നെ യുദ്ധങ്ങൾ ആളുടെ ഫ്യൂരർ ബങ്കർ എന്ന് പറയും, ആ ബങ്കറിനകത്ത് കയറിയിട്ടായിരുന്നു ഈ ഒരു പരിപാടി ഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിനകത്ത് ഇരുന്നിട്ട്, കോൺക്രീറ്റ് ബങ്കറാണ് മണ്ണിനടിയിൽ അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ. സോ അതിനകത്ത് ഇരുന്നിട്ട് പോലും അറ്റ് ലാസ്റ്റ് ഫൈനൽ മൊമെൻറ്റ്സിൽ പോലും മൂപ്പര് യുദ്ധം ചെയ്യണം, എല്ലാവരും എന്നെ പറ്റിച്ചു, ഇതൊന്നും പറ്റില്ല, എന്ത് എക്സ്റ്റെൻറ്റ് കൊടുത്താലും എത്ര ജീവൻ പോയാലും ആരൊക്കെ തന്നെ മരിച്ചാലും നമ്മൾ ഡിഫെൻഡ് ചെയ്യണം, യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവസാനം ആളില്ല. അതായത് ഹിറ്റ്ലറിൻ്റെ ഈ ഒരു ആർമിയിൽ, ജർമ്മൻ ആർമിയിൽ
ആളില്ല, തീർന്നു, എല്ലാവരും തീർന്നു. കാരണം അത്രയധികം അവർ ഒഫൻസീവായിട്ട് മറ്റ് അലൈഡ് ട്രൂപ്സ് ഫുള്ളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ കുഞ്ഞു കുട്ടികളടക്കം അവിടെ ഉള്ള ചെറിയ കുട്ടികളെ പോലും നിങ്ങൾ വെച്ചിട്ട് അവരുടെ കയ്യിൽ തോക്കും കൊടുത്ത് യുദ്ധത്തിന് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ എന്താ പറയുക, എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പോലും ആൾ ചെയ്യുന്ന കുറേ സ്ട്രാറ്റജിയും കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു പടമാണ് ഡൗൺഫോൾ. ആളുടെ ഒരു മരണം എന്താണെന്ന് ഡയറക്റ്റ്ലി കാണിക്കുന്ന ഒരു പടമാണ്. സോ ഒരു ഫ്യൂരിയർ ബങ്കറിനകത്ത് മൂപ്പർ ചെയ്തു കൂട്ടിയിട്ടുള്ള സാധനങ്ങളും അവസാന നാളുകളിൽ ഹിറ്റ്ലർ എന്തൊക്കെയാണ് ചെയ്തത്. ഈ ഒരു ബങ്കറിനകത്ത് വെച്ചിട്ട് പിന്നെ ഹിറ്റ്ലർ തലയ്ക്ക് വെടിവെച്ച് മരിക്കുകയാണ്. ആളുടെ കാമുകി ഉണ്ടായിരുന്നു, ആളുടെ കൂടെ കൂട്ടിയിട്ട് ആൾ സൈനൈഡ് കഴിച്ച് മരിച്ചു. ദെൻ ഹിറ്റ്ലർ ഇങ്ങനെ മരിക്കും. ഇതിൻ്റെ ഇടയിൽ ആ ബങ്കറിനകത്ത് വേറെ ഇവർ രണ്ടുപേർ മാത്രമല്ല, ഇവരുടെ അസോസിയേറ്റ് ആയിട്ട് വേറെ കുറേ പേരുണ്ട്. ഒരു 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 സെറ്റ് ഓഫ് കുഞ്ഞു കുട്ടികളൊക്കെ കൊല്ലുന്നൊരു സീനുണ്ട്. ദാറ്റ് ഈസ് സോ ബ്രൂട്ടൽ. അതായത് ആ കുഞ്ഞു കുട്ടികളൊക്കെ ഉറങ്ങി കിടക്കുമ്പോൾ അവർക്ക് ഉറക്കാനുള്ള ഉറക്ക ഗുളികയും കൊടുത്ത് അവർ മയക്കത്തിൽ ഓരോരുത്തരുടെ വായിൽ പോയിട്ട് സൈനൈഡ് വെച്ച് കടിച്ച് പൊട്ടിച്ച് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ആ കുട്ടികളൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല, അവർക്കൊന്നും മനസ്സിലാവണില്ല. അവർക്ക് ഈ മറ്റേ വിഷു പോലെ ഉണ്ടാവും, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പൊട്ടുണ്ട്, എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കണം. അത്രയും ബ്രൂട്ടലായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ആ ഒരു ഫ്യൂരർ ബങ്കറിന് അകത്തുണ്ടായിരുന്ന ആ ഒരു ടെൻഷൻ കംപ്ലീറ്റ്ലി കാണിക്കുന്നൊരു പടമാണ് ഡൗൺഫോൾ. ഇത് കംപ്ലീറ്റ്ലി ജർമ്മൻ ഭാഷയിലാണ്, ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വെച്ച് കണ്ടുപോകേണ്ടത്. അതും കൂടി കഴിഞ്ഞപ്പോൾ ഏകദേശം ആ ഒരു യൂറോപ്പിലുള്ള വാർ ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഹിറ്റ്ലറിൻ്റെ മരണത്തോടെ ഇപ്പുറത്തെ ഇറ്റലിയിൽ മുസോളിനി മരിച്ചു, ഇവിടെ ഹിറ്റ്ലർ മരിച്ചു. സോ സ്റ്റാലിൻ്റെ ആർമി ആയിരുന്നു കംപ്ലീറ്റ്ലി, മറ്റേ റെഡ് ആർമി ആയിരുന്നു, സോവിയറ്റ് യൂണിയൻ ആയിരുന്നു കംപ്ലീറ്റ്ലി ഡയറക്റ്റിലായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നു. ഹിറ്റ്ലർ മരിച്ച സമയത്ത് എൻ്റെ ഈ ഒരു മുസോളിനി മരിച്ചിട്ട് ആളുടെ ഡെഡ് ബോഡി ഇങ്ങനെ കെട്ടിത്തൂക്കി എന്നൊക്കെ പറഞ്ഞത് കേട്ടത് കൊണ്ട് എൻ്റെ ഡെഡ് ബോഡി പോലെ ആർക്കും കിട്ടരുതെന്ന് പറഞ്ഞ് അത് കത്തിക്കുകയാണ് ചെയ്തത്. അതിനെ പറ്റിയിട്ടുള്ള കോൺട്രവേഴ്സി ഇപ്പോഴും ഉണ്ട്. കാരണം ഹിറ്റ്ലറുടെ ഡെഡ് ബോഡി ആർക്കും കിട്ടിയിട്ടില്ല, അത് ഇവർ തന്നെ എടുത്ത് കത്തിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞു. സോ ഹിറ്റ്ലർ ഇപ്പോഴും ജീവനോടെ ഉണ്ട്, ഇപ്പോഴും ഹിറ്റ്ലർ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ബേസ്, കാരണം ഡെഡ് ബോഡി കിട്ടാത്തത് കൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കോൺട്രവേഴ്സി കുറേ ഉണ്ട്. പക്ഷേ ഈ ഒരു പടത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് എവിടെ വെച്ചാണ് കത്തിച്ച്, എങ്ങനെയാണ് കത്തിച്ച്, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളതൊക്കെ. സോ ഡൗൺഫോൾ ഒന്ന് കണ്ടു നോക്കുക. ഈ ഡൗൺഫോളിലെ ഈ ഒരു പടത്തിൽ ഇവൻ്റോട് കൂടി ഈ ഹിറ്റ്ലർ കഴിഞ്ഞു ജർമ്മനി കംപ്ലീറ്റ് ആയിട്ട് തോറ്റു. സോ യൂറോപ്പ് ഫുള്ളായിട്ട് ഈ അലൈഡ് ഗ്രൂപ്പ്സ് പിടിച്ചടക്കി. പക്ഷേ അപ്പോഴും ജപ്പാൻ കീഴടങ്ങിയിട്ടില്ല. അതായത് യുദ്ധം കഴിഞ്ഞു, മെയിൻ യുദ്ധം തുടങ്ങി വെച്ച എല്ലാവരും യുദ്ധം തീർത്തു, യുദ്ധം എല്ലാം അവസാനിച്ചു. പക്ഷേ ജപ്പാൻ ഒരു രക്ഷയില്ല. ജപ്പാൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഞാനീ പറഞ്ഞ മറ്റേ കംഫർട്ട് സ്റ്റേഷനും അവരുടെ ക്രൂവലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജപ്പാനുകാർക്ക് വേറൊരു പരിപാടിയുണ്ട്. ഇവർക്ക് ഈ കീഴടങ്ങുക പറഞ്ഞ പരിപാടി ഇല്ല. അത് അവരുടെ ബ്ലഡിലുള്ളതാണ്. നമ്മൾ പണ്ട് മുതലേ കുറേ ജപ്പാനീസ് പടങ്ങളും സാമുറായി പടങ്ങളും നമ്മൾ ഈവൺ ആനിമയൊക്കെ കാണുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ ഇവരുടെ ആ ഒരു മോറൽ എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അത് എന്തൊക്കെ പറ്റിയാലും അവർക്ക് കീഴടങ്ങില്ല, അവസാന ആൾ വരെ പോരാടും. ഇവർക്ക് കീഴടങ്ങേണ്ട ഒരു അവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ അവർ മറ്റേ സ്വയം കത്തി വെച്ച് വയറ്റിൽ കുത്തി മരിക്കുന്ന ആ ഒരു സെറ്റപ്പൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടല്ലോ, പല ആനിമിയിലും ഗെയിമിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ഒരു ജപ്പാൻ ബേസ്ഡ് സാധനങ്ങളിലൊക്കെ തന്നെ. സോ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ജപ്പാനെ കീഴടക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള അലൈഡ് ഗ്രൂപ്പ്സിൻ്റെ പ്രത്യേകിച്ച് അമേരിക്ക കൂടുതലായിട്ട് നടത്തിയ ശ്രമങ്ങൾ ഫുള്ള്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇവോജിമ എന്ന് പറഞ്ഞൊരു വോൾക്കാനിക് ഐലൻഡ് ഉണ്ട്. ഈ ഐലൻഡിൽ ജപ്പാനുകാരാണ് ഇപ്പോൾ ഇൻഫിൽട്രേറ്റ് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ കൺട്രോളിലാണ്. സോ അമേരിക്ക ഇത് അങ്ങോട്ട് പിടിച്ചെടുക്കാൻ പോകും. സോ ഇവിടെ വെച്ച് നടന്നിട്ടുള്ളൊരു ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് ഇവോജിമ. ഇതിനെ ബേസ് ചെയ്ത് 2 പടങ്ങളുണ്ട്, ഫ്ലാഗ്സ് ഓഫ് അവർ ഫാദറും ലെറ്റർ ഓഫ് ഇവോജിമ. സോ ഇത് ഡയറക്റ്റ്ലി രണ്ടും നമ്മുടെ ടോം ഹാങ്ക്സ് പ്രൊഡ്യൂസ് ചെയ്തു, സ്റ്റീഫൻ സ്പിൽബർഗ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് എടുത്ത പടങ്ങൾ. ഇത് രണ്ടും ബാക്ക് ടു ബാക്ക് ആയിട്ട് എടുത്ത പടങ്ങളാണ്. രണ്ടും 2 പെർസ്പെക്റ്റീവ് ആണെന്ന് പറയും. ഇത് രണ്ടും ഒരുമിച്ച് വേണം കാണാൻ, 2 സെപ്പറേറ്റ് പടങ്ങളല്ല. ഒന്ന് ഡയറക്റ്റ്ലി അമേരിക്കൻ പെർസ്പെക്റ്റീവിലൂടെയും മറ്റേത് ഡയറക്റ്റ്ലി ജപ്പാൻ പെർസ്പെക്റ്റീവിലൂടെ കാണിക്കുന്ന പടമാണ്. ഫ്ലാഗ്സ് ഓഫ് അവർ ഫാദർ എന്ന് പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ അമേരിക്കൻ പെർസ്പെക്റ്റീവ്. നമ്മളിപ്പോൾ ഈ വേൾഡ് വാറിൻ്റെ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ട്രെഞ്ച് വാർഫെയർ ആയിരുന്നു. ഇതേപോലെ സെക്കൻഡ് വേൾഡ് വാറിൽ ഭയങ്കര അധികം ക്രൂഷ്യലായിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പിക്ചറാണ് ഈ ഇവോജിമ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐലൻഡിൽ ഇവർ ഈ അമേരിക്കക്കാർ കൊണ്ടുപോയിട്ട് ഒരു ഫ്ലാഗ് നടന്നത്, ഒരു 5-6 പേര് ഒരുമിച്ചൊരു ഫ്ലാഗ് നടന്നത്, അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനമായിരുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ട് ഭയങ്കര അധികം അമേരിക്കയിൽ കുറേ ഇതിൻ്റെ ബേസ് ചെയ്ത് കുറേ പ്രൊപ്പഗാൻഡ പരിപാടികൾ, ഇപ്പോൾ നാട്ടുകാരെ ഫുള്ളായിട്ട് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവരിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിട്ട് തന്നെ ആ ഒരു ഫ്ലാഗ് റേസിങ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഫ്ലാഗ്സ് ഓഫ് അവർ ഫാദർ എന്ന് പറഞ്ഞ പരിപാടി. സോ ഇത് ഇവർ കൊടി നാട്ടിയിട്ടുള്ളത് ഈ ഒരു ഇവോജിമയിലാണ്. സോ അവിടെ നടന്നിട്ടുള്ള യുദ്ധങ്ങളാണ് ഈ ഒരു പടത്തെ നമുക്ക് കാണിച്ചു തരിക. സോ ആദ്യം അമേരിക്കൻ പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ ഇവർ ഈ നോർമൻഡി ബീച്ചിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്തില്ല, നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ, അതേ യൂറോപ്പിൽ, അതേപോലെ തന്നെ ഈ ജപ്പാൻ്റെ ഈ ഷോറിലും ഈ ഹെവി ആർമറിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വലിയൊരു യുദ്ധം തന്നെ അവിടെ നടന്നത്. ഇനീഷ്യലി ആദ്യം ഇവരുടെ ജപ്പാൻ ട്രൂപ്സ് ഉണ്ടെന്ന് അറിഞ്ഞ് വൻ രീതിയിലുള്ള ഷെല്ലാക്രമണം, മറ്റേ നേവി അറ്റാക്കൊക്കെ ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്നു, എയർ ബോംബാർഡ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് ഇനീഷ്യലിൽ നിന്ന് തകർത്ത് കഴിഞ്ഞിട്ടാണ് ഇവർ ഫുൾ ട്രൂപ്സുമായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ
വൻ തോതിലുള്ള റെസിസ്റ്റൻസ് ഇവർക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ ഈ ജപ്പാൻകാരെ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്, ഇത് എവിടെ നിന്നാണ് വെടി വരുന്നത്, ഒരു വോൾക്കാനിക് ഐലൻഡാണ്. സോ അവിടെ പണ്ടൊരു വോൾക്കാനിക് എറപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ ഈ കറുത്ത കളർ മണ്ണൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ബീച്ചാണ്. സോ ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നൊരു ഐഡിയ ഇല്ല. അത് ആക്ച്വലി കാണിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ പടത്തിലാണ്, ഈ ലെറ്റേഴ്സ് ഓഫ് ഇവോജിമോ എന്ന് പറഞ്ഞ പടത്തിലാണ്. കാരണം ഇവർ വരുന്നുണ്ടെന്ന് നേരത്തെ കണ്ടു കഴിഞ്ഞിട്ട് ഇവർ ട്രഞ്ചസ് എന്നല്ല, ഇത് ഗുഹകൾ ഉണ്ടാക്കും. ഈ ഒരു മൗണ്ടൻസ് ആയിരുന്നു അവിടെ ഫുള്ളായിട്ട്. ഈ മലകൾക്കുള്ളിൽ കൂടെ കുറേ ട്രഞ്ചസും കുറേ ഗുഹകളും ഇൻ്റർ കണക്റ്റഡ് കേവ്സ് ഒക്കെ ഇവർ ഉണ്ടാക്കിയിട്ടാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് കുറേ വെപ്പണറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അവരെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ലെറ്റേഴ്സ് ഓഫ് ഇവോജിമോയിലും ഇപ്പുറത്ത് ഫ്ലാഗ്സ് ഓഫ് അവർ ഫാദറിൽ എങ്ങനെയാണ് ഇവരെ ഡിഫീറ്റ് ചെയ്ത് ഇവർ ഈ കൊടി നാട്ടിയത്, അതിൻ്റെ പുറകിലുള്ള പൊളിറ്റിക്സ്, അതിൽ പങ്കെടുത്തവരൊന്നും അല്ല ആ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന പടമാണ്. ഇപ്പോൾ ഞാൻ ആദ്യം മറ്റേ ഈ സേവിങ് പ്രൈവറ്റ് റയാനും നമ്മുടെ ഈ ബാൻഡ് ഓഫ് ബ്രദേഴ്സൊക്കെ കണ്ടപ്പോൾ ഈ നോർമൻഡി അറ്റാക്കൊക്കെ ഇങ്ങനെ കാണിക്കുന്ന വേറെ പടമില്ല, അല്ലെങ്കിൽ അത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു ബാറ്റിൽ, നേവി ബാറ്റിലൊക്കെ നടന്നിട്ടുള്ള ഇപ്പുറത്താണെന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്താണ് ഈ ഫ്ലാഗ്സ് ഓഫ് അവർ ഫാദർ കാണുന്നത്. അത് ജസ്റ്റ് റാൻഡംലി ആ ഒരു ഇൻസിഡൻറ്റ് മാത്രമായിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ ഈ ക്ലിൻ്റ് ഈസ്റ്റ്വുഡ് ഈ പടം എടുത്തിട്ടുള്ളത് വൺ സ്കെയിലാണെന്ന് പറഞ്ഞാൽ വൺ സ്കെയിലാണ്. ഇത് ഒരു എന്താ പറയുക, ചില ഷോട്ടുകളൊക്കെ ഉണ്ട് ഈ ഒരു പടത്തിൽ, ഹെവി സാധനമാണ്. സോ ഒരു ഹെവി ബാറ്റിൽ കാണിക്കുന്നൊരു പടമാണ് ഫ്ലാഗ്സ് ഓഫ് അവർ ഫാദറും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവോജിമോ, രണ്ടും കൂടി ഒരുമിച്ച് കാണണം. ഈ ഇവോജിമോയിൽ അറ്റാക്ക് കഴിഞ്ഞ് അപ്പോഴും ഈ അമേരിക്കക്കാർ ജയിച്ചു, ജപ്പാനുകാർ അവിടെ നിന്ന് റിട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും മരിച്ചു. ഞാനീ പറഞ്ഞില്ല, ഇവർ സൂയിസൈഡ് ചെയ്യും, ഇവർ ബോംബൊക്കെ തലയെ കുത്തി അവിടെ കഴിച്ച്, അല്ലാണ്ട് അവർ കീഴടങ്ങുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെ ജപ്പാനുകാർ അവിടെ ഉണ്ടായിരുന്നവർ മുഴുവൻ സൂയിസൈഡ് ചെയ്തു, അമേരിക്ക ജയിച്ചു. പക്ഷേ അപ്പോഴും ജപ്പാൻ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തിട്ടില്ല, അവർക്ക് പിന്നെയും കുറേ സ്ഥലങ്ങൾ പിടിക്കാനുണ്ട്. സോ പിന്നെ അടുത്തതാണ് ഒക്കിനോവ എന്ന് പറഞ്ഞ സ്ഥലം, ഇവർക്ക് കീഴടക്കണം, അവിടേക്ക് പോകുന്നൊരു പരിപാടി. അവിടെ വെച്ചിട്ടാണ് മറ്റേ ഹാക്സോ റിഡ്ജ് എന്ന് പറഞ്ഞ പടമില്ല, നമ്മുടെ ഡെസ്മണ്ട് ഡോസ് എന്ന് പറഞ്ഞൊരു സോൾജിയർ ഉണ്ടായിരുന്നു, ഒരു അമേരിക്കൻ സോൾജിയർ ഉണ്ടായിരുന്നു. ആളുടെ ഒരു ക്രിസ്ത്യാനിറ്റിക്ക് ഭയങ്കര അധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. സോ ആരെയും കൊല്ലില്ല എന്നുള്ളതാണ് ആളുടെ ഒരു മൊറാൽ. സോ ഈ ഒരു മൊറാൽ വെച്ച്, അതായത് യുദ്ധത്തിൽ ആരെയും കൊല്ലില്ല എന്ന്. സോ ഒരു മെഡിക്കാണ്, മെഡിക്കിന് കൊല്ലേണ്ട ആവശ്യമില്ല, പക്ഷേ മെഡിക്ക് കൊല്ലണം എന്നുള്ളതൊക്കെ നമ്മൾ ബാൻഡ് ഓഫ് ബ്രദേഴ്സൊക്കെ കാണുമ്പോൾ അവിടെയുള്ള മെഡിക്സ് എങ്ങനെയാണെന്ന് നമുക്ക് അതിൽ കാണിച്ചു തരും. ഒരു ബാൻഡ് ഓഫ് ബ്രദേഴ്സ് ഇറ്റ്സ് ഐക്കോണിക്. സോ അതേപോലെയുള്ളൊരു മെഡിക്കാണ് ഈ ഹാക്സോ റിഡ്ജിലെ നമ്മുടെ ഡെസ്മണ്ട് ഡോസ്, നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡ് അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഈ ഒരു ബാറ്റിൻ്റെ ഇടയിൽ ഒരുപാട് പേര്, ഒരു 10-70ഓളം ആൾക്കാരെ ഇങ്ങനെ രക്ഷിക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് കാണിക്കുന്നൊരു പടമാണ് ഈ ഹാക്സോ റിഡ്ജ്. അസാധ്യ പടമാണ്, വൻ മേക്കിംഗ് ആണ്. അങ്ങനെ ജപ്പാനിൽ യുദ്ധങ്ങൾ നടന്നത്. ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം, മറ്റേ ഡെൻമാർക്കിലൊരു പടമാണ്, ഒരു ഡാനിഷ് ഫിലിമുണ്ട്, ദി ബോംബാർഡ്മെൻറ്റ് എന്ന് പറയും, ദി ഷാഡോ ഇൻ മൈ ഐ എന്ന് പറയുന്നത്, ഇതാണ് അതിൻ്റെ പേര്. സോ ഇതിലെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു തെറ്റിയിട്ട് ഒരു യുദ്ധത്തിൻ്റെ ഇടയിൽ ഇതിൻ്റെ എല്ലാ പെർസ്പെക്റ്റീവും കാണിക്കണല്ലോ. ഇവർക്ക് ഡയറക്റ്റ്ലി ഇവർ നടന്ന നല്ല കാര്യങ്ങൾ മാത്രമല്ല, ഇവർക്ക് തെറ്റിപ്പോയിട്ടുള്ള കുറേ മണ്ടത്തരങ്ങളുണ്ട്. അങ്ങനെ ഒരു വലിയ മണ്ടത്തരങ്ങളിലൂടെ ഒരു സ്കൂൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി നശിച്ചു, കുറേ കുട്ടികൾ മരിച്ചൊരു പടമാണ്. അതായത് ഈ ബ്രിട്ടീഷ് ആർമി അല്ലെങ്കിൽ ബ്രിട്ടീഷ് എയർഫോഴ്സ് ഈ ബോംബ് ചെയ്യുന്ന, ഡെൻമാർക്കിൽ ബോംബിങ് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഫ്ലൈറ്റ് ക്രാഷായിട്ട് ഒരു സ്കൂളിൻ്റെ അടുത്ത് വീഴും. സോ അവിടെ നിന്ന് ആൾക്കാർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ വെച്ച് വൻ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ തിരിച്ചിങ്ങോട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫ്ലൈറ്റ് വീണ് കഴിയുമ്പോൾ ഈ സ്മോക്കൊക്കെ വരുമല്ലോ. സോ അതാണെന്ന് തെറ്റിദ്ധരിച്ചൊരു ഇവരറിയാതെ അങ്ങോട്ട് കൊണ്ടുപോയി ബോംബ് ചെയ്യുന്നൊരു സെറ്റപ്പാണ്. സോ ഇത്രയും കുട്ടികൾ മരിക്കുന്നു, അവരുടെ കാഴ്ചപ്പാടിലൂടെ എന്ത് തേങ്ങടാ ഞങ്ങൾ ചെയ്തെന്നുള്ളൊരു മൈൻഡ് ഉണ്ടല്ലോ. അത് അറിയാതെ അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്, അത് കാണിക്കുന്നൊരു പടമാണ് ഷാഡോ ഇൻ മൈ ഐ. ഇതേപോലെ ജർമ്മനിയിൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞൊരു പടമാണ്. ഇതൊരു പരനാറിയുടെ ഒരു പടമാണ്. അതായത് റിയലായിട്ട് അങ്ങനത്തെ ഒരു ആളുണ്ടായിരുന്നു. ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ ഇറങ്ങി ഓടില്ലേ, പട്ടാളക്കാർ ആണെങ്കിലും തിരിച്ച് നിർത്തി പോകുന്ന കുറേ പരിപാടികളുള്ളത്. അങ്ങനെ പേടിച്ച് തിരിച്ചു പോയ ഒരാൾ പോണ വഴിക്ക് അയാളുടെ ഹൈ റാങ്കിങ് ഓഫീസറായിട്ടുള്ള ഒരാളുടെ യൂണിഫോം, കാറും കുറച്ച് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അത് വെച്ച് ഇയാൾ വരും, എന്നിട്ട് ബാക്കിയുള്ളവരെ പറ്റിക്കുകയാണ്. അതായത് മറ്റ് ജർമ്മൻ പട്ടാളക്കാരെയൊക്കെ ഇയാളൊരു ഓഫീസറാണെന്ന് വിചാരിച്ചിട്ട് പറ്റിക്കുന്നതും ആ ഒരു പവർ വെച്ച് ഇങ്ങനെ ചെയ്യുന്ന കൊടും ക്രൂരതകളൊക്കെ കാണിക്കുന്നൊരു പടമാണ് ഇത് ക്യാപ്റ്റൻ. ഇതും ഒരു റിയൽ ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ബേസ് ആയിട്ടുള്ള സാധനമായിരുന്നു, ഫിക്ഷണൽ പരിപാടിയൊന്നുമല്ല. ഏതാ ഇവൻ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും, അങ്ങനത്തെ രീതിയിലുള്ള സാധനം. then തിരിച്ച് നമ്മൾ ജപ്പാനിലേക്ക് പോയി, ഞാൻ പറഞ്ഞു ഇമാതിരി യുദ്ധങ്ങളൊക്കെ നടന്നു. സോ അത്രയും നടന്നിട്ടും, അതായത് ഈ ഒക്കിനോവയിലുള്ള വലിയ യുദ്ധവും ഈ ആ ഒരു ബീച്ച്, ഇവോജിമോയിലുള്ള ബീച്ചും, പിന്നെ ജപ്പാൻ പല സൈഡിൽ നിന്നും സറൗണ്ടഡ് ആയി. അപ്പുറത്തുനിന്ന് ചൈന അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങനെ ബ്രിട്ടീഷ് ആർമി അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഈ സൈഡിൽ കൂടെ അമേരിക്ക വൻ രീതിയിലുള്ള അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല, ജപ്പാനുകാർക്ക് അവരുടെ ഒരു മോറലും അവരുടെ മെൻറ്റാലിറ്റി, ഇവോജിമോയിലൊക്കെ ഇത്ര വലിയ റെസിസ്റ്റൻസ് ഇവർക്ക് ഉണ്ടെങ്കിൽ ജപ്പാനിലേക്ക് ഡയറക്റ്റ് കയറുകയാണെങ്കിൽ
ഏത് രീതിയിലുള്ള റെസിസ്റ്റൻസ് ഇവർക്ക് നേരിടേണ്ടി വരും എന്നുള്ളത് അമേരിക്കക്കാർക്ക് മനസ്സിലായി. സോ എന്ത് ചെയ്തിട്ടും എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ജപ്പാൻ കീഴടങ്ങൂല. ഇനി ജപ്പാനിലേക്ക് പോവുകയാണെങ്കിൽ അനാവശ്യമായിട്ട് കുറേ പേര് ഇനിയും മരിക്കും, അത് എല്ലാ സൈഡിലും മരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ദി മോസ്റ്റ് ഡിബേറ്റബിൾ, അല്ലെങ്കിൽ ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച, ഇനി ഒരിക്കലും നടക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന ആറ്റം ബോംബ് ഇട്ടത് ഇത് കഴിഞ്ഞിട്ടാണ്, നമ്മുടെ നാഗസാക്കിയിലും ഹിരോഷിമയിലും. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ആറ്റം ബോംബ് 2 കൊണ്ടിട്ട് ഈ ജപ്പാൻ കംപ്ലീറ്റ്ലി സറണ്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരു നിവൃത്തിയില്ല എന്ന് കണ്ടിട്ടാണ്. ഇമാതിരി ബാറ്റിൽസൊക്കെ കഴിഞ്ഞിട്ടും ഇവരൊരു തരത്തിൽ അതിനെ പറ്റിയിട്ടുള്ള കോൺട്രവേഴ്സി ഇപ്പോഴും ഉണ്ട്. അങ്ങനത്തെ ഒരു ഡിസിഷനെ പറ്റിയിട്ടുള്ള കാര്യം ആരോട് ചോദിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ ഈ ഒരു ഓപ്പൺഹൈമർ എന്ന് പറഞ്ഞ നമ്മുടെ പടമുണ്ട്, നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ പടം, നമുക്ക് എല്ലാവർക്കും അറിയാം. മൂപ്പരുടെ 2ാമത്തെ വാർ ബേസ്ഡ് മൂവിയാണ്. ഞാൻ പറഞ്ഞത് ഓൾറെഡി ഡൺകർക്ക് മൂപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ ഓപ്പൺഹൈമർ ഇപ്പോൾ കഴിഞ്ഞ 2 നമുക്ക് ഇറങ്ങിയ പടമാണ്. സോ ആ പടത്തിൽ മറ്റേ പ്രൊജക്ട് മാൻഹാട്ടൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഇവർ ഓൾറെഡി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ ഈ ആറ്റം ബോംബ് എങ്ങനെയാണ് ഇവർ ഡെവലപ്പ് ചെയ്തെടുത്തത്, അതെങ്ങനെയാണ് ഇവിടെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് കാണിക്കുന്നില്ല, ആറ്റം ബോംബ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെന്നുള്ളത് കാണിക്കുന്ന ഒരു പടമാണ് ഓപ്പൺഹൈമർ. സോ ആ ഒരു പടത്തിൽ ആ പടം കണ്ടു നോക്കുക. ആ പടത്തിൽ ഇവൻറ്റ്സ് കഴിഞ്ഞ് ഡയറക്റ്റ്ലി ഇവർ പോയിട്ട് ആറ്റം ബോംബ് ഇട്ടു. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒരു 3 ദിവസത്തെ ഗ്യാപ്പിലിട്ട് ജപ്പാൻ ഫുള്ളായിട്ട് അതോടുകൂടി സറണ്ടർ ചെയ്യുന്നതോടെയാണ് നമുക്ക് ആ ഒരു എൻറ്റയർ പിക്ചർ, ആ ഒരു വേൾഡ് വാർ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കഴിയുന്നതെന്ന് പറയാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഓപ്പൺഹൈമർ കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ആറ്റം ബോംബുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലെങ്കിലും ജപ്പാനിൽ നടക്കുന്ന കണ്ടിന്യൂസ്, ഇപ്പോൾ നമ്മൾ പണ്ടെങ്ങനെയാണോ ലണ്ടനിൽ ബോംബിട്ടത്, അതേപോലെ തന്നെ ജപ്പാനിൽ നടക്കുന്ന ഈ ബോംബിങ്ങും മറ്റ് യുദ്ധങ്ങളും കാരണം അവിടെയുള്ളവർ സിവിലിയൻസ് ആയിട്ടുള്ള സാധാരണക്കാരെങ്ങനെ അനുഭവിക്കുന്നത് നമ്മൾ കാണിക്കുന്ന ഭയങ്കരധികം ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു പടമാണ് ഗ്രേവ് ഓഫ് ഫയർ ഫ്ലൈസ്. ഇത് ഈ ഡയറക്റ്റ്ലി ഈ ഒരു വേൾഡ് വാറിൻ്റെ ഈ ഒരു ടൈമിലാണ് ഈ പരിപാടി നടക്കുക. ഈ പറഞ്ഞ ലിസ്റ്റിൽ ഏറ്റവും അധികം നമുക്കിങ്ങനെ ചങ്ക് നമ്മളിങ്ങനെ പറിച്ച് നമ്മൾ എറിയുക എന്ന് പറയില്ല, അങ്ങനത്തെ രീതിയിലുള്ള സാധനമാണ്. ഒരു ചേട്ടനും ഒരു അനിയത്തിയും, ആ ഒരു അനിയത്തിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ നടത്തുന്ന ശ്രമങ്ങളും അങ്ങനത്തെ കുറച്ച് ഇവർ ഈ 2 പേരുടെ അച്ഛനും അമ്മയും മരിച്ചു, ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ ഇവർക്ക് നഷ്ടപ്പെട്ടു. സോ ഇവർ പരിചയമുള്ള കുടുംബക്കാരുടെ കൂടെയാണ് താമസിക്കുന്നത്. അവിടെ വെച്ച് ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ടോർച്ചറുകളും അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവർ ഈ ചെറിയ കുട്ടികൾ ഈ ചെറിയ ലൈഫിൽ അനുഭവിക്കേണ്ടി വന്ന കുറേ കാര്യങ്ങൾ കാണിച്ച് അതിൻ്റെ ഈ ഒരു വേൾഡ് വാറിൻ്റെ ബ്രൂട്ടാലിറ്റി, ഈ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ എന്താണ് സിവിലിയൻസിന് നടക്കാന്നുള്ളത് ഭയങ്കരധികം നമ്മളെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് കാണിക്കുന്ന ഒരു പടമാണ് ഗ്രേവ് ഓഫ് ഫയർ ഫ്ലൈസ്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഫിലിം. സോ ഇങ്ങനെ യുദ്ധം കഴിഞ്ഞ് ഈ ഒരു പോസ്റ്റ് വാർ പിന്നെയും കുറച്ച് പരിപാടികൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ലാൻഡ് ഓഫ് മൈൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ആ ഒരു പടത്തിൽ ഈ ജർമ്മൻ സോൾജേഴ്സ് ഉണ്ടാവുമല്ലോ, അവരായി ഇപ്പോൾ പ്രിസണേഴ്സ് ഓഫ് വാർ എന്ന് പറയും. അതായത് പണ്ട് ഇവരായിരുന്നു ബാക്കിയുള്ളവർ പിടിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഇവരായി തടവ് പുള്ളികൾ. സോ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുള്ള തടവ് പുള്ളികൾ, അതിൽ ചെറുപ്പക്കാരായിട്ട് ചെറിയ കുട്ടികൾ, ഇങ്ങനെയുള്ളവന്മാരെ ഇവർ തന്നെ കുഴിച്ചിട്ടില്ല, ബാക്കിയുള്ളവരൊക്കെ കുഴിച്ചിട്ടുള്ള 10,000-കണക്കിന് ബോംബുകളുണ്ട്, മറ്റേ മൈനുകളുണ്ട്, കുഴി ബോംബുകൾ. സോ ഇതൊക്കെ ഇവരെ കൊണ്ട് എടുപ്പിക്കാൻ നോക്കുന്നൊരു പടമാണ് ലാൻഡ് ഓഫ് മൈൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഇടയിലുണ്ടാകുന്ന ടെൻഷൻ 1-2 അല്ല, ഞാൻ ഈ പറഞ്ഞില്ലേ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബോംബുകളുണ്ട്. ഇത് എടുക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും മരണം പറ്റാം. സോ അതിൻ്റെ ആ ഒരു ടെൻഷൻ കാണിക്കുന്നൊരു പടമാണ് ഈ ലാൻഡ് ഓഫ് മൈൻ. ഇതേപോലെ നെറംബർഗ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ഇതിപ്പോൾ ഈ വർഷം പുറത്തിറങ്ങിയ പടം. യുദ്ധം കഴിഞ്ഞു, ഹിറ്റ്ലറിനെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു കുറേ ആൾക്കാർ, ഇവരെയൊക്കെ തന്നെ പിടിച്ചു. ഹിറ്റ്ലറെ അവർക്ക് ആർക്കും കിട്ടിയില്ല. സോ അലൈഡ് പവേഴ്സ് ഈ ഹിറ്റ്ലറിനെ കൂടെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഗോറിങ്ങിനൊക്കെ പിടിച്ചു. ഞാൻ പറഞ്ഞു ഗോറിങ് ആണ് ഈ ഒരു എയർ ഡിഫൻസിൻ്റെ ഒക്കെ മെയിൻലി ഹാൻഡിൽ ചെയ്തിരുന്ന ആൾ. സോ ഇവരൊക്കെ കൂടി പിടിച്ചിട്ട് ഈ ഒരു ട്രയൽ നടത്തുകയാണ്. ഇവരെ ഡയറക്റ്റ്ലി കൊല്ലാതെ ആദ്യമായിട്ട് ഈ ഒരു വേൾഡ് വാർ ബേസ്ഡ് ഒരു ട്രയൽ ആദ്യമായിട്ട് നടക്കാൻ പോവുകയാണ്. ആ ഒരു യുദ്ധത്തിൻ്റെ ട്രയൽ നടക്കുന്നത് എങ്ങനെ, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഒരു സൈക്കോളജിസ്റ്റ് റാമി മാലിക്കിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടറിൻ്റെ കാഴ്ചപ്പാടിലൂടെ ആൾ ഈ കാര്യങ്ങളൊക്കെ മെല്ലെ ഒന്ന് ക്രാക്ക് ചെയ്ത് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടാൻ നോക്കും. സോ ഇത് വലിയ വലിയ ഹൈ റാങ്കിങ് ഓഫീസേഴ്സിനൊക്കെയാണ് ഇവർ പിടിച്ചു വെച്ചിട്ടുള്ളത്. സോ അവരെയൊക്കെ തന്നെ ട്രയൽ വഴി പിടിച്ച് ഇവരൊക്കെ തന്നെ കുറ്റക്കാരാണെന്ന് സമ്മതിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ഇവർ ഈ മറ്റേ ജന്മം ഉണ്ടെങ്കിൽ ഇവർ സമ്മതിപ്പിക്കുന്നില്ല. മറ്റേ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്, ഹോളോകാസ്റ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊന്നും ഇവർ സമ്മതിക്കണ പോലുമില്ല. സോ അതിൻ്റെയൊക്കെ വ്യക്തമായ തെളിവുകളൊക്കെ വെച്ച് ഇവരുടെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എങ്ങനെയാണ് ആ ട്രയൽ നടക്കുന്നുള്ളത് കാണിക്കുന്നൊരു പടമാണ് നമ്മുടെ നെറംബർഗ് എന്ന് പറഞ്ഞ പടം. അടിപൊളി പടമാണ്. ഇത് പോസ്റ്റ് വാർ, ഈ ഒരു യുദ്ധം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ നെറംബർഗ് എന്ന് പറഞ്ഞ പടത്തിൽ. സോ കംപ്ലീറ്റ്ലി ഇത്രയാണ് ഒരു വേൾഡ് വാറിൻ്റെ പിക്ചർ. ഇതിലും ഞാനിപ്പോൾ വളരെ കൺസൈസ് ചെയ്ത് ഞാൻ ആ സിനിമകളിൽ വരുന്ന ഏതൊക്കെ സിനിമകൾ അതിൻ്റെ പ്രോപ്പർ ക്രോണോളജി പ്രോപ്പർ ഓർഡറിൽ വന്ന് നിങ്ങൾക്കൊരു ഒരു സിനിമാറ്റിക് മോഡിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇതല്ലാതെയും ഒരുപാട് ഇവൻറ്റ്സ് വേൾഡ് വാർ ബേസ്ഡ് നടന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും സിനിമകൾ അങ്ങനെ വന്നിട്ടുമില്ല. കാരണം ലോകം മുഴുവനായിട്ട് യുദ്ധത്തിന് പോയതാണ്. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് പല ഇവൻറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് ഈവൺ ഞാനീ പറഞ്ഞ ഹോളോകോസ്റ്റിലടക്കം നമ്മുടെ ഒരു മലയാളി പോലും പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോ അത്രയധികം വേൾഡിനെ ഫുള്ളായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ള വലിയൊരു ഇവൻ്റായിരുന്നു ഈ ഒരു വേൾഡ് വാർ 1 and 2.
അതിനെ ഒരു ക്രൊണോളജിക്കലി ഒരു സിനിമാറ്റിക് മോഡിൽ നടന്നിട്ടുള്ള ഇവൻറ്റ്സ് എങ്ങനെയാണ്, അതിൽ ഏതൊക്കെ സിനിമകൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. സോ ഞാൻ ഈ ആദ്യം തൊട്ട് പറഞ്ഞ വേൾഡ് വാർ 1 മുതൽ പറഞ്ഞിട്ടുള്ള എല്ലാ സിനിമകളും ഞാൻ ഈ പറഞ്ഞ ഓർഡറിലൊന്ന് കണ്ടാൽ നിങ്ങൾക്കൊരു ടോട്ടൽ പിക്ചർ കിട്ടും, നിങ്ങൾക്കായിട്ടൊരു ഐഡിയ കിട്ടും, നിങ്ങൾക്കൊരു പേഴ്സ്പെക്റ്റീവ് കിട്ടും, എന്തായിരുന്നു നിങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ ഒരു വേൾഡ് വാറിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് വെച്ച്. സോ ഇത് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിലെ ഏറ്റവും വലിയ വീഡിയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്കറിയില്ല എത്ര ലെങ്ത് വരുന്നുണ്ടാവും എന്നുള്ളത്. ആൻഡ് ഇനി ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാനിത് പറഞ്ഞില്ല, 1-2 ദിവസം കൊണ്ട് ഞാനിത് വർഷങ്ങളെടുത്ത് കണ്ട് ഇതിപ്പോൾ നിങ്ങൾ ഇപ്പോൾ നാളെ തന്നെ പോയിട്ട് ഈ എല്ലാ പടം കാണണം എന്നല്ല ഞാൻ പറഞ്ഞത്. വർഷങ്ങളെടുത്തിട്ടാണെങ്കിലും ഇതെല്ലാം ഒന്ന് കണ്ടുവയ്ക്കുന്നതും ഒരു ഹിസ്റ്ററി മനസ്സിലാക്കി വയ്ക്കുന്നതും നല്ലതാണ്. ഞാനീ പറഞ്ഞ പോലെ നാളെ ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമുക്ക് തീരുമാനിക്കാം നമുക്ക് പോകണോ വേണ്ടത്. യുദ്ധത്തിൽ ആര് ജയിച്ചു തോറ്റു എന്നുള്ള ഈ നമ്മുടെ അറ്റാക്ക് ഓൺ ടൈറ്റൻ സീരീസിൻ്റെ ഒക്കെ അവസാനത്തെ ഒരു എപ്പിലോഗ് ഉണ്ട്. എത്രയൊക്കെ കഴിഞ്ഞാലും മനുഷ്യൻ്റെ യുദ്ധം തീരില്ല. നമ്മളിപ്പോൾ ഒരു യുദ്ധം തുടങ്ങുന്നത് അത് ലോക സമാധാനത്തിന് വേണ്ടി എന്നൊക്കെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും പീസ് ട്രീറ്റിയും തേങ്ങ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്ന് അടുത്തതിന് വകവയ്ക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ മനുഷ്യരാശി എന്ന് മുതലുണ്ടോ അന്ന് മുതൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതിൽ നമ്മൾ എന്ത് പങ്ക് വഹിക്കണം എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ കട്ട് പിക്ചർ ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സോ ഇത് മാത്രമല്ല, ഇപ്പോൾ ഈവൻ വേൾഡ് വാറിൻ്റെ ബാക്കിയായിട്ടാണ് കോൾഡ് വാർ തുടങ്ങിയത്. നമ്മുടെ വിയറ്റ്നാം വാറും കൊറിയൻ വാറൊക്കെ ഇതിൻ്റെ ബാക്കിയാണ്. അതിന് ബേസ് ചെയ്തും വേറെ സിനിമകളൊക്കെ ഉണ്ട്. ഇതിന് മുമ്പായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ വേൾഡ് വാറിന് മുമ്പ് പഴയ ആൻഷ്യൻ വാറുകളൊക്കെ കുറേ ഉണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ മറ്റ് സിനിമകളെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻസ് നമുക്ക് സെപ്പറേറ്റ്ലി ചെയ്യാം. അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഞാൻ ഈ പറഞ്ഞതിൽ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെയും എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിലും എന്തിലെങ്കിലെങ്കിലൊക്കെ നിങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക. പരമാവധി എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്ന എനിക്ക് ശരിയെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു പോയത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്കിയായിട്ട് മറ്റ് വാർ ബേസ്ഡ് സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ വീഡിയോകളൊക്കെ ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.